ഇവിടെ ഈ പത്മരാജന്റെ ഒരു പേര് അവിടെ കണ്ടു, അത് ഇതാണോ? ഇത് നമ്മള് പി പത്മരാജൻ ഫ്ലാറ്റ്. ഹലോ, കേരള മാതാവ് എന്ന് പറഞ്ഞ ഞാനൊരു ചിത്രം കാണിച്ചു തരാം. ഭാരതാംബ എന്ന് പറഞ്ഞ ഒരുപാട് ചിത്രങ്ങളുണ്ട്. പൊടി പിടിച്ച് നിൽക്കുന്ന ഭാരതത്തിനെ ഒരു സ്ത്രീ രൂപമായിട്ട് സങ്കല്പിക്കുന്നു. തമിഴ്നാടിനെ പറ്റി അങ്ങനത്തെ പല ചിത്രങ്ങളുണ്ട്. കേരളത്തിൽ അത് വളരെ കുറവാണ്. ഉള്ളതുണ്ടല്ലോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. കേരള മാതാവ് എന്ന് പറഞ്ഞ ഞാനൊരു ചിത്രം കാണിച്ചു തരാം. ആ കേരള മാതാവ് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ ഇന്ന് സങ്കല്പിക്കുന്ന മുണ്ടും പേരും ഒക്കെ എടുത്തൊരു കേരള മാതാവാണ്. പക്ഷെ എനിക്ക് കിട്ടിയ ഒറിജിനൽ രൂപം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഒറിജിനൽ കളേഴ്സ് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. കേരളാംബയുടെ തല തിരുവനന്തപുരത്തും കാല് കാസർഗോഡുമാണ് ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ മാപ്പിന്റെ ഉള്ളിലാണ്. അപ്പൊ മാപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്കാണ് അദ്ദേഹത്തിന്റെ ബാക്ക് തിരിഞ്ഞിരിക്കുന്നത്. കാല് വടക്കോട്ടാണ്, ഭാരതാംബയുടെ നേരെയാണ് കാല്. ഗൾഫ് രാജ്യങ്ങളിലേക്കല്ലേ ഈ നോട്ടം പോകുന്നതെന്നുള്ള സംശയം തോന്നുന്ന ഒരു കേരള മാതാവിന്റെ ചിത്രം കോഴിക്കോട്, കൊച്ചി അങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതായത് പോർട്സ് ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കൊല്ലം ഉണ്ട്. അപ്പൊ പോർട്സ് ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മലയാളി ഐഡന്റിറ്റിയുടെ ബെസ്റ്റ് റെപ്രസെന്റേഷൻ ആണ്. തല പൊക്കി നോക്കുന്നുണ്ട്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഇമേജ് ആണ്. സത്യം പറഞ്ഞ നമ്മുടെ ഭാവിയെ പ്രവചിച്ച ഒരു ഇമേജ്. Let's start with our conversation. Thank you for being in Sora. അതായത് എനിക്കൊരു യൂണിവേഴ്സിറ്റി ഒക്കെ പഠിക്കുന്ന കാലം തൊട്ടിട്ട് I've been reading your work. It got me to a point where കേരളത്തെ പറ്റി എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ നമുക്ക് റിസർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ജെ-സ്റ്റോറിൽ പോയിട്ട് ജയദേവിക സോഷ്യലിസം കമ്മ്യൂണിസം ജെൻഡർ എന്നൊക്കെ ടൈപ്പ് ചെയ്യുന്ന സ്റ്റേജിലേക്ക് ബിക്കോസ് യു ഹാവ് റിട്ടൺ സോ മച്ച് അബൌട്ട് കേരള മലയാളി ഐഡന്റിറ്റി. അത് ഒരു പെർട്ടിക്കുലർ തീമിൽ മാത്രമല്ല, അതൊരു ബോക്സിനകത്ത് ഒതുങ്ങി നിന്നിട്ടല്ല, പല രീതിയിൽ അതിനൊരു ഇന്റർ കണക്ട്നെസ് കൊണ്ടുവന്ന് അങ്ങനെ ഒരുപാട്. സോ ഐ തോട്ട് what I wanted to discuss, you may be the perfect choice for me to ask these questions. കാരണം ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ചില ക്യൂരിയോസിറ്റീസ് എനിക്ക് ഒരു അക്കാഡമിക് എക്സ്പേർട്ടിൻ്റെ അടുത്ത് ചോദിച്ചു കുറച്ചുകൂടി ഒരു തെളിച്ചവും വെളിച്ചവും ഒക്കെ വരുത്തുന്നു തുടങ്ങി. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഓണം. നമ്മളിപ്പോൾ ഓണം ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം നോക്കുന്ന സമയത്ത് ഈ ഒരു ഓട്ടോറിക്ഷയിലോ കാറിലോ സ്കൂട്ടറിലോ ഒക്കെ പോകുന്ന ആൾക്കാരെല്ലാം ഒരുപോലെ ഡ്രസ്സ് ചെയ്യുന്നൊരു സമയമാണ്. എല്ലാവരും കസവും കൊണ്ട് നേരിട്ട്. അപ്പോൾ ഇതൊരു പെർഫോമറ്റീവ് സാധനം ഉണ്ടല്ലോ. സ്റ്റുഡിയോസ്, നമ്മൾ ഈ പുതിയ പിള്ളേർ നടത്തുന്ന ഈ സ്റ്റുഡിയോസ് ഇപ്പം ഓണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട്. 3500 രൂപയ്ക്ക് നിങ്ങൾ ഒരു മലയാളിയായിട്ട് നല്ല ഭംഗിയിൽ പ്രൊഫഷണലായിട്ട് ഷൂട്ട് ചെയ്ത് റീലൊക്കെ അടിച്ച് തരും. എവ്രിവെയർ വി ആർ സീയിങ് ദിസ് പെർഫോമറ്റീവ് ഓണം. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് വണ്ടറിങ് ലൈക്ക് വാട്ട് ഈസ് ഇറ്റ് വി ആർ പെർഫോമിങ്. കാരണം ദുബായിൽ ഓണം ആഘോഷിക്കുന്ന ഒരു മലയാളിയും ഇരിങ്ങാലക്കുട ഓണം ആഘോഷിക്കുന്ന ഒരു ബ്രിഞ്ചേഷും ഭയങ്കര വ്യത്യാസമുണ്ട്. ഇവരെല്ലാവരും ക്ലെയിം ചെയ്യുന്നത് സ്വയം മലയാളിയാണെന്നുമാണ്. പക്ഷെ ഇവരുടെ എല്ലാം മലയാളീനെസ്സിൽ ഭയങ്കര വ്യത്യാസം നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കേരളമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു അനിൽ മേനോൻ എന്ന് പറയുന്ന ഒരു കക്ഷി സ്പേസിലേക്ക് പോകുമ്പോൾ നമ്മളയാൾ മലയാളിയായിട്ടാണ് മനോരമ ഫീച്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഇത് ഡീകോഡ് ചെയ്യും? ആർ വി സെലിബ്രേറ്റിംഗ് ദ ഐഡിയ ഓഫ് ബീയിങ് എ മലയാളി or are we celebrating being Malayali? If it's the first, where is that idea coming from? അല്ല, ഒന്ന് ഈ ഐഡിയ ഓഫ് ബീയിങ് മലയാളിയും ഐഡിയ ഓഫ് ബീയിങ് മലയാളിയും തമ്മിൽ വലിയൊരു അന്തരമില്ല. ആക്ച്വലി ഇത് രണ്ടും ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെല്ലാം ജീവിക്കുന്നത്, ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു തരം ക്യാപിറ്റലിസത്തിൻ്റെ വളരെ ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് ലോകത്താണ്, ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ളൊരു ക്യാപിറ്റലിസ്റ്റ് ലോകത്താണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് കിടക്കുന്ന മനുഷ്യർ ശരിക്കും ചെതറിക്കിടക്കുന്ന ഒരു ഇതാണ്. നമ്മുടെ ചരിത്രത്തിൽ ഒരു പക്ഷേ ഏറ്റവും ഇൻറ്റൻസായ രീതിയിൽ ചെതറിക്കിടക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ പല മച്ചു പിച്ചുവിലെ കോൺവെൻസിൽ മലയാളി നൺസാണുള്ളത്. സൗത്ത് അമേരിക്കയിലൊക്കെ ആശുപത്രികളിലൊക്കെ പോയി കഴിഞ്ഞാൽ മലയാളി നൺസ് വർക്കിംഗ് ഇൻ പെറു, ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് സ്ട്രേഞ്ച് പ്ലേസസ്. ആഫ്രിക്കൻ കോണ്ടിനെന്റിലൊക്കെ പോയാലും
നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും ഇടുക്കപ്പിടുക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാലും. അപ്പോൾ ഇൻഫാക്ട് ഒരു റൂൾ ഓഫ് ദ തമ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം സേ UP-യുടെ ഏതെങ്കിലും ഒരു റിമോട്ട് ഏരിയയിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോയി നിങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, നിങ്ങൾക്ക് പോകാനൊരു സ്ഥലമില്ല, നിങ്ങൾ ഹിന്ദി അറിഞ്ഞുകൂടാന്നും പറഞ്ഞ് ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം പോകുന്നത് പോലീസ് സ്റ്റേഷനിലല്ല, നിങ്ങൾ ഏറ്റവും അടുത്ത ആശുപത്രി എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവിടെ പോവുക. ഒരു മലയാളി നേഴ്സെങ്കിലും അവിടെ കാണും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതായത് നമ്മൾ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇപ്പം ബംഗാളിൽ ബാഗ്ഡോഗ്രയ്ക്കൊക്കെ അപ്പുറത്ത്, അതായത് നേപ്പാൾ ബോർഡറിലൊക്കെയുള്ള റിമോട്ട് ഏരിയാസിൽ ആശുപത്രിയിൽ ഇതുപോലെ ഞങ്ങളൊരിക്കൽ ഒരു അത്യാവശ്യത്തിന് ഒരു സ്റ്റുഡൻറ്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നോക്കുമ്പോൾ ഓണമാണെന്ന്. നമ്മൾ ഈ സ്റ്റുഡൻറ്റിന് ആക്സിഡൻറ്റ് ഓണം ആലോചിക്കുന്നില്ല. അവിടെ ചെന്ന് കയറുമ്പോൾ നല്ല മുണ്ടുതേരിതൊക്കെ എടുത്ത് നിറച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച് നേഴ്സുമാർ ഓണം ആഘോഷിക്കുക. അപ്പോൾ അന്ന് അവർക്ക് ഒഴിവ് കൊടുത്തിരിക്കുക, യൂണിഫോം വേണ്ട. അപ്പം അതിന് പകരം അവർ ഈ കേരളത്തിൻ്റെ ഒരു യൂണിഫോമും ഇട്ട് അവിടെ നിൽക്കുന്നത്, മുള്ളിയിൽ മുല്ലപ്പൂവും ഒക്കെ ചൂടി ഓണം. അപ്പം ഞങ്ങൾ എന്നെ അഡ്മിറ്റ് ചെയ്ത് ഒന്നും ഇല്ലായിരുന്നു, ശരിക്കും ഇത് കൊടുക്കാനേ ഉള്ളൂ. ഡ്രിപ്പ് കൊടുക്കുന്നതിനിടയ്ക്ക് പാൽപ്പായസമൊക്കെ കൊണ്ടുവന്ന് തന്നു. ഓണമല്ലേ? എക്സാക്ട്ലി. അപ്പം ഈ ഓണം എന്ന് പറഞ്ഞ ദിവസം വന്ന് ഈ വളരെ വിദൂരമായിരിക്കുന്നത്, കാരണം ഈ ആഗോള മുതലാളിത്തത്തിൻ്റെ ഈ ചെതറലിനിടയിൽ നമ്മൾ വളരെ വിവിധരായിട്ട് വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ജീവിക്കുന്നവരാണ്. ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റ് ഒരു ക്യാപിറ്റലിസ്റ്റ് വർക്ക് പ്ലേസിൻ്റെ ഒരു ചിട്ടയ്ക്കനുസരിച്ച് ശരീരവും മനസ്സും പാകപ്പെടുത്തി ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നവരാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്ന ഒരു ബ്രേക്കും എന്തോ ഒരു ഉട്ടോപ്യൻ, ഈ പറഞ്ഞ പോലെ ഒരു മിത്തിക്കലായിട്ടുള്ള ഒരു കേരളം, അതൊരു ഭയങ്കര പ്ലഷറിൻ്റെയും ഇമാജിനേഷൻ്റെയും ഒരു സ്ഥലമാണ്. പക്ഷെ അതിൽ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നിയത്, എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇതിന് പറ്റുന്ന തരത്തിൽ നമ്മൾ മലയാളീനെ ഫ്ലെക്സിബിളാണ്, അതുകൊണ്ടാണല്ലോ ഇത് സാധ്യമാവുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വളയ്ക്കാനും തിരിക്കാനും മുടിക്കാനും പരംസുന്ദരിയിൽ ഒരു മലയാളിയുണ്ട്, കേരള സ്റ്റോറിയിൽ ഒരു മലയാളിയുണ്ട്, ഗൾഫിലും ദുബായിലും അമേരിക്കയിലും ഓണം ആഘോഷിക്കുന്ന മലയാളികൾ. ഇങ്ങനെ ഏത് തരത്തിൽ ഇപ്പോൾ ഒരു പക്ഷെ തമിഴ് നമ്മൾ കമ്പയർ ചെയ്യണം, തമിഴ് ഇത്ര ഫ്ലെക്സിബിൾ, അത് ദ്രവീഡിയൻ ഐഡന്റിറ്റി ചോദ്യം ചെയ്യും. അതിലൊരു ഡോമിനന്റ് തമിഴ് ഉണ്ട്, വാട്ട് ഇസ് തമിഴ് എന്നുള്ളതിനെ കുറിച്ചൊരു ഡോമിനന്റ് ഐഡിയ ഉണ്ട്. അതിനെ ചലഞ്ച് ചെയ്ത്, അത് ചിലപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ചലഞ്ച് ചെയ്ത തമിഴ്നാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിലൊരു ചലഞ്ച് വന്നാലും ചിലപ്പോൾ ഭയങ്കരമായിട്ട് അടിച്ചമർത്താനൊക്കെയുള്ള കേരളത്തിൽ അങ്ങനെ ഒരു ഇതില്ല. നമ്മൾ ഒരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ഒരു പക്ഷേ അങ്ങനെ ഒരു ദേശീയവാദപരം അല്ലെങ്കിൽ ഉപദേശീയവാദപരമായ ഉൾബലമുള്ള, നമ്മൾ സ്വക്ഷേത്ര ബലം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരു ഉപദേശീയതാവാദം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിലുണ്ടായിട്ടുള്ള ഈ സബ് നാഷണലിസം, ഈ ഉപദേശീയവാദം എപ്പോഴും ഒന്നാമത് വളരെ സമീപകാലത്തുണ്ടായതാണ്. കാരണം ഇത് ഈ മലയാളം സംസാരിക്കുന്ന ഭാഗങ്ങളായിട്ട് മൂന്നായിട്ട് ചെതറിക്കിടന്നതാണ്. അതിന് മുമ്പാണെങ്കിലും കേരളത്തിൽ ഇപ്പം തമിഴ്നാട് പോലെയൊന്നുമില്ല. തമിഴ്നാട് ഇസ് ദ സീറ്റ് ഓഫ് എംപയേഴ്സ്. റിമെമ്പർ, ചോഴ സാമ്രാജ്യം, അവർ കടൽ കടന്ന് മലയിലും ശ്രീലങ്കയിലും ഒക്കെ കോളനീസ് സ്ഥാപിച്ച ഒരു രാജ്യം, ഒരു സാമ്രാജ്യത്വത്തിൻ്റെ വലിയ എന്താ പറയുക, പിന്നെ നെൽകൃഷിയുടെയൊക്കെ വലിയ കേന്ദ്രമാണ്. പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ വലിയ ഇത്. കേരളം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കൊടുങ്കാട്, കാടിനും ഈ സമുദ്രത്തിനും ഇടയ്ക്ക് കിടക്കുന്ന ഒരു കുഞ്ഞു സ്ഥലം, അതിൻ്റെ അകത്തുനിന്ന് തെളിച്ചെടുത്ത കുറച്ച് ഭാഗങ്ങളിലാണ് കൃഷിയും കാര്യങ്ങളും. ഭരണം വളരെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഗ്രാമങ്ങൾ പോലും ഈ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങൾ പോലെ അല്ലല്ലോ കേരളത്തിലെ ഗ്രാമങ്ങൾ, ഒരേട കേന്ദ്രിതമായിട്ടുള്ള ഗ്രാമങ്ങളാണ്. എനിക്ക് ഓർമ്മയില്ല, പണ്ട് MGS ആണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് ഈ കേരളത്തിൽ തമിഴ്നാട് പോകുന്നതിനേക്കാൾ എളുപ്പം കേരളത്തിൽ നിന്ന് പണ്ട് ദുബായി പോകാൻ. അതെ, കാരണം നമുക്ക് തുറന്നു കിടക്കുന്ന ഈ കൊടും കാട് കൊണ്ട് തന്നെ, ഈ മൂടപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ വടക്കേ ഇന്ത്യയായിട്ടുള്ള ബന്ധം പൊതുവെ കുറവാണ് ആയിരുന്നു. അപ്പം നമുക്ക് തുറന്നു കിടന്ന മുഖം എന്ന് പറഞ്ഞാൽ ഈ കടലാണ്. കടലിൽ കൂടെയാണ് നമ്മുടെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ ഒരു എന്താ പറയുക, പിന്നെ ആധുനിക പൂർവ്വ ചരിത്രം നോക്കിയാൽ വളരെ കഠിനമായ, വളരെ ഘോരമായ ഒരു ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നൊരു സമൂഹമാണ്. ഒരാളെ അനങ്ങാൻ സമ്മതിക്കാത്ത ജന്മഭേദ ജാതി വ്യവസ്ഥയാണ്. അത് ജന്മത്തിനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ കർമ്മം നിശ്ചയിക്കപ്പെട്ടു, അതിൽ നിന്ന്
കടുകട മാറാൻ പറ്റില്ല, മാറിയാൽ അതിൻ്റെ കോൺസിക്വൻസസ് നിങ്ങൾ അനുഭവിക്കുന്നുള്ള രീതിയിൽ പിടിച്ച് നിർത്തപ്പെട്ട. ഇപ്പോൾ തിരുവിതാംകൂർ രാജ്യമൊക്കെ എന്തായിരുന്നു? ധർമ്മരാജ്യം എന്നതിൻ്റെ ഒറിജിനൽ അർത്ഥം എന്താണ്? ഈ പറയുന്ന ജാതിധർമ്മത്തിനെ പരിപാലിക്കുന്ന ക്ഷേത്രപാലകനായ രാജാവാണല്ലോ. അപ്പം അങ്ങനെ വളരെ റിജിഡായിരുന്ന ഒരു സമൂഹമായിരുന്നു ഇത്. അപ്പോൾ പക്ഷേ ഈ ഒരു ഇമേജാണ് നമുക്ക് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നൊക്കെ കിട്ടിയത്. പക്ഷെ ഇതിന് ഉള്ള ഒരു ചെറിയ സൈഡിൽ കൂടെ ഉള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കടൽ അവിടെ തുറന്നു കിടക്കുന്നുണ്ട്. അപ്പം മാത്രമല്ല വാണിജ്യം വളരെ കാര്യമായി പരിപോഷിപ്പിച്ചിരുന്ന ഒരു നാടുമാണ്. ഈ പറയുന്ന ജാതി വ്യവസ്ഥയുടെ പാലകരായിട്ടുള്ള വരേണ്യവർഗത്തിന് ഈ വരുമാനം കടലിൽ നിന്ന് വരുന്ന വരുമാനം ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അതവിടെ തുറന്നു കിടക്കുന്നിടത്തോളം കുറേ പേര് ഈ കടൽ വഴി പോയിട്ടുണ്ടെന്നുള്ളത്. ഇപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 1509 1509 വർഷം. അതായത് ഇവിടെ പോർത്തുഗീസുകാർ വന്ന ഉടനെ കുറച്ച് വർഷം കഴിഞ്ഞ ഉടനെയാണ് കോലത്തിരി പോർത്തുഗീസ് രാജാവിന് എഴുതുന്ന, ചക്രവർത്തിക്ക് എഴുതുന്ന ഒരു കത്തുണ്ട്. അപ്പോൾ ആ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ പാതിരിമാർ ഇവിടെ വന്ന് അവരെ കൊണ്ട് വലിയ ഉപദ്രവമാണ്. അവർ വന്ന് എൻ്റെ മുക്കുവന്മാരെയും തീയന്മാരെയൊക്കെ മതം മാറ്റി കൊണ്ടുപോവുകയാണ്. അവരൊക്കെ ഓടിപ്പോകും, മതം മാറിയിട്ട് അവരെ ഓടിപ്പോവുകയാണ്. അപ്പോൾ എൻ്റെ നായന്മാർക്ക് അത് വലിയ അസൗകര്യം ഉണ്ടാക്കുന്നു, അത് വലിയ ശല്യമാണ്, അത് നിങ്ങൾ ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞ് വിലക്കണം എന്നൊക്കെ പറഞ്ഞ് കത്തയക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരുപാട് ആൾക്കാർ ഒറ്റയടിക്ക് പോയി എന്നല്ല അതിൻ്റെ അർത്ഥം. ബട്ട് ഓടണ്ടവനെ ഓടാം എന്നുള്ളതല്ലേ. അവിടെ കിടക്കുന്നുണ്ട്, ഓടണ്ടവനെ. ഈ ജാതി വ്യവസ്ഥയ്ക്കകത്തുനിന്ന് ചാടാൻ പറ്റുന്നവരൊക്കെ എങ്ങനെയൊക്കെയോ ചാടാൻ പറ്റുന്നവർ പലരും ഇങ്ങനെ ഈ മാർഗേണ കടലിൽ കപ്പലിൽ കയറി വേറെ നാട്ടിലോട്ടൊക്കെ പോയി എന്നല്ലേ എൻ്റെ അർത്ഥം. അതേപോലെ നമ്മൾ പിന്നീട് ഇപ്പം ഇത് 1509 പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ എത്രയോ കാലം കഴിഞ്ഞ് ബ്രിട്ടീഷുകാരുടെ കാലത്ത്, അതായത് 1860s എൻ്റെ ഓർമ്മ, പാലക്കാട് കളക്ടർ കത്തെഴുതുന്നുണ്ട്. പിന്നെ മദ്രാസിലേക്ക് ഗവർണർ ജനറൽ കത്തെഴുതുന്നുണ്ട്. ഈ പാലക്കാട് എന്ന് പറയുന്ന റീജൻറ്റ് ഈ ഇവിടുത്തെ ഈ കീഴാളരുടെ, അതായത് ഇന്ന് നമ്മൾ ദലിതർ എന്ന് പറയുന്ന ജനവിഭാഗങ്ങളുടെ, പുലയ വിഭാഗങ്ങളുടെ അധ്വാനത്തിനെ വളരെ ആശ്രയിക്കുന്ന ഒരുതരം കൃഷി സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം മലയ പ്ലാന്റേഷൻസിലേക്ക് പിന്നെ ലേബറേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ വള്ളുവനാട് ഭാഗത്തുള്ള എല്ലാ ജംഗ്ഷനിലും ഓരോ പെട്ടിക്കട തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പുലയറിൽ വലിയൊരു ജനവിഭാഗം പോയി മതം മാറി മുസ്ലിങ്ങളായിട്ട് അവർ ഇവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്ത് ഇവരെല്ലാം പോവുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ ക്ഷതം വരും. നമ്മുടെ ഈ കൃഷിക്ക് 10% എത്രയോ ഒരു കണക്ക് പറയുന്നുണ്ട് അയാൾ, 10-നും 15-20 ഇടയ്ക്കെന്തോ ശതമാനമാണ് പറയുന്നത്. അത്രയും ആൾക്കാർ പോവുക. അപ്പോൾ ഇങ്ങനെ പോയ ഈ ജാതി വ്യവസ്ഥയുടെ റിജിഡിറ്റീസിനെ മറികടന്ന് പോകാൻ ശ്രമിച്ച ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ. ഈ കടലാണ് അതിൻ്റെ റൂട്ടും. പിന്നെ അതുമാത്രമല്ല, എനിക്കിപ്പം ഇങ്ങനെ പലതും ഓർമ്മ വരുന്നുണ്ട്. ഇപ്പോൾ ഈ കപ്പൽ കണക്കുകൾ നോക്കിയിട്ടുണ്ട് ഞാൻ. അതായത് ഇവിടുന്ന് നമ്മുടെ കൊച്ചി തുറമുഖത്ത് നിന്ന് പോർത്തുഗീസുകാർ മെലാക്ക ഭാഗത്തേക്ക്, അപ്പോൾ മെലാക്ക ഭാഗത്തേക്ക് കപ്പലിൽ പോകുന്ന ആ കപ്പലിലെ എംപ്ലോയീസിന് കൊടുത്ത വേജസിൻ്റെ കണക്കുണ്ട്. അപ്പോൾ അത് നല്ല ഡീറ്റെയിൽ ഡേറ്റയാണ്. അതായത് പേര്, ഇവരുടെ പ്ലേസ് ഓഫ് ഒറിജിൻ, ഇവരെവിടുന്നാണ് വരുന്നത്, ഇവർക്ക് കപ്പലിൽ ഇവർ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ്, കൊടുത്ത പൈസ. അപ്പോൾ അതിൽ ഈ കപ്പലിലെ ക്ലാർക്ക് പലപ്പോഴും നായരാണ്. മലബാർ അയാൾ വരുന്നത് ഈ പറയുന്ന പോലെ ഈ കോഴിക്കോട്, ഈ കണ്ണൂർ, കോഴിക്കോട് ആ സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു പോർട്ടിൻ്റെ പേര്, ഒരു സ്ഥലപ്പേരായിരിക്കും. ആൻഡ് നായറാണ്. ഈ നായരാണ്. അപ്പം ഈ നായർ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഈ പോർത്തുഗീസുകാർ മലാക്ക പിടിക്കുമ്പോൾ ഒരു ചാത്തു എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം ബാക്കി അവിടുത്തെ ചെട്ടിയാന്മാരായിട്ടുള്ള ഈ വലിയ ചെട്ടിയാർ മേർച്ചൻസ് ഉണ്ടായിരുന്ന സ്ഥലമാണ് മലാക്ക, തമിഴ് സൈഡിൽ നിന്ന്. അപ്പോൾ അവരൊക്കെ അവിടുത്തെ സുൽത്താൻ്റെ കൂടെ നിന്ന് സുൽത്താൻ ഉള്ളിലേക്ക് പിന്മാറിയപ്പം അവർ കൂടെ പോവുകയൊക്കെ ചെയ്തു. ഒരാളാണ് അവിടെ ബാക്കി ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ പിന്നെ ഈ പോർത്തുഗീസുകാരുമായിട്ട് സഹകരിച്ചത് ഒരു കച്ചവടക്കാരനാണ്. അയാളുടെ പേര് ചാത്തു എന്നാണ്.
അത് ശരി. അപ്പൊ ഈ ചാത്തു ആരാണ്, അയാളുടെ ജാതി എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ ഒരു ചാത്തു ഈ മലയാളി ആവാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പൊ ചാത്തു ആണ് അവിടുത്തെ ബന്ദറിന്റെ ആ പോർട്ടിന്റെ അധിപനായിട്ട്, പോർട്ടിന്റെ മാനേജറായിട്ട് പോർത്തുഗീസുകാർ ഉയർത്തിക്കൊണ്ട് വരുന്നയാള്. ഇത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഐ മീൻ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന പല വിഷയങ്ങളും ഇറ്റ് മിറേഴ്സ്. കാരണം ഇന്ന് നമ്മളിപ്പം കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പോകുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവരും മൈഗ്രേഷൻ നടത്തി പോകുന്നു എന്നൊക്കെ പറയുന്നത്, അപ്പോൾ ഫോർ വേരിയസ് അതർ റീസൺസ്. പക്ഷേ ദിസ് ഈസ് ഓൾവേസ് ബീൻ ദ കേസ്. നമുക്ക് ഒരു വി ഹാവ് ഓൾവേസ് ബീൻ ഇൻ എക്സിറ്റിംഗ്. ചിലപ്പോൾ നമുക്കത് വലിയ മണ്ടത്തരങ്ങളൊക്കെ ഞാൻ ചെന്ന് പെട്ടിട്ടുണ്ട്. ഇപ്പം ഒരിക്കൽ മലേഷ്യയിലെ അത്ര അക്കാഡമിക് ഫ്രീഡം ഒന്നും അങ്ങനെ വലിയ, അതിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു സ്ഥലമായിരുന്നു ഞാൻ ചെല്ലുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ്. അപ്പം ഞാനൊരു സെമിനാറിന് പോയതാണ്. അപ്പോൾ അത് എപ്പോഴും ഒരു ഓപ്പണിംഗ് സെമിനാർ ഗവൺമെൻറ്റിൻ്റെ ഒരാളായിരിക്കും വരുന്നത്. എന്നിട്ട് അദ്ദേഹം വന്നിട്ട് ഒരു സ്പീച്ച് നടത്തും. അപ്പോൾ അതിൽ ഈ മലേഷ്യ എന്ന് പറഞ്ഞാൽ മുഴുവൻ അവിടുത്തെ മലൈ ജനങ്ങളാണ് അവിടുത്തെ ആൾക്കാർ, മലൈ വംശജരാണ് അവിടുത്തെ ഏക അവകാശികൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ഏതെങ്കിലും ഒരു തലത്തിൽ സ്ഥാപിച്ചിട്ട് പോകും. അങ്ങനത്തെ ഒരു സ്പീച്ച് നടത്തും. അപ്പോൾ ആദ്യമേ നമ്മുടെ കൊളീഗ്സ് പറഞ്ഞ് നിങ്ങളിതൊന്നും അതൊന്നും കേട്ടോ, നിങ്ങളൊന്നും അതിങ്ങനെ വന്നിട്ട് പോകും, എന്തെങ്കിലും അത് നമ്മൾക്ക് സഹിച്ചേ പറ്റും, നമ്മൾ സഹിക്കുക, അത് തന്നെ അതാണ് ഞങ്ങൾ കുറേ കാലം കൊണ്ട് സഹിക്കുന്നത്, നിങ്ങൾ അന്തം വിട്ടു പോകരുത് എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാനിത് നോക്കുമ്പോൾ ഈ ആശാൻ്റെ സെക്കൻഡ് നെയിം മരയ്ക്കാർ എന്നാണ്. ഇദ്ദേഹം ഒരു പ്യുവർ മലൈ ബ്ലഡ് എന്നൊക്കെ പറഞ്ഞാണ് ആശാൻ ഒരു മലൈ വംശജനായിട്ടൊക്കെ അവതരിച്ചിരിക്കുന്ന ആളാണ്. എന്നിട്ട് ആശാൻ ഒരു ഭയങ്കര പ്രസംഗമൊക്കെ നടത്തി. അതായത് മലൈ വംശജരുടെ പല അവരുടെ രാജാക്കന്മാരെ പറ്റി, അവരുടെ പല വംശങ്ങളെ പറ്റിയൊക്കെ കുറേ അദ്ദേഹം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം, ഇപ്പം എനിക്ക് മരയ്ക്കാറെന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി കേട്ടപ്പോഴേ. അപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആൻസറിന് വേണ്ടിയിട്ടൊരു 10-15 മിനിറ്റുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് ഹൗ വണ്ടർഫുൾ എന്നൊക്കെ പറയുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ പക്ഷേ വിചാരിച്ചു കൊള്ളാമല്ലോ ഈ മരയ്ക്കാറെന്നുള്ളത്. അപ്പം ഞാൻ എഴുന്നേറ്റ് നിന്ന് പകുതി ഒന്നാമത് ഈ ഒരു സ്റ്റാൻഡേർഡ് വായിച്ചു പോകുന്നൊരു തരം അറിയാമല്ലോ, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ഓൾസോ സ്റ്റാർട്ട്സ് ഗെറ്റിംഗ് ഡിം. അപ്പം ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമായി താങ്കളുടെ പേര് കണ്ടിട്ട്. ഈ മരയ്ക്കാറെന്നുള്ള പേര് ഞാൻ വരുന്ന സ്ഥലത്ത് ഞങ്ങളുടെ നോർത്തേൺ കോസ്റ്റ്, ഞങ്ങളുടെ കോസ്റ്റിൽ തമിഴ് കേരള കോസ്റ്റിലുള്ള ഒരു സാധാരണ സർനെയിം. അപ്പോൾ ആശാൻ്റെ മുഖമൊക്കെ ഇങ്ങനെ പല കളറൊക്കെ മാറിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര പിൻ ഡ്രോപ്പ് നിശബ്ദത കേട്ടോ, അനക്കമില്ല. അപ്പം അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞ് ഉരുണ്ട് കളിച്ച് ഊന്നൊക്കെ പറഞ്ഞ് ഊരി അങ്ങ് പോയി. ഇത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങളെ ഊണ് സമയത്ത് പിരിച്ചപ്പോഴാണ് നമ്മുടെ ഹോസ്റ്റ് ഓടി വന്നിട്ട് അയ്യോ ഇയാൾ ഇവിടുത്തെ ഭയങ്കര ഈ പ്യുവർ ബ്ലഡ് മലയാക്കാരനാണെന്ന് അവകാശപ്പെടുന്ന ആളാണെന്നാണ് പറയുന്നത്. നമ്മളിവിടെ കേട്ടിട്ടുള്ള കഥ എന്താന്ന് വെച്ചാല് കുഞ്ഞാലി മരയ്ക്കാരുടെ ബന്ധുക്കളെ മുഴുവനും പോർത്തുഗീസുകാർ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് തമിഴ്നാട് കൊറമണ്ടൽ കോസ്റ്റിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതാണ്. അവരെ അങ്ങനെ എക്സൈൽ ചെയ്യുമായിരുന്നു, കൊറമണ്ടൽ കോസ്റ്റിലോട്ട് എക്സൈൽ ചെയ്യുമായിരുന്നു എന്നും. അവിടെ നിന്ന് കുറേ പേര് അവർ സെയിലേഴ്സ് അല്ലേ, അവർ മലാക്കയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പം അത് നമുക്കറിയില്ല, അതൊരു കഥയാണ്. പക്ഷേ കഥയാണെങ്കിലും പിന്നീട് പെനാങ് ബ്രിട്ടീഷുകാർ 1802 എന്തുവാണ് പെനാങ് പിടിച്ചടക്കുന്നത്. അപ്പം പെനാങ്ങിൽ അവർ അന്ന് നടത്തിയ ഒരു സർവേയിൽ ആരൊക്കെയാണ് താമസക്കാരെന്ന്, താനൂരെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്ന കുറേ പേരുണ്ട് അവിടെ താനൂരുകാർ. പിന്നെ ഒരു കെമ്പങ് ഈ കെമ്പങ് മലബാർ, കെമ്പുങ് എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി കെമ്പുങ്. അവിടെ ഒരു സ്ഥലം തന്നെ പെനാങ്ങിലെ there is an area which is called കെമ്പുങ് മലബാർ. ഇതിൽ ഒരു ഇറ്റ്സ് വി ആർ സെഗ്വേയിങ് ഇൻടു സംതിങ് എൽസ്. പക്ഷേ ഐ തോട്ട് ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ്. മാം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഈ മൂവിങ് പോപ്പുലേഷൻ ആയതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇവിടെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ബേസ് ചെയ്തിട്ടാണ്. ഇവിടുന്ന് ഇന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് പുട്ട് കൊണ്ടുവന്നു, ഇന്ന സ്ഥലത്ത് ഇങ്ങോട്ട് ചൈനീസ് വല കൊണ്ടുവന്നു. അതിലപ്പുറം ഈ പോയ ആൾക്കാരുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ്, ഇപ്പം പുതിയ കാലമാകുമ്പോൾ ഗൾഫിലും മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഉണ്ടാകും. അതല്ലാതെ സാധനങ്ങളുടെ കോസ്മോപോളിറ്റൻസ് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഒരു ആവറേജ് അടുക്കള, നമ്മുടെ പഴയ വീടുകളിലെ അടുക്കള, അത് ഈ മലയാ ഭാഗത്തുള്ള ഇന്തോനേഷ്യ, മലേഷ്യ അല്ലെങ്കിൽ ശ്രീലങ്ക ആ ഭാഗത്തെയൊക്കെ അടുക്കള കണ്ടാൽ നിങ്ങൾ അന്തം വിട്ടു പോകും. നമ്മുടെയൊക്കെ പഴയ വീടുകളിലുണ്ടായിരുന്ന അടുക്കള പോലെ തന്നെ, യാതൊരു വ്യത്യാസവും ഇല്ല. ശരിക്കും ഈ പറഞ്ഞ ഒരു ഭ്രമം, നമുക്ക് ഒരു ആകപ്പാട് ഒരു ഡെജാവൂ ഉണ്ടായിപ്പോവും.
കാരണം ഇത് ഇവിടെ നമ്മൾ വന്നിട്ടുണ്ടെന്നൊക്കെ നമുക്ക് തോന്നും, അത്ര സാമ്യമാണ്. അത് അവിടെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്താണ് ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് അല്ല, അതിനൊരു കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് രണ്ടും ആയിരിക്കത്തില്ല. ഓക്കെ. കാരണം ഈ ചൈന വാസ് ദ ഗ്രേറ്റസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മെറ്റീരിയൽ ഗുഡ്സ് ആൻഡ് പ്രോബബ്ലി ഈ ചൈന സാധനങ്ങൾ ഇവിടെ വരുന്നത് മീഡിയേറ്റഡ് ത്രൂ പോർത്തുഗീസ് ട്രേഡ്, യുനോ. സോ അവിടെയും ഈ ചീന വലയും ഇത് ചീനക്കാർ ഇവിടെ വന്നു എന്നുള്ളതിന് തെളിവായിരിക്കത്തില്ല, മറിച്ച് ആ ട്രേഡ് നെറ്റ്വർക്സിന്റെ ഭാഗമായിരുന്നു നമ്മൾ. അപ്പോൾ ഈ ചൈനീസ് ഗുഡ്സ് വെർ പ്രൈസ്ഡ് ആൻഡ് യുനോ ദേ വർ ദ ബിഗസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ദീസ് ഗുഡ്സ് ബിഫോർ കൊളോണിയലിസം. അപ്പം അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു. അതുപോലെ ഈ കെട്ടിടം പണിയുടെയൊക്കെ സ്റ്റൈലുകൾ ഇപ്പം തന്നെ നമ്മുടെ പഴയ ഈ തറവാട്, ഈ പിന്നെ ആ വള്ളുവനാട് സൈഡിലൊക്കെയുള്ള പഴയ വീടുകൾ, തറവാടുകൾ, ആ സ്റ്റൈലിൽ അതുപോലത്തെ അതിനേക്കാളും പഴയ വീടുകളുണ്ട്. അതായത് ഈ അത് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല, ഈ ഓടിടാനുള്ള അവകാശമൊക്കെ കിട്ടുന്നതിന് മുമ്പേ പിന്നെ ഓലയും പുല്ലും ഒക്കെ മേഞ്ഞ പഴയ തറവാടുകളുണ്ട്. ഈ ചാരുപടിയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ പണിഞ്ഞിരുന്ന, തീരെ പൊക്കമില്ലാത്ത പഴയ വീട്, വളരെ പഴയ വീടുകൾ. അത് കുറച്ച് എനിക്ക് തോന്നുന്നു ഇപ്പം അതൊന്നൊക്കെ കംപ്ലീറ്റ്ലി ഇല്ലാതായിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ വേഗിലി ഓർക്കുന്നുണ്ട് അങ്ങനത്തെ പഴയ വീടുകൾ കണ്ടത്. അതുപോലത്തെ വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് മലേഷ്യയിൽ, മെനങ്കബാഹു എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ മാട്രിലീനിയൽ കുടുംബങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, മാട്രിലീനിയൽ മുസ്ലിം കുടുംബങ്ങളായിരുന്നു. അപ്പോൾ അവിടെ അവരുടെ സ്പേഷ്യൽ ഇമാജിനേഷൻ പോലും എത്ര ശ്രീലങ്കയിലുണ്ട് അതുപോലത്തെ ആർക്കിടെക്ചർ. അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കണക്ഷൻ ഉണ്ടല്ലോ നമ്മുടെ. അതുപോലെ ഇതുപോലെ നമ്മൾ പെനാങ്ങിൽ ഇതുപോലെ ഞാനൊരു പ്രസൻറ്റേഷൻ അവിടുത്തെ ജോർജ് ടൗൺ ഹെറിറ്റേജ് അസോസിയേഷന് എസ്.കെ. പൊറ്റക്കാടിനെ പറ്റി ഒരു പ്രസൻറ്റേഷൻ നടത്താനായിട്ട് പോയപ്പോൾ ഇതൊക്കെ തുടങ്ങി, എന്താ പറയുക, പവർ പോയിൻറ്റ്സ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് അങ്ങനെ തുടങ്ങി വരുമ്പോൾ 4 സ്ത്രീകൾ നടന്നു വരുന്നു. 4 സ്ത്രീകൾ. അപ്പോൾ അതിൽ നല്ല പ്രായമുള്ള 3 പേര്, പിന്നെ ഒരു സ്ത്രീ കുറച്ചും കൂടി ചെറുപ്പമാണ്. അവർ സാരിയൊക്കെ കൊടുത്ത് ഈ പറയുന്ന പോലെ പൊട്ടും ഒക്കെ ഇട്ട് ചന്ദനമൊക്കെ തൊട്ട് ഒരു പട്ട് സാരിയൊക്കെ കൊടുത്ത്, ബാക്കി 3 പേരും മുണ്ട് നേരിത് കൊടുത്തിരിക്കുന്നു. ആ ഏറ്റവും പ്രായമുള്ള അമ്മ ശരിക്കും പഴയ കാലത്തെ മുണ്ട്, പണ്ട് നമ്മുടെ നാട്ടിൽ അത് മുട്ടിന് കുറച്ച് താഴെയായിട്ട്, ഈ ഇപ്പോഴത്തെ പോലെ ഈ കണങ്കാല് മൂടി കിടക്കുന്ന രീതിയിലല്ല, പണ്ട് കേരളത്തിൽ മുണ്ടെടുക്കും. പണ്ടെന്ന് പറഞ്ഞാൽ 1960s വരെയൊക്കെ, അതായത് ഒരു കണങ്കാലിൻ്റെ പകുതി, കണങ്കാലിൻ്റെ കുറച്ച് മുകളിലായിട്ട് മുട്ടിനും കണങ്കാലിൻ്റെ ഇടയ്ക്ക് വരുന്ന പോലത്തെ മുണ്ടെടുക്കുന്ന രീതിയിലൊക്കെ ഇട്ടിട്ട് ഗുരുവായൂരപ്പൻ ലോക്കറ്റൊക്കെ, അതായത് 1960s സ്റ്റൈലിൽ സ്വർണ്ണ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് ഇവരെല്ലാവരും ചൈനീസ് മോഹമുള്ളവരാണ്. ദേ ലുക്ക് ചൈനീസ്. അപ്പോൾ എനിക്ക് തന്നെ ഒരു ശങ്ക, ഇനി എൻ്റെ പ്രജുഡിസ് കൊണ്ട് തോന്നുന്നതാണോ അതോ എങ്ങനെയാണ്. പിന്നെയാണ് അറിയുന്നത്, ഇപ്പോൾ പൊറ്റക്കാടൊക്കെ പറയുന്ന പോലെ അന്ന് ഈ യുദ്ധം നടക്കുന്ന കാലത്ത് ചൈനീസ് വെ ടെററൈസ്. കാരണം ജപ്പാൻ എന്ന് പറഞ്ഞാൽ അവരെ ജാപ്പനീസിൽ നിന്ന് ഭയന്ന് അവർ തിരിച്ച് ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. ഈ പ്ലാന്റേഷനിൽ ജോലി ചെയ്തിരുന്ന ചൈനക്കാർ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ആൺമക്കളെ എല്ലാം കൊണ്ടുപോയി പെൺമക്കളെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. അവർക്ക് പെൺമക്കളെ അന്ന് വിലയില്ലല്ലോ. അപ്പം പെൺമക്കളെ ഈ പ്ലാന്റേഷനിൽ കുഞ്ഞുമക്കളെ, കൊച്ചുകുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോയി, ആൺമക്കളെ എല്ലാം കൊണ്ടുപോയി. അപ്പം മലയാളികൾ അവിടെ താമസിക്കുന്ന മലയാളികൾക്ക് പെൺമക്കളോട്, പ്രത്യേകിച്ച് ഈ മരുമക്കത്തായികൾക്ക് പെൺമക്കളെ വലിയ വിരോധമൊന്നുമില്ലല്ലോ. ഇൻഫാക്ട് നേരെ തിരിച്ചാണ്. അപ്പം മക്കളില്ലാത്തവരൊക്കെ ഈ പിള്ളേരെ അഡോപ്റ്റ് ചെയ്ത്, അപ്പോൾ ഇവരുടെ ഈ പറഞ്ഞ 4 പേരിൽ അവരുടെ അച്ഛൻ്റെ ശ്രാദ്ധമൊക്കെ നടത്താനായിട്ട് ഇവിടെ തിരുവല്ലാമലയിലൊക്കെ വരും. നന്നായിട്ട് മലയാളം സംസാരിക്കും. അപ്പോൾ ഇത് പൊറ്റക്കാട് റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. അവളുടെ കേരളം എന്നൊരു കഥ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കുറേ അങ്ങനത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി, ഞാൻ അതാ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ജാതിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകുന്ന ഒരു വലിയ വിഭാഗം, അവർ ചിലപ്പോൾ ഒരുപക്ഷെ തിരിച്ചു വന്നു എന്നിരിക്കില്ല. പക്ഷെ തിരിച്ചു വരുന്നവരാണെങ്കിലും പലപ്പോഴും ജാതിയിൽ നിന്ന് രക്ഷപ്പെടാനും ജാതിയിൽ നിന്നും തറവാട്ടിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ ഓടിപ്പോകുന്നവരാണ്. അധികാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടിപ്പോകുന്നവരാണ്. അപ്പം അധികാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടിപ്പോയ ഒത്തിരി പേര് ഈ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഉണ്ട്. ഇപ്പം എൻ എൻ പിള്ള പോകുന്നത് എങ്ങനെയാണ്? തറവാട്ടിൽ നിന്ന് വഴക്കിട്ട്, കാരണവരോട് വഴക്കിട്ട് കല്യാണം കഴിക്കുന്നതിൻ്റെ ഒരു വിവാഹത്തിൻ്റെ വിഷയം പറഞ്ഞ് അടി കൂടിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഒളിച്ചോടുക ചെയ്യുന്നത്. അങ്ങനെ പലരും നാഗപട്ടണത്തേക്ക് പോയിട്ട്, നാഗപട്ടണത്തിൽ നിന്ന് ബോട്ടിൽ കയറി മലയ്ക്ക് പോയ എത്രയോ പേരുണ്ട്. അപ്പോൾ ഈ കലഹം, അതായത് നമ്മുടെ ഇവിടുത്തെ ഒന്നെങ്കിൽ കുടുംബ വ്യവസ്ഥയായിട്ട് അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയായിട്ട് കലഹിച്ച് പോയവരുണ്ട്. ഇതിലെ ഉന്നത ജാതിക്കാർ പലരും തിരിച്ചു വരുന്നുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ ഈ കാലത്തേക്ക് വന്ന് നോക്കുമ്പോഴേ ഇത്
ഇത് കറങ്ങിത്തിരിഞ്ഞ് അന്നുണ്ടായിരുന്ന പോലെ തന്നെ കുറേ കോൺട്രഡിക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും മലയാളിയാണ്. സോ ഐ എം ക്യൂരിയസ് ഹൗ യു വുഡ് ഡിഫൈൻ ദ മലയാളി ഐഡൻറ്റിറ്റി ടുഡേ. നമ്മളിപ്പോൾ കാണുന്ന ഒരു പെർഫോമേറ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് മലയാളി ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, ഒരു അതിൽ ചില പെർട്ടിക്കുലർ ഓണമൊക്കെ ആവുന്ന സമയത്ത് ഇന്ന രീതിയിലുള്ള വസ്ത്രധാരണം, ഇന്ന രീതിയിലുള്ള ഭക്ഷണം, ഇന്ന രീതിയിലുള്ള ആഘോഷങ്ങൾ, ആചാരങ്ങൾ, ഇതിനെയൊക്കെ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുറേയൊക്കെ. ഇത് എവിടുന്ന് വരുന്നു? ഹൗ വുഡ് യു ഡിഫൈൻ ദ മലയാളി ടുഡേ? ഓൾസോ I want you to talk about the contradictions in this. Like, in the sense, it's very, I mean, to me, it's very curious all the time. You know, we are the female literacy ഏറ്റവും കൂടുതലാണ്, ഏറ്റവും കുറവ് സ്ത്രീകൾ ജോലിക്ക് പോകുന്ന സംസ്ഥാനമാണ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഭയങ്കര കുറവാണ്, മേജർ സ്റ്റേറ്റ്സിനിടയിൽ സൂയിസൈഡ് റേറ്റും ഭയങ്കര കൂടുതലാണ്. These are all very, you know, uniquely puzzling things in Kerala that happens in Kerala. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചാൽ ഈ ഫ്ലൂയിഡിറ്റി വരുന്നത്, റിമെമ്പർ, ഇതിന് രണ്ട് വശമാണുള്ളത്. ഒന്നിങ്ങനെ യാത്ര ഈ പവറുമായിട്ട് കലഹിച്ച് എസ്കേപ്പ് ചെയ്യാനുള്ള, കംപ്ലീറ്റ് ആയിട്ട് എസ്കേപ്പ് ചെയ്യാനുള്ള, കടലിൽ കൂടല്ലേ പോകുന്നത്. അപ്പോൾ ഒരു ശരിക്കും ഒരു ഏതാണ്ട് നിയർ ടോട്ടൽ സെപ്പറേഷൻ നമ്മൾ ഹോംലാൻഡുമായിട്ട് വരുത്താൻ പറ്റുന്ന ഒരു സാധ്യതയുണ്ട്. മറുവശത്ത് ഹോംലാൻഡിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ വളരെ റിജിഡായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ അകത്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും ഈ സ്ഥലം നമ്മുടെ ജോഗ്രഫിയുടെ പ്രത്യേകത കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കേരളത്തെ പറ്റി ഇപ്പം നിതീഷ് ചോദിക്കുന്നതാണെങ്കിൽ മലയാളി ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഗോകർണം മുതൽ കന്യാകുമാരി വരെ താമസിക്കുന്നവരുടെ, അതായത് ഈ ഇവിടെ ജീവിച്ച് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ ഇക്കണോമിക് കോൺട്രിബ്യൂഷൻ ഈ നാട്ടിലേക്ക് കൊടുത്ത് ഇങ്ങനെ ജീവിക്കുന്നവരും കേരളത്തിന് പുറത്തു പോയി ഒന്നോ രണ്ടോ തലമുറ കഴിഞ്ഞ് ജീവിക്കുന്നവരും തമ്മിൽ ഒരുപക്ഷെ വലിയൊരു കോൺട്രഡിക്ഷൻ തന്നെ ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാവർക്കും പാർട്ടേക്ക് ചെയ്യാവുന്ന ഒരു ഇമാജിനേഷനുണ്ട്. വളരെ ഒരു കൺസംഷൻ സെൻട്രിക് ആയിട്ടുള്ളൊരു ഇമാജിനേഷനാണ്. അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രത്യേക തരത്തിൽ വസ്ത്രം ധരിക്കുക, ആ കൺസംഷൻ്റെ പ്ലെഷർ ഉണ്ടല്ലോ, പൂ ചൂടുക, ഒരുങ്ങി ഇങ്ങനെ ഇരിക്കുക, അതാണ് കേരളം. പ്രത്യേകതര ആഹാരം കഴിക്കുക, അപ്പം അല്ലെങ്കിൽ പ്രത്യേക തരത്തിൽ തിരുവാതിര കളിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കൾച്ചറൽ / കൺസംഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു മലയാളി ഐഡൻറ്റിറ്റി ഉണ്ട്. ദാറ്റ് ക്യാൻ ബി ഷെയർഡ് ബൈ ബോത്ത് പീപ്പിൾ ഹിയർ ആൻഡ് ദെയർ. ഇത് പക്ഷേ അത് എന്തുകൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊരു ഫിഗ്മെൻ്റ് ഓഫ് ഇമാജിനേഷൻ ആയതുകൊണ്ട് മാത്രമാണ്. അതേസമയം ഇപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ദ റിയലി, ഇപ്പം ശരിക്കുള്ള അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ഹ്യൂജ് കോൺട്രഡിക്ഷൻ. കാരണം നിങ്ങളിപ്പോൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഇവിടെ താമസിക്കുന്നവരാണ് ഇപ്പം മലയിടിഞ്ഞ് വീണാലും കടൽ കയറിയാലും ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ഭീകരമായ കാലാവസ്ഥ വ്യത്യാസങ്ങൾ കാരണം കൃഷി നശിച്ചാലും വീട്ടിൻ്റെ അകത്ത് വെള്ളം കയറിയാലും അനുഭവിക്കുന്ന ആരാ? ഇവിടെ താമസിക്കുന്ന ഈ കേരളം എന്ന് പറയുന്ന ഇത്രയും ഗോകർണം മുതൽ കന്യാകുമാരി വരെയെന്നോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയെന്നോ പറയുന്ന ഈ സ്ഥലത്ത് തങ്ങളുടെ ഇക്കണോമിക് സ്റ്റേക്സും സോഷ്യൽ സ്റ്റേക്സും എല്ലാം കാസ്റ്റ് ചെയ്തിട്ടുള്ള മനുഷ്യരുടെ ഒരു കേരള ജീവിതാനുഭവം, മലയാളി ജീവിതാനുഭവവും ഗൾഫിലോ അമേരിക്കയിലോ യൂറോപ്പിലോ ഇരുന്നു കൊണ്ട് അവിടുത്തെ ഒരു ക്യാപിറ്റലിസ്റ്റ് ജീവിതത്തിലേക്ക്, ക്യാപിറ്റലിസ്റ്റ് യൂറോപ്യൻ ഫസ്റ്റ് വേൾഡ്, ബേസിക്കലി ആംഗ്ലോ അമേരിക്കൻ ഫസ്റ്റ് വേൾഡ് ജീവിതങ്ങളിൽ സ്വയം ഉറപ്പിച്ചുകൊണ്ട് ഗ്ലോബൽ ക്യാപിറ്റലിസ്റ്റ് താളങ്ങൾക്ക് സ്വയം പാകപ്പെടുത്തി ജീവിച്ചുകൊണ്ടിരിക്കുകയും ഒക്കേഷണലി ഈ ട്രാൻസ്നാഷണൽ ആയുള്ള രീതിയിൽ ബന്ധുക്കൾ വഴിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒക്കേഷണൽ ഫെസ്റ്റിവൽസോ അല്ലെങ്കിൽ കൾച്ചറോ അങ്ങനെയൊക്കെയുള്ള ഒക്കേഷനിൽ കേരളത്തിനെ പാർട്ടേക്ക് ചെയ്യുന്ന അവരുടെ കേരളവും അവരുടെ കേരളീയ ജീവിതാനുഭവവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഭയങ്കര ഡൈവേർജൻസ് തോന്നാറുണ്ട് ചില സമയത്ത്. അതായത് എനിക്ക് സെല്ല് ചെയ്യപ്പെടുന്ന ഒരു ഓണം, നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് ഇലയൊക്കെ വാങ്ങി ഇങ്ങനെ കറിയൊക്കെ വെച്ച് കസവ് നേരത്തൊക്കെ വെച്ച് അങ്ങനെയുള്ളൊരു ഓണവും, ഞാനിപ്പോൾ വയനാട് മറ്റേ പാതാളം പോലത്തെ ഒരു സ്ഥലമൊക്കെയാണ്, അന്ന് ഉരുളോട്ടിയ സ്ഥലത്തൊക്കെയാണെങ്കിൽ അന്നൊരു മഴ പെയ്ത എൻ്റെ ഓണവും തമ്മിലുള്ള വ്യത്യാസം, ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്തൊരു സ്ഥിതി വന്നിട്ടുണ്ട്. സോ ഐ വാസ് വണ്ടറിങ് ദാറ്റ് വെദർ വി ഹാവ് ഗോട്ടൺ ടു ദ പോയിന്റ്, നമ്മൾ ഈ ഇതിൽ പറയില്ല, ലാംഗ്വേജിൽ പറയില്ല സിമിലാക്ര എന്നൊക്കെ, ഐഡിയ ഓഫ് ഓണം, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് കേരള ഈസ് പോപ്പുലർ ഓർ മലയാളി ഐഡന്റിറ്റി ഈസ് പോപ്പുലർ, ദാറ്റ് മലയാളി ഐഡന്റിറ്റി ഈസ് പോപ്പുലർ നൗ. അതാണല്ലോ ഇപ്പൊ റീൽസിലൊക്കെ കാണുന്ന ഒരു കാര്യം.
ദി ഐഡിയ ഓഫ് കേരള ഇസ് ബീങ് അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ CJP സമരത്തിന് ശേഷം ഐ എം സീയിങ് എ റൈസ് ഇൻ ദാറ്റ് പോപ്പുലാരിറ്റി. ദി ഐഡിയ ഓഫ് കേരള ഹാസ് ബിക്കം വെരി പോപ്പുലർ. അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു ലിവ്ഡ് റിയാലിറ്റിന്ന് ആ ഭാഗങ്ങൾ മുറിച്ചെടുത്ത്, അപ്പോൾ ഒരു വശത്ത് ഒരാൾ ഇപ്പം തന്നെ ഞാൻ ഇപ്പം തുറന്നു നോക്കിയപ്പോൾ കണ്ടൊരു റീലാണ്. അയാൾ പറയുന്നു, ഞാൻ ഈ നാട്ടിലെ ഇന്ത്യയിൽ മറ്റ് സ്ഥലത്തൊക്കെ പോയിട്ട് എന്നോട് ആൾക്കാർ വളരെ മോശമായിട്ട് പെരുമാറി, ഒരു ഡിസ്ക്രിമിനേഷൻ എനിക്ക് അനുഭവപ്പെട്ടു, അവരെൻ്റെ തൊലിയെയൊക്കെ ഇങ്ങനെ കളിയാക്കി. പക്ഷേ ഞാൻ കേരളത്തിൽ വന്ന് ഏതോ കോളേജിൽ പഠിക്കുകയാണ്, എന്ത് സ്നേഹമായിട്ടാണ് എന്നോട് എല്ലാവരും പെരുമാറുന്നത്. ഓണത്തിന് എന്നെ വിളിച്ചു കൊണ്ടുപോയി ചോറ്, ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഓണം അവരുടെ വീട്ടിലാണ്, എന്നിട്ട് ഞാൻ മുസ്ലിമാണ്, പക്ഷേ ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോകുന്നുണ്ട്. ഈ അമ്പലത്തിൽ ഏതോ ഒരു എല്ലാവർക്കും പോകാവുന്ന ഒരു അമ്പലമുണ്ട്, അവിടെ കൊണ്ടുപോയിരിക്കുന്നത്. എനിക്കൊന്ന് മുത്തപ്പൻ്റെ എവിടെയാണെന്ന് തോന്നുന്നു. അപ്പം മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയത് ഇവിടെ കണ്ടോ നായ്ക്കുട്ടികളെ കൂടി അകത്ത് കയറ്റും. അപ്പം ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ വളരെ തൊട്ടടുത്ത് കുറച്ച് അധികം ദൂരെ അല്ലാതെ ആ അനഘ ശശി ആ കുട്ടിയുടെ പേരെന്താണ്, മറ്റേ തുഞ്ചൻ മറ്റേ നമ്മുടെ മലയാള സർവകലാശാലയുടെ നടക്കിയ പെൺകുട്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുക. അതേ സമയത്താണ് അദ്ദേഹം അവിടുന്ന് ഒരു 20-30 കിലോമീറ്റർ അപ്പുറത്തിരുന്നാണ് ആശാൻ പറയുന്നത് ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. പക്ഷെ അതെന്താന്ന് വെച്ചാൽ അത് റീല് ഭയങ്കര എത്രയോ ഞാൻ നോക്കുമ്പോൾ 20.5 കണ്ടില്ല. നമ്മുടെ റിയാലിറ്റിയുടെ ആ ഒരു ഭാഗമില്ലേ, ആ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് സ്വപ്നം കാണാം. അത് ഇന്ത്യയിൽ ഇങ്ങനെ ആവാൻ വേണമെങ്കിൽ അപ്പം കേരളം അങ്ങനെയാണോ ഇപ്പം നമ്മൾ രണ്ടും മൈൻഡിലായി ഇത് കാണുമ്പോൾ. ഒരു വശത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഈ റീല് പിന്നെ ആൾക്കാരാ, കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു മാവേലി നാട്. നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കേരളം അങ്ങനെ ആവണം എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇപ്പം എന്ത് ചെയ്യാനാ, കേരളം അതിൽ നിന്ന് അത് പണ്ടേ അങ്ങനെ അല്ല, സത്യത്തിൽ കുറച്ച് കൂടുതൽ എക്സാജറേഷനാണ്. എന്നാൽ പോലും മറ്റു നാടുകളെ അപേക്ഷിച്ച് കുറച്ച് ഭേദമാണെന്നുള്ളതാണല്ലോ നമ്മുടെ ക്ലെയിം. അതിൽ നിന്ന് പോലും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ റീലിനെ ലൈക്ക് ചെയ്യണോ വേണ്ടയോ ഞാനത് ലൈക്ക്. ഇപ്പൊ ഈ CJP സമരത്തിന് ശേഷം എനിക്കിത് മനസ്സിലായി, ഇത് ആൾക്കാർ അവരുടെ ആഗ്രഹം പറയുന്നതല്ലേ, നമുക്ക് ശരിയാ നമ്മുടെ ആഗ്രഹം ഇത് തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തു. അതിൽ ഈ ടെക്നോളജി കൊണ്ടുവരുന്ന ഒരു മാറ്റം എനിക്ക് തോന്നുന്നത്, അതായത് people are discovering Kerala in a particular way and then they are claiming an authority on that this is Kerala. അതാണ് പലപ്പോഴും ഞാൻ ഇതിന് മുമ്പ് അക്കാഡമിക് സുഹൃത്തുക്കളോടും അല്ലാത്തവരോടും ഒക്കെ ഒരുപാട് കലഹിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് നിർത്താമോ ഇതെന്ന്. കാരണം നമുക്ക് ഇത് നോട്ട് ഹെൽപ്പിങ് അസ് യുനോ. കാരണം പക്ഷെ അത് അന്നത്തെ കോണ്ടെക്സ്റ്റ് വ്യത്യാസമാണ്. അന്നത്തെ കോണ്ടെക്സ്റ്റ് ഈ കഥ ആരെ സഹായിക്കുന്നു എന്നുള്ളതായിരുന്നു. ഈ കഥ നമ്മുടെ ഇവിടുത്തെ വരേണ്യരെ സഹായിക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ വിഷയം. അതിപ്പോൾ വരേണ്യർ ആര് ഭരണത്തിലിരുന്നാലും, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് ഇതൊരു പ്രത്യേകത ഉള്ളതെന്താണെന്ന് വെച്ചാൽ, ഇടതുപക്ഷം ക്ലെയിം ചെയ്യുന്നത് ഈ കേരളത്തിനെ ഉണ്ടാക്കിയത് അവരാണെന്നാണ്. ഈ കേരളത്തിന് മച്ച് ലോങ്, ഞാൻ ഈ പറഞ്ഞ പോലെ 1509 കപ്പലിൽ കയറി ഒരു എന്താ പറയുക, കോലത്തിരി രാജ്യത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരു തീയൻ അല്ലെങ്കിൽ ഒരു മുക്കുവൻ ഈ ജാതി അപമാനം സഹിക്കാൻ വയ്യാതെ ഒരു കപ്പലിൽ ക്രിസ്തുമതം സ്വീകരിച്ചൊരു കപ്പലിൽ കയറി വേറെ എങ്ങോട്ടെങ്കിലും പോയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ആ ഒരു സാധ്യത ഉണ്ടായിക്കൊടുത്ത ഇടതുപക്ഷമൊന്നും അല്ലല്ലോ. അപ്പം മുതൽ ഇങ്ങനെ പല അതായത് നമ്മൾ ഈ വേൾഡ് ഇക്കോണമിയുടെ ഭാഗമായി വളർന്നു വരുന്നൊരു ക്യാപിറ്റലിസ്റ്റ് വേൾഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരുന്ന ആ പേസിൽ ഇതും വർദ്ധിക്കുന്നുണ്ട്, ഈ സാധ്യതകളും കൂടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഓഫ്കോഴ്സ് ഇടതുപക്ഷത്തിന് ഒരു റോളും ഇല്ലെന്നല്ല, ഇടതുപക്ഷം തീർച്ചയായിട്ടും ആ വന്ന പല സാധ്യതകളെയും എന്താ ഈ ഫോർ എക്സാമ്പിൾ ഈ ഓണം എന്നുള്ള ഈ ഐഡിയ തന്നെ ഒരു മുഖ്യധാര ജന്മഭേദ ജാതി വ്യവസ്ഥയുടെ രക്ഷകരായിട്ടുള്ളൊരു സനാതന ഹിന്ദു ധർമ്മത്തിൻ്റെ മടിത്തട്ടിൽ നിന്ന് അതിനെ എടുത്തു മാറ്റി. അതായത് തൃക്കാക്കരപ്പനല്ല, മഹാബലിയാണ് ഇതിൻ്റെ ഹൃദയത്തിലിരിക്കേണ്ടത് എന്നത് കേരളം മുഴുവൻ പ്രചരിപ്പിച്ചതിൽ ഇടതുപക്ഷത്തിന് വലിയൊരു പങ്കുണ്ട്. ഇപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരിക്കലും പിന്നെ തൃക്കാക്കരയപ്പനല്ല ആയിരുന്നു, ഒരിക്കലും മാവേലി തന്നെയായിരുന്നു. എപ്പോഴും ഈ ഓണത്തിൻ്റെ ഒരു ഹൃദയത്തിൽ പൂടുന്ന നമ്മുടെ ഈ 10 ഓണത്തിലും ഈ നമ്മൾ ആരെയാണോ വരവേൽക്കുന്നത് അത് മാവേലി, അല്ലാതെ
വാമനനെയോ തൃക്കാക്കരപ്പനെയോ ഒന്നും അല്ല. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ലല്ലോ, പല ഭാഗത്തും തൃക്കാക്കരയെ കേന്ദ്രീകരിച്ചാണല്ലോ ഓണാഘോഷം മുഴുവൻ, പ്രത്യേകിച്ച് കൊച്ചി രാജ്യത്ത്. അപ്പോൾ അങ്ങനെ പല സ്ഥലത്ത് പല തരത്തിലാണ് ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ചില സ്ഥലത്ത് നോൺ വെജിറ്റേറിയൻ സദ്യയായിരുന്നു, വടക്കൻ കേരളത്തിലൊക്കെ നോൺ വെജിറ്റേറിയൻ സദ്യയായിരുന്നു. ചിലയിടത്ത് അങ്ങനെയല്ല. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാലും എൻ്റെ ഒന്നും കുടുംബത്തിൽ 2 തലമുറയായിട്ട് ഒരു ഫാം ആരുടെയും മെമ്മറിയിലില്ല, ഒരാളുടെയും മെമ്മറി. എനിക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാർക്ക് 2 തലമുറയായിട്ടെങ്കിലും ഫാം ഡസന്റ് എക്സിസ്റ്റ് ഇൻ ദെയർ മെമ്മറി. സോ ദെൻ വാട്ട് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ? ബട്ട് ദിസ് ഹാസ് ബിക്കം സംതിങ് എൽസ്. അതെ അല്ല, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ, അപ്പം ഇങ്ങനെ കിടന്നിരുന്ന ഒരു പലയിടത്തും ചെതറിക്കിടന്നൊരു ഇത് 1960-ലാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പോൾ എടുത്തു പറയുന്ന കാര്യം, ആ സമയത്ത് ഈ ഓണത്തിനെ ഇങ്ങനെ ദേശീയ ഉത്സവമാക്കി മാറ്റുന്നതിൻ്റെ കാരണം തന്നെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ, അതായത് ജാതി മത ഭേദമന്യേ, അതും ഇതൊരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ ഉത്സവമാണെന്ന് ആലോചിക്കാം. അതായത് മാവേലി മാവേലി എന്ന് പറഞ്ഞാൽ ഒരു വെൽഫെയറിസ്റ്റായ ഭരണത്തിൻ്റെ ഒരു ചിഹ്നമോ പ്രതീകമോ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ റീഡിസ്ട്രിബ്യൂട്ടീവ് ആയിട്ടുള്ള സ്റ്റേറ്റാണ്. അപ്പം ആ മാവേലിയെ പറ്റി നമ്മളെല്ലാം പാടി നടക്കുന്ന പാട്ടും ഒരു ഏൻഷ്യൻ പാട്ടൊന്നുമല്ല, അതും സഹോദരൻ അയ്യപ്പൻ ഉണ്ടാക്കിയ പാട്ടാണ്. അപ്പം അങ്ങനെ ഒരു വെൽഫെയറിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമാജിനേഷനെ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു റോൾ ഓണത്തിനുണ്ട്. അല്ല അതാണ് മാത്രമല്ല, അയാളൊരു ഹീസ് ആക്ച്വലി എ വിക്ടിം അല്ലേ, ഹീസ് ആക്ച്വലി an underdog, literally he was ചവിട്ടി താഴ്ത്തപ്പെട്ട ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാവേലി തിരിച്ചു പോയ ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു വെൽഫെയർ കേരളത്തിനെ കുറിച്ചുള്ളൊരു മെമ്മറിയുമായിട്ട് മാവേലി ഈ വെൽഫെയർ സ്റ്റേറ്റിനെ കണക്ട് ചെയ്യും. അപ്പോൾ കേരളം എന്ന് പറയുന്ന ഇപ്പോൾ ഓണത്തിന് ചുറ്റും മലയാളി സ്വയം മലയാളിയായിട്ട് തിരിച്ചറിയുന്ന ഒരു കണ്ണാടിയായിട്ട് ഈ ഓണത്തിനെ മാറ്റിയതിൻ്റെ വലിയ ഉത്തരവാദിത്തം ഞാൻ പറയും ഇടതുപക്ഷക്കാർക്കാണ്, വിശാല ഇടതുപക്ഷത്തിലാണ് കേരളത്തിൽ, അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമൊന്നുമല്ല. അപ്പം ആ സമയത്ത് ഏറ്റവും വലിയ കവികളെ എടുത്തു നോക്കുക, വൈലോപ്പള്ളി, എടശ്ശേരി, ബാലാമണിയമ്മ. ഈ ഓണം എത്ര തവണയാണ് അവരുടെ കവിതകളിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓണം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ സീസണായിരുന്നു. അത് മഴ അങ്ങോട്ട് കഴിഞ്ഞ് പൂത്തൊലഞ്ഞ്, അത് ആ കേരളമൊന്നും ഇല്ല ഇപ്പോൾ. പക്ഷെ എവിടെ നോക്കിയാലും പൂക്കൾ ഇങ്ങനെ തിങ്ങി വിങ്ങി നിൽക്കുന്ന പൂക്കളും പച്ചപ്പും, നല്ല ഈ ചൂടില്ലാത്തൊരു തരം പൊൻവെയിൽ, സ്വർണ്ണ നിറത്തിലുള്ള വെയിലും, രാത്രിയാണ് നല്ല തെളിഞ്ഞ എല്ലാ നക്ഷത്രങ്ങളെയും കാണാവുന്ന പോലത്തെ തെളിഞ്ഞ ആകാശം ഒക്കെ ഉള്ളൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീസണാണ്. ആ സീസണെയും മാവേലിയെയും ഈ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വെൽഫെയർ സ്റ്റേറ്റിനെ എല്ലാം ഒരുമിച്ച് ഇവോക്ക് ചെയ്യുന്ന എത്രത്തോളം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കവിതകളുണ്ടെന്നറിയാം. ഇപ്പോൾ ബാലാമണി അമ്മയുടെ പ്രശസ്തമായ മഴുവിൻ്റെ കഥയിലൊക്കെ അതിൽ സംസാരിക്കുന്നത് പരശുരാമനാണ്. അപ്പം മാവേലി പരശുരാമനല്ല, മാവേലിയാണ് എന്നാണ് ഈ കാലത്ത്. അപ്പം അതൊരു വലിയ മൂവാണ്. ഇപ്പം നമ്മൾ ഐക്യകേരള പ്രസ്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, ഈ 3 മലയാളം സംസാരിക്കുന്ന ഭാഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞുണ്ടായ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ കൊച്ചിയിൽ വെച്ച് നടന്ന സമ്മേളനങ്ങളിൽ കൊച്ചി രാജാവ് നടത്തിയ ചില പ്രസ്താവനകൾക്കെതിരെയും ആ സമ്മേളനത്തിൻ്റെ കഥകിൽ ആ വാതിലിൽ, അതിൻ്റെ വലിയൊരു വളഞ്ഞ വാതിലിൻ്റെ മുമ്പിൽ ഒരു പരശുരാമൻ്റെ ശില്പമോ ചിത്രമോ എന്തോ വെച്ചതിനെ പറ്റി കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഇടതുപക്ഷ ബുദ്ധിജീവിയാണ് ഏറ്റവും ശക്തമായ രീതിയിൽ എഴുതിയിട്ടുള്ളത്. കുറ്റിപ്പുഴ ഇത് പരമേശ്വരൻ ഈ നമ്മൾ വിഭാവനം ചെയ്യുന്ന കേരളം ഭാവിയിലെ കേരളമാണല്ലോ. അപ്പോൾ അതിൻ്റെ അതിൻ്റെ ആരാധനാമൂർത്തി ഈ പരശുരാമനാണോ എന്നാണ് ചോദിക്കുന്നത്. പരശുരാമ ക്ഷേത്രമല്ല, മാവേലി നാടാണ്. അതുകൊണ്ടാണല്ലോ പിന്നെ മാവേലി നാടെന്നുള്ള ആ ഒരു ഇമേജ് EMS അമ്പൂരിപ്പാടിൻ്റെ റൈറ്റിങ്സിൽ പിന്നെ റെക്കർ ചെയ്യുന്നുണ്ട്. അപ്പം ആ മാവേലി നാടിനെ ഉണ്ടാക്കണം, അത് ഭാവിയിലെ മാവേലി നാടാണ്. അപ്പോൾ ഈ വെൽഫെയർ സ്റ്റേറ്റിനെ വളരെ വ്യക്തമായ രീതിയിൽ ഈ മാവേലിയുടെ മെമ്മറിയായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ സ്കൂൾ പുസ്തകങ്ങൾ വഴി മാവേലിയാണ്. അപ്പം മാവേലിയാണ് ഹീറോ
ആ കഥയിലെ ഹീറോ. അങ്ങനെ മലയാളികളുടെ ഒരു ഉപദേശീയത ഇമാജിനേഷൻ ഏതെങ്കിലും ഒരു ഭാഷയായിട്ട് ബന്ധപ്പെടുന്നതിന് പകരം ഈ വെൽഫെയർ സ്റ്റേറ്റിന് ചുറ്റും ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്കുള്ള ഒരു പ്രധാനപ്പെട്ട. അത് ഞാൻ ആക്ച്വലി ഓണത്തെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് ഇപ്പം ഈ റീൽസിലൊക്കെ തന്നെ എടുത്തെടുത്ത് പറയുന്നൊരു കാര്യം, ഇവിടെ എല്ലാവരെയും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ളത് പലതരത്തിൽ ഈ റീലുകൾ പറയുന്നുണ്ട്. അതാണ് ഇന്ത്യയിലെ മൊത്തം ജനങ്ങളുടെ ഒരു ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ ഒരു ഭൂരിപക്ഷവാദത്തിൻ്റെ കീഴിൽ ചവിട്ടി അരയ്ക്കപ്പെട്ട ഒരു ജനതയാണ് ഇന്ത്യൻസ്. അപ്പോൾ ഇന്ത്യയിലെ മനുഷ്യർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ഈ CJPയുടെ വരവിന് ശേഷം ഇത്തരം റീലുകളെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. മുമ്പാണെങ്കിൽ ഞാനിത് തുടങ്ങി പിന്നെയും തുടങ്ങിയല്ലോ, എത്ര പറഞ്ഞാലും ഇതിൻ്റെ ഒന്നും മണ്ടേ കയറത്തില്ലേ എന്നേ നമുക്ക് തോന്നുള്ളായിരുന്നു. പക്ഷെ CJPയുടെ വരവിന് ശേഷം ഞാൻ ഇത്തരം റീലുകൾ ഷെയർ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇത് റിയൽ അല്ല നമുക്കറിയാം, പക്ഷെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരിടത്ത് ഇത് നടക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ. ഇപ്പൊ ഇടതുപക്ഷം ഈ CPMന്റെ പോലെ 2021 ഇലക്ഷൻ ഇവര് LDF ജയിക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അന്ന് ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. രണ്ടാമതൊരു പുനർഭരണം വരുന്നത് നല്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മലയാളിക്ക് വേണ്ടിയല്ല. ഞാൻ വിചാരിച്ചത് LDF പിന്നെയും വരികയും കുറെ കൂടെ അവരുടെ ആ കോവിഡ് കാലത്തെ അവരുടെ ഗവർണൻസ് അന്ന് ഞാൻ വിചാരിച്ചു. അതിനുശേഷം നമ്മൾ വേറെ പല കാര്യങ്ങളും അറിഞ്ഞു. പക്ഷെ ആ സമയത്ത് നമുക്കറിയില്ല. നമ്മുടെ വിചാരം വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് നടന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഗവർണൻസ് തന്നെ തുടരുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലായിടവും കിടക്കുന്ന ഇടതുപക്ഷക്കാർക്ക് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഈ ഭൂരിപക്ഷവാദത്തിൻ്റെ പിടിയിൽ കഷ്ടപ്പെടുന്ന മനുഷ്യർക്കും ഒരു ബീക്കൺ ഓഫ് ഹോപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അങ്ങനെയായിട്ട് കേരളത്തിനെ മാറ്റാൻ ഈ LDFന് കഴിയുമെന്ന് ഞാൻ അന്ന് തെറ്റിദ്ധാരണയായിരുന്നു. അത് അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ്. അതേപോലെയാണ് ഇപ്പം ഞാനിത് ചെയ്യുന്നത്. കാരണം CJP വന്നു കഴിഞ്ഞ ശേഷം ഈ ജനങ്ങൾ അത് മാറി ചിന്തിച്ചു തുടങ്ങുന്നു. വടക്കേ ഇന്ത്യയിൽ മാറി ചിന്തിക്കുകയല്ല, അവരിപ്പോൾ മനസ്സിലുള്ളത് പറയാൻ ധൈര്യപ്പെടുന്നു. അവർക്ക് ഈ ഭൂരിപക്ഷവാദം കൊണ്ട് ചീഞ്ഞളിഞ്ഞ ഒരു രാജ്യമല്ല വേണ്ടത്. അവർക്ക് എല്ലാ മനുഷ്യർക്കും സന്തോഷമായിട്ടും തുല്യതയോടെ കഴിയേണ്ട ഒരു സ്ഥലമാണ് അവർക്ക് വേണ്ടതെന്നും, ഇങ്ങനെ ഒരു നാടുണ്ട് എവിടെയൊക്കെ ഇന്ത്യയുടെ ഈ തെക്ക് പടിഞ്ഞാറേ മൂലയിലാണെങ്കിലും ഒരു പുതിയ സ്ഥലമാണെങ്കിലും ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട്, മാവേലി ഇവിടെ നാടുണ്ട് എന്നുള്ള ഒരു ഹോപ്പ് ഉണ്ടല്ലോ. ആ ഹോപ്പ് കൊണ്ടാണ്. അപ്പൊ അതല്ലെങ്കിൽ ഇതിപ്പം നമ്മളൊരു സ്ട്രാറ്റജിക്കായ രീതിയിലാണ്. പക്ഷെ അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേരളത്തിനെ പറ്റിയുള്ള എൻ്റെയൊക്കെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിതീഷ് പറഞ്ഞു തുടങ്ങിയല്ലോ കേരളം സത്യമാണ്. ഞാൻ ബോധപൂർവ്വം എടുത്തൊരു തീരുമാനമാണ്. ഞാൻ അക്കാഡമിക് ആയപ്പോൾ കാരണം എനിക്ക് അങ്ങനെയല്ല ഇന്ത്യ എന്നും പറഞ്ഞ് എഴുതിയിരുന്നെങ്കിൽ ഇന്നത്തെക്കാൾ എത്രയോ അധികം ഞാൻ ഐ വെരി വെൽ നോ ഐ വുഡ് ഹാവ് ബീൻ എ മച്ച് ബിഗർ അക്കാഡമിക് ഇഫ് ഐ വുഡ് ജസ്റ്റ് റീപ്ലേസ് കേരളം വിത്ത് ഇന്ത്യ. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് അക്കാഡമിക്സ് ഉണ്ട്. അവരൊരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ സദേൺ ഇന്ത്യ എന്ന് എഴുതും, ഇന്ത്യ എന്ന് എഴുതും. ഞാൻ അങ്ങനെ എഴുതിയിട്ടേ ഇല്ല. ഞാൻ കേരളം ഇന്ത്യ അത് വയ്ക്കും, ഇത്രേ ഉള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു പ്രത്യേകതരം സ്നേഹം കൊണ്ടാണ്. അതൊരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു തരം സ്നേഹം. അതാ അനിതാ തമ്പിയുടെ ഒരു കവിതയുണ്ട്, മൊഹിത്തോ പാട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ മൊഹിത്തോ പാട്ടെന്ന് ശരിക്കും ഈ കേരളത്തോട് നമുക്കൊക്കെയുള്ള സ്നേഹത്തെ പറ്റിയാണ് ഈ അനിതാ തമ്പി ആ കവിതയിൽ എഴുതിയിട്ടുള്ളത്. അത് അനിത ശരിക്കും അതിനെ നമ്മുടെ ഈ അറ്റാച്ച്മെൻറ്റിനെ ഉപമിക്കുന്നത് രാത്രി നല്ല നിലാവെന്ന് പറഞ്ഞാൽ വളരെ ട്രെച്ചറസ് ആയിട്ടുള്ള ഒരു തരം ലൈറ്റാണ്. നല്ല ഭംഗിയാണ്, മനോഹരമാണ്. പക്ഷേ നമുക്ക് വഴികാട്ടിയൊന്നുമില്ല. ചിലപ്പോൾ തലകുത്തി നമ്മൾ വീണെന്നിരിക്കും, പ്രത്യേകിച്ച് വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു കള്ളുകുടിയൻ വെള്ളം അടിച്ച് ലക്കില്ലാതെ രാത്രി ഒരു ഊടുവഴി കൂടെ ഈ നാട്ടിൻപുറത്തെ പൊക്കവും ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ ഒരു ഊടുവഴിക്കകത്തൂടെ ഈ നിലാവത്ത് ആടി വരുന്നവരെ പോലെയാണ് ഈ മലയാളി, ഈ കേരള സ്നേഹമുള്ളവരെന്ന്. അതിനെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിനെ പറയുന്നത്. 3.5 പതിറ്റാണ്ട് ചുടുചോര വാറ്റിയ പൂന്തെളി നിലാവേന്നോ അങ്ങനെ എന്തോ ആണ് അതിൽ പറയുന്നത്. അതായത് ശരിക്കും ഇത്രയും കേരളം ഉണ്ടായ ശേഷമുള്ള പതിറ്റാണ്ടുകളിൽ കൂടെ
ആ അനുഭവത്തെ മാറ്റി അതൊരു തരം മദ്യം പോലെ. മാം പറഞ്ഞ ശരി, അത് കേരളത്തിന്റെ ആന്തമാക്കാവുന്ന. അത് മാത്രമല്ല, എനിക്ക് അതിന്റെ മാം അതിന്റെ ട്രാൻസ്ലേഷൻ ചെയ്ത സമയത്ത് അതിന്റെ ഒരു മുഖവുര എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ദിസ് ലവ് ഫോർ കേരള, ഇറ്റ്സ് ലവ് സ്റ്റംബ്ലിംഗ് കേഴ്സിംഗ് ലവ്. നമ്മൾ മറിഞ്ഞു വീഴും, തെറി വിളിക്കും അതിനെ. പക്ഷെ ആ നിലാവാണ്, അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, നമ്മൾ അതിന്റെ അകത്താണ്. കമ്മിങ് ബാക്ക് ടു ദിസ് തിങ് അബൌട്ട് മലയാളി ഐഡന്റിറ്റി, എനിക്ക് ഇതിൽ വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള പല സാധനങ്ങളും തോന്നിയിട്ടുള്ളത് ഇതിന്റെ കൾച്ചറൽ സ്പേസിലാണ്. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ടേക്ക് ദ ലാംഗ്വേജ്. എവ്രിബഡി ഹു ക്ലെയിംസ് ടു കേരള കനോട്ട് റീഡ് മലയാളം നൗ. അതിപ്പം പക്ഷേ അതിലെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് മീം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു മലയാളത്തിലൊരു പേജ് വായിക്കാൻ പറ്റിയില്ലെങ്കിലും മലയാളത്തിൽ മീം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മീം ഇസ് എ മച്ച് മോർ ഡിഫിക്കൽട്ട് തിങ് ടു ഡീകോഡ്. ഒരു നോവൽ പോലെ അല്ല, കുറേ കൂടി ഒരു ഇൻസൈഡ് നോളജ് വേണം, ഒരു റെഫറൻസ് വേണം. അപ്പൊ അങ്ങനെ ഒരു മലയാളി വരുന്നുണ്ട്. അതിലെനിക്ക് ഏറ്റവും കോമഡി വന്നിട്ടുള്ളത്, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ അടുത്തൊരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയില്. ബിഗ് ബോസ് ഒരു ഗ്ലോബൽ ഷോ ആണ്, അതിന് എല്ലായിടത്തും ഒരേ പാറ്റേണും ഒരേ സിസ്റ്റം തന്നെയാണ്. ആകെ അത് കേരളത്തിലേക്ക് വരുമ്പോൾ ഉള്ള ഒരേ ഒരു അതെന്റിസിറ്റി എന്ന് പറയുന്നത്, ഒരു മലയാളി ഷോ ആകുന്നത് മലയാളം ഉപയോഗിക്കുന്ന ബിഗ് ബോസ് ആണ്, ബിഗ് ബോസ് മലയാളം. പക്ഷെ ഇതിൽ വരുന്ന പാർട്ടിസിപ്പൻസ് പലപ്പോഴും അവർ ഇംഗ്ലീഷിലേക്ക് കോഡ് സ്വിച്ച് ചെയ്യും. ആൻഡ് ദിസ് ഇസ് വെരി നോർമൽ. എനിക്കും പറ്റും, നമ്മളെല്ലാവരും പറ്റുന്ന സാധനം. നമ്മൾ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള തോട്ട് പ്രോസസ് വരുമ്പോൾ അതിനെ പ്രോസസ് ചെയ്യുന്ന ഇംഗ്ലീഷിലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എപ്പോഴും ബിഗ് ബോസിന്റെ സൗണ്ട് ഇങ്ങനെ അശരീരി പോലെ ഇങ്ങനെ വരും ഷോന്റെ അത്. നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കും, മലയാളത്തിൽ സംസാരിക്കും. I was like, this is surreal for me that there is a show where global ambassadors of Kerala comes and their only authenticity to this global show is speaking in Malayalam, where they have to be like reminded that they are Malayalis. ഇത് നമ്മൾ ഈ ലാംഗ്വേജിന്റെ പല മേഖലയിലും ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത് ഇത് കാണുന്നുണ്ട്. ഒരു മലയാളിയാണ്, പക്ഷെ എന്താണ് മലയാളിയെ മലയാളി ആക്കുന്നത് എന്നുള്ളത് ഭാഷയാണോ, ആ ഒരു കൾച്ചറൽ കണക്റ്റാണോ? കൾച്ചറൽ കണക്റ്റിലും എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നുന്നുണ്ട്. നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ റീൽസിൽ വരുന്ന മലയാളികൾ, മോമി റീൽസ് ആൻഡ് ഡാഡി റീൽസ്, സ്പെഷ്യലി ഇപ്പോൾ കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന മലയാളികളായിട്ടുള്ള അമ്മമാരെയും അച്ഛന്മാരെയും കളിയാക്കുന്ന റീല്. അത് ഇറ്റ്സ് വെരി എൻ്റർടൈനിങ്, അൺഡിനയബിളി സക്സസ്ഫുൾ. പക്ഷെ ദർ ഇസ് ഓൾവേസ് ദറ്റ് ടിഞ്ച് ഓഫ് സാഡ്നെസ് ഫോർ മീ ദാറ്റ് ഈ അമ്മ ഹിന്ദി ഇങ്ങനെ ബ്രോക്കൺ ഹിന്ദിയും ബ്രോക്കൺ ഇംഗ്ലീഷും സംസാരിക്കുന്നതിനുള്ളൊരു ചരിത്രം, അതിൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റി ആ റീലിൽ നമ്മൾ വരില്ല. വി മേക്ക് ദം എ കാരിക്കേച്ചർ. അതൊരു കാര്യം എനിക്കൊന്നും അതൊരു ലോലാക്കുട്ടി മുതൽ തുടങ്ങുന്നതാണ് അല്ലേ? എനിക്ക് ഈ സ്റ്റെഫി സണ്ണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സ്റ്റെഫി സണ്ണിക്ക് ചില സമയത്ത് ഒറ്റ അടി കൊടുക്കാനും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടല്ല, അവർക്കറിയത്തില്ല ഈ തള്ള എന്തുമാതിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരുങ്ങി കെട്ടി ഇവർക്കൊക്കെ പോകാൻ പറ്റുന്നത് വീട്ടിന്റെ പുറത്തേക്ക്. അല്ല, ഐ മീൻ ഐ ലൈക്ക് ഹർ. എനിക്ക് തോന്നുന്നത് തന്നെ അവരുടെ അഭിനയ സിദ്ധി കൊണ്ടാണ്, സത്യത്തിൽ സ്റ്റെഫിയുടെ ഒരു മിടുക്ക് കൊണ്ടാണ് എനിക്ക് തന്നെ തോന്നുന്നത്. പക്ഷെ അതിലെന്താന്ന് വെച്ചാൽ ഇപ്പൊ കേരളത്തിൽ നിന്ന് പോയ, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഇവിടെ പോയത് ദാരിദ്ര്യം കൊണ്ടല്ലേ, ഈ റെഫ്യൂജി സ്റ്റാറ്റസ് കൊണ്ടാണ് പോയത്. എന്നുവെച്ചാൽ റെഫ്യൂജി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ റെഫ്യൂജി എന്നുള്ള അർത്ഥമല്ല, പ്രാരാബ്ധത്തിന്റെ. കാരണം നമ്മൾ ശരിക്കും ഈ 1920s അവസാനം ഉണ്ടായ ഗ്രേറ്റ് ഡിപ്രഷൻ നമ്മുടെ ഈ പൊതുവെ ഈ ക്യാഷ് ക്രോപ്പ് ഗ്രോയിങ് റീജൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ച ഒരു ഇവന്റ് ആയിരുന്നു. അപ്പം അന്നുണ്ടായ കടവും അതും ഇതും ഒക്കെ താങ്ങാൻ പറ്റാതെയാണ് ആൾക്കാർ ഈ കുന്നിലേക്ക്, ഈ കാട് വെട്ടിത്തെളിച്ച് ജീവിക്കാനായിട്ട് പലപ്പോഴും ഈ ഭാഗത്തുനിന്ന് അങ്ങ് പോയത്, മലബാറിലേക്കൊക്കെ പോയത്. പക്ഷെ പിന്നീട് അത് ശരിക്കും അതിൻ്റെ ഷോക്ക് എന്ന് കേരളം കേരളം ഈ മലയാളം സ്പീക്കിംഗ് റീജിയൻസ് കേരളമായ ശേഷം പോലും അതിൽ നിന്ന് ശരിക്കും റീകൂപ്പ് ചെയ്യാനായിട്ട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അങ്ങനെ എന്താ പറയുക, കുട്ടികൾ 1950s തന്നെ ഇവിടുന്ന് നേഴ്സുമാർ ജർമ്മനിക്ക് പോകുന്നു, നേഴ്സിംഗ് പഠിച്ചിട്ട് ചെറുപ്പക്കാരികളെ പോകുന്നു. അപ്പോൾ ഈ പോകുന്നതെന്ന് വെച്ചാൽ കുടുംബത്തെ പോറ്റാൻ. റിമെമ്പർ, ഈ 1920s സംഗതി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡെത്ത് റേറ്റ് കുറഞ്ഞു, അപ്പം മരിക്കുന്നവരുടെ എണ്ണം, മരണ നിരക്ക് കുറഞ്ഞു, ജനന നിരക്ക് കൂടി. അപ്പോൾ ഒരു വീട്ടിൽ പോറ്റാനുള്ള വായകളുടെ എണ്ണം കൂടി, മരിച്ച് ഈ മരണപ്പെടുന്നവരുടെ എണ്ണം, ആയുസ് കൂടിയില്ലേ. അപ്പോൾ ഒരു വീടെന്ന് പറഞ്ഞാൽ വലിയ ബാധ്യത കൂടി വരുന്നു. പിന്നെ 1930s ഒക്കെ ആയപ്പോഴേക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു സംഗതി വരുന്നതോടുകൂടി വരന്മാരിലൊരു ഗ്രഡേഷൻ വരുന്നുണ്ട്. അപ്പം
വരന്മാർ പഠിത്തമുള്ള ആണുങ്ങൾ, ജോലി സാധ്യതയുള്ള ആണുങ്ങൾക്ക് സ്ത്രീധനം കൂടുക. മറ്റേത് സമുദായം തീരുമാനിക്കുന്ന ഒരു തുക, അതിനപ്പുറം ഈ വളരെ കൂടുന്നതൊക്കെ ഫ്രൗൺ ഡൗൺ അപ്പോണാണ്. സമുദായം തന്നെ തിരുത്തുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഇത് മാറ്റിയിട്ട് ഒരു ഡൗറി എന്ന് പറഞ്ഞാൽ ഈ വരൻ്റെ എഡ്യൂക്കേഷണൽ കപ്പാസിറ്റീസ്, സ്റ്റേറ്റസ് ഒക്കെ അനുസരിച്ച് കൂടുന്ന ഒരു സംഗതിയായിട്ട് മാറുന്നു. അപ്പോൾ അപ്പോൾ ആൺകുട്ടികളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ അതിന് എവിടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് പൈസ വേണം. പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുക്കണമെങ്കിലും ഉള്ള ബാധ്യത കൂടുന്നു. പഠിപ്പിക്കുക എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നു. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ കൃഷി ആലോചിച്ച് നോക്കണം. ഈ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ സമയത്ത് കർഷകർക്ക് വലിയ അടിയാണ് കിട്ടുന്നത്. യുദ്ധം വരുന്നു, പിന്നെ യുദ്ധം വരുന്നു, അത് എല്ലാം കൂടി ആയിട്ട് ഇപ്പോൾ ഈ വീട് അങ്ങനെയാണ്. ഇപ്പം മലയിലൊക്കെയോ ഈ 1950s വരെയും മലയ മൈഗ്രേഷൻ, വിദ്യാഭ്യാസമുള്ള മലയാളികൾ എത്രയോ പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ലേറ്റർ സ്റ്റേജിൽ പോയ ആൾക്കാരെ സംബന്ധിച്ചിട്ടും ഇവർ പോകുന്നിടത്തെല്ലാം ഇവർ കഷ്ടപ്പെടുക തന്നെയാണല്ലോ. അല്ല, പക്ഷെ ഓഫ് കോഴ്സ് മലയിൽ തമിഴന്മാർ കഷ്ടപ്പെട്ട പോലെ നമ്മളൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പം നമ്മൾ എന്താ വിചാരിക്കുക, മലയിലെ ആദ്യത്തെ ഇന്ത്യൻ ഡാൻസ് ഫോം, ആദ്യം അവതരിപ്പിക്കപ്പെട്ട ഇന്ത്യൻ ഡാൻസ് ഫോം നമ്മൾ എന്താണെന്നാണ് പ്രതീക്ഷിക്കുക നോർമലി? ഞാൻ ചോദിച്ചിട്ടുള്ള എല്ലാവരും, ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് ചോദിക്കുന്നൊരു ചോദ്യം ഇത്, മൈഗ്രേഷനെ പറ്റി പഠിപ്പിക്കും. എല്ലാവരും പറയും ഭരതനാട്യമാണ്. കാരണം എന്താ, തമിഴരല്ലേ അവിടെ പോയിരിക്കുന്നത്? ഇല്ല, കേരള നടനമാണ്. കേരള നടനം ഈ നാട്ടിലൊരു അത്രയൊന്നും വലിയ പോപ്പുലാരിറ്റി ഒന്നും വന്നിട്ടില്ല ആ സമയത്ത്. പക്ഷെ കേരള നടനമാണ് അവിടെ അവതരിപ്പിക്കപ്പെടുന്ന. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഈ പറയുന്ന പോലെ ക്ലാസിൻ്റെയും സാമൂഹിക അധികാരത്തിൻ്റെയും. അവിടെ പോയവർ, മലയിൽ പോയ തമിഴന്മാരാരാ? ഏറ്റവും പാവപ്പെട്ടവരും തൊഴിലാളികളും കീഴ്ജാതിക്കാരുമായിട്ടുള്ള തമിഴരാണ് അധികവും. അങ്ങനെ അവർ മാത്രമല്ല, എന്നാലും അങ്ങനെയുള്ളവരാണ് പ്ലാന്റേഷനിലെ തൊഴിലാളികളായിട്ട് പോയത്. മലയാളികൾ പോയവർ ആദ്യം, അതായത് 1890s അതിനുശേഷം കുറെ കാലം മലയാളി തൊഴിലാളികൾ പോയിട്ടുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഉദ്ദേശം ഇപ്പോൾ 60s 70s പോയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ഈ സ്റ്റെഫിയുടെ നമ്മുടെ ചരിത്രം നമുക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവർ അവിടെ പോയി ഒരു ജീവിതം കരുപ്പിടിപ്പിക്കുന്നു, ഡൽഹിയിലോ ബോംബെയിലോ പോയിട്ട്. അപ്പോൾ അറിയാൻ പാടില്ലാത്തൊരു നാട്, അറിയാൻ പാടില്ലാത്ത ഭാഷ, ഒരു മുറി ഇംഗ്ലീഷ്, മുറി ഹിന്ദി വെച്ചിട്ട് വേണം ഈ കൊച്ചിനെ പഠിപ്പിക്കാൻ, സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഹോംവർക്ക് ചെയ്യിപ്പിക്കാൻ. പിന്നെ അവിടെയും കൊടിയ ദാരിദ്ര്യം അല്ലെങ്കിലും ദാരിദ്ര്യമൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ, പ്രാരാബ്ദം ഉണ്ടല്ലോ. അത് ബേസ് ചെയ്തിട്ട് വേണം ഈ പറയുന്ന ജീവിത ചെലവ് നോക്കാൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കണിശതയും സാധനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇപ്പം ഈ മോം ജോക്സ് കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഇതിൻ്റെ ഈ വാട്ടാണ് നമ്മൾ കാണുന്നത്. വൈ ഇറ്റ് ബിക്കെയിം ദാറ്റ് എന്നുള്ളത് പലപ്പോഴും അതിനകത്ത് അതെന്താന്ന് വെച്ചാലേ, ഇപ്പം ഈ കേരളത്തിൽ നിന്ന് ഈ എസ്കേപ്പ് ചെയ്യാനുള്ള സാധ്യതയെ വിപുലീകരിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പോയവരാണല്ലോ ഇവരുടെ പേരൻസ്. പക്ഷെ അവരുടെ അനുഭവത്തിന് ശേഷം ഈ വരുന്ന 2ാം തലമുറയ്ക്കോ 3ാം തലമുറയ്ക്കോ അങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമേ ഇല്ല. അവർ ക്ലാസ് ലെവലിൽ അവർ ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊരു തമാശയായിട്ട്, ഇപ്പം എന്താ, ഇതൊരു ക്യൂരിയോസിറ്റി, ഇവരുടെ ജീവിതാനുഭവം ഒരു ക്യൂരിയോസിറ്റി ആയിട്ടും ഒരു എക്സോട്ടിക് ആയിട്ടുള്ള എന്തോ ഒരു സംഭവമായിട്ടും ഒക്കെ ഒരു തമാശയായിട്ടും ഒക്കെ മാറ്റാൻ. കാരണം അവർ പലപ്പോഴും ഈ കാലം മാറിയത് അറിയാതെ മക്കളുടെ പുറത്ത് വീണ്ടും, അതായത് ഞാൻ 18 കിലോമീറ്റർ നടന്നാണടാ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, നിന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാന്നൊക്കെ ചോദിക്കും. 18 കിലോമീറ്റർ നടക്കുന്ന സാഹചര്യം ഇല്ല. അല്ല, ഞാൻ ഇനിയും 18 കിലോമീറ്റർ നടക്കണം, സ്കൂൾ ബസ്സിൽ കയറാതെ 18 കിലോമീറ്റർ നടന്നാൽ എല്ലാം ശരിയാവുമോ എന്നൊക്കെ തമാശയായിട്ട് ചോദിക്കുന്ന പിള്ളേര്. അത് ഈ പേരൻസ് അതേ സ്റ്റക്ക് ഇൻ ദാറ്റ് ടൈം, യുനോ. അപ്പം അതേ ഈ നമ്മുടെ ജാതി തന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമാവോ? പണ്ടാണെങ്കിൽ അങ്ങനെയല്ല. കാരണം സെക്യൂരിറ്റിയുടെ ഒരു പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത്, അതായത് ഇഫ് യു മാരി വിതിൻ യുവർ കാസ്റ്റ്, ഡൗറി ഈസ് അഷ്യൂർഡ്. ഭാര്യയുടെ വെൽത്തിൻ്റെ എന്തെങ്കിലും തരത്തിൽ, ഇപ്പോൾ ഡൗറി വാങ്ങിച്ചില്ലെങ്കിൽ പോലും ഭാര്യയുടെ വീട്ടുകാർ ദേ ആർ ഒബ്ലൈസ്ഡ് ടു ഹെൽപ്പ് യു. പക്ഷേ നിങ്ങൾ ജാതി മാറി കല്യാണം കഴിച്ചാൽ അതൊന്നും കിട്ടണമെന്നില്ല. സ്ത്രീകൾക്കാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പൊ അതുകൊണ്ട് അതൊരു നോർമൽ വിസ്ഡം പോലെയാണ് ഫസ്റ്റ് ജനറേഷൻ മാറിയവരുടെ തലയിലുള്ളത്. അപ്പൊ അവരത് 2ാം തലമുറയിലോ ഈ സാഹചര്യം മാറിയത് അറിയാതെ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ അവർ വീണ്ടും നേരത്തെ ഭാഷയുടെ കാര്യം പറഞ്ഞില്ലേ, ഭാഷയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഓണം പോലെയുള്ളൊരു ഒക്കേഷനുമായിട്ടാണ്, അത് ഭാഷ പഠിക്കുന്നതുമായിട്ടും ഒന്നുമല്ല. അപ്പോൾ ഭാഷ പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ ഇംഗ്ലീഷ് വേറെ ഇംഗ്ലീഷ് വടി പോലെ സംസാരിക്കാൻ പഠിക്കുക, മലയാളം വേറെ എന്നുള്ളത് പണ്ടേ ഇല്ല.
ഇപ്പം മലയാളത്തിൽ ഒരുപാട് വാക്ക് ഇംഗ്ലീഷാണല്ലോ, ഒരുപാട് വാക്ക് ഇംഗ്ലീഷിൽ നിന്ന് എടുത്ത വാക്കുകളാണ്. പക്ഷേ ഇത് ആൾക്കാർക്ക് പലപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്നില്ല. എൻ്റെ മൂത്ത മകള് അവൾക്ക് 4 വയസ്സുള്ളപ്പോൾ എന്നെ പഠിപ്പിച്ചു തന്നൊരു കാര്യം ഇത്. അതായത് ഇവളെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ഒരു ദിവസം ഇവളെന്നോട് പറഞ്ഞു, അമ്മ ഫാൻ ഇടാൻ പറഞ്ഞു, ഫാൻ. അപ്പം ഞാൻ പറഞ്ഞു, എടി ഫാൻ അല്ല, ഫാനാണ്, ഫാൻ എന്ന് പറയുന്നു. അപ്പോൾ അവളെന്നോട്, ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുന്നത് കേട്ടോ, ഫാൻ മലയാളം, ഫാൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴല്ലേ ഫാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിയാണല്ലോ എന്ന് ഞാനും വിചാരിച്ചു. ഫാനാണ് മലയാളം. അപ്പൊ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയവരാണ് നമ്മുടെ പല വാക്കുകളും നമ്മൾ വി ആർ നോട്ട് ഈവൻ കോൺഷ്യസ് ദാറ്റ് വി ആർ ഇംഗ്ലീഷ്. അതെ. അപ്പോൾ ഈ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൂ. അവർ ഇംഗ്ലീഷ് പറയും, പക്ഷെ അവർ ഇംഗ്ലീഷ് പറയുന്ന മലയാളം പറയുന്ന പോലെ ഇംഗ്ലീഷ് പറയും. അപ്പം ഞാനിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം മലയാളത്തിലെ ഭാഷാഭേദങ്ങൾ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ പാലാ മലയാളം പോലെ ഒരു പാലാ ഇംഗ്ലീഷും ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം ബാഗ് എന്ന്, ഇപ്പം ഞാൻ ഇംഗ്ലീഷിൽ ബാഗ് എന്ന് പറയും, പക്ഷേ കോട്ടയത്താണെങ്കിൽ ബായിക എന്നാണ് പറയുന്നത്. ബായിക മാര്യേജ് എന്നാണ് പറയുന്നത്. മാരേജ് എന്നല്ലല്ലോ പറയും, മാര്യേജ് എന്നല്ലേ. വെഡ്ഡിങ് എന്ന് നമ്മൾ പറയും ഇംഗ്ലീഷിൽ, വെഡ്ഡിങ് എന്ന് പറയും. പിന്നെ ഈ മലയാളം ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന പല വാക്കുകളുണ്ടല്ലോ, ആക്ച്വലി ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള ലോപിച്ച് വന്നിട്ടുള്ള വാക്കുകൾ അങ്ങനെയുണ്ട്. അങ്ങനെ അത് ഒരുപാട് ഭാഷകളിൽ നിന്ന് വന്നിട്ടുണ്ട്. മലയാളത്തിലേക്ക് വന്നിട്ടുള്ള കുറേ പദങ്ങളുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഒരു വലിയ വിഷയമൊന്നുമില്ല, നമ്മൾ മലയാളം സംസാരിക്കുന്ന പോലെ ഇംഗ്ലീഷൊക്കെ സംസാരിക്കും, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് പറഞ്ഞിരുന്ന ഒരു ജനറേഷനുണ്ട്. ഈ പോയവരിൽ ഒരുപാട് പേര്, ഇപ്പോൾ അഭ്യസ്ത വിദ്യരായിട്ട് പോയവരിൽ പലരും അങ്ങനെ തന്നെയാണ്. അപ്പം അവർ അവിടെ പോയിട്ട് അവരുടെ ജീവിതം കരുപ്പിടും. പിന്നെ മാത്രമല്ല, ഇവിടെ കുറച്ചുകൂടി എലീറ്റായിട്ടുള്ള ആൾക്കാർ, ഇവിടുത്തെ വലിയ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഈ പറയുന്ന പോലെ ചതുര വടുവിൽ യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെ. ഞാൻ നേരത്തെ അത് പറഞ്ഞതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ഈ പറയുന്ന സ്വാഭാവികമായിട്ട് വരുന്നൊരു മാറ്റവും അതിലപ്പുറം ഈ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഒരു കൾച്ചറൽ റെപ്പോസിറ്ററിയും കൂടിയാണല്ലോ. നമ്മളിപ്പോൾ ഇംഗ്ലീഷിലാണ് പറയുന്നത് കൾച്ചറൽ റെപ്പോസിറ്ററി എന്ന് പറയും, പക്ഷെ എന്നാലും ഇത് ഒരു ടെക്സ്റ്റിലുള്ള ഒരു സാധനത്തിൻ്റെ ഇപ്പോൾ പണ്ട് കാലത്തെ ടെക്സ്റ്റുകൾ, ഇപ്പോൾ രാമരാജ്യം അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്സ്റ്റുകൾ, മാർത്താണ്ഡവർമ്മ പോലത്തെ ടെക്സ്റ്റുകൾ, ഇതിന്ന് നമ്മൾ വല്ലാണ്ട് വിട്ടു പോകുന്ന സമയത്ത് വി ആർ ലൈക്ക് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവോ സെക്കൻഡ് ഡെറിവേറ്റീവോ തേർഡ് ഡെറിവേറ്റീവോ ആവുന്ന സമയത്ത് ഈ കൾച്ചറുമായിട്ട് നമ്മൾ കുറേ കൂടി ഡിസ്റ്റന്റ് ആയി പോവല്ലേ? അത് സത്യം തന്നെയല്ലേ. കാരണം നമ്മൾ ഇവിടുത്തെ ഈ ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു റൂട്ട്, ഒരു സംഗതിയുണ്ട്. അതിൻ്റെ ഉള്ളിലുണ്ടായ കാര്യങ്ങളുമായിട്ട് ഒരു എൻഗേജ്മെന്റ് നടത്തുന്നിടത്തോളം മലയാളി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നൊരു കാലമുണ്ട്. ഇപ്പം അങ്ങനെയല്ല. അതിനേക്കാളും ഡിസ്റ്റന്റ് ആയവര് എന്ത് ട്രൈ ടു റീച്ച് ഔട്ട്, അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന സാധനങ്ങളിൽ അവർക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ചില സംഗതികളുമായിട്ട് അവർ കണക്ട് ചെയ്യുക ചെയ്യുന്നത്. അത് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് കൺസംഷൻ വഴിയാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഭാഷയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ അത് പൊറ്റക്കാട് 1940s തന്നെ പറയുന്നുണ്ട്. ഇത് അദ്ദേഹം മലയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും പുച്ഛം തോന്നിയത് അവിടുത്തെ ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് വളരെ ഹൈ പൊസിഷനിൽ, ഇപ്പോൾ വക്കീലന്മാരായിട്ടും സ്കൂൾ പ്രിൻസിപ്പൽമാരായിട്ടും കോളേജ് ലെക്ചറേഴ്സായിട്ടൊക്കെ ജോലി ചെയ്യുന്ന മലയാളികളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കുട്ടികൾക്കൊന്നും ഒരു വാക്ക് പോലും മലയാളം സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. എന്നിട്ട് പേരൻസൊക്കെ വളരെ അഭിമാനത്തോടു കൂടി അവൻ മലയാളം ഒന്നും പറയില്ല കേട്ടോ, പോസ്റ്റ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ അറപ്പ് തോന്നും. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹം തോന്നിയിട്ടുള്ളത് കേരളത്തിനോട് ഇങ്ങനെ, കേരളം അല്ല അന്നത്തെ ഈ ഒരു ജോഗ്രഫിയോട് ഏറ്റവും സ്നേഹം കാണിക്കുന്നത് അൺലെറ്റേഡ് ആയിട്ടും ഏറ്റവും ഒന്നും അറിഞ്ഞുകൂടാത്ത മുസ്ലിങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ജോഗ് ജക്കാർത്തയിൽ, അത് ഇന്തോനേഷ്യയിലെ ജോഗ് ജക്കാർത്തയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു ഹോട്ടൽ, അത് വലിയ ഫേമസ് ആയ ഒരു ഹോട്ടൽ ഉണ്ട്, ഈ മുർത്തുബ എന്ന് പറഞ്ഞ സാധനം. അതായത് നമ്മുടെ ഇവിടുത്തെ പൊറോട്ടയുടെ ഒരു സഹോദരനാണ് ഈ മുർത്തുബ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ വലിയ ഫേമസ് ആണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രായമായ ഒരു മുസ്ലിം ഒരാളാണ് അത് നടത്തുന്നത്. അദ്ദേഹം മലബാറിൽ നിന്ന് വന്നതാണ്. ഹോട്ടലിൻ്റെ പേര് മലബാർ പാകിസ്ഥാൻ ഹോട്ടൽ. അപ്പം ഇതെന്താടാ പാടെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, മലബാർ എൻ്റെ നാടാണ്, പാകിസ്ഥാൻ എൻ്റെ ദീനാണ്. അതായത് ഇസ്ലാമാണല്ലോ എൻ്റെ മതം, അപ്പോൾ എനിക്കത് ഭയങ്കര പ്രധാനമാണ്. പക്ഷേ അതുപോലെ പ്രധാനമാണ് എനിക്ക് എൻ്റെ നാട്. അപ്പം അതുകൊണ്ട് അദ്ദേഹം ആ ഹോട്ടലിൽ ഇട്ടേക്കുന്ന പേര് പാകിസ്ഥാനാണല്ലോ ഇസ്ലാമിൻ്റെ നാട്. ഈ ഒരു കൾച്ചറൽ കണക്റ്റാണ് ഇതിപ്പോൾ നമ്മളൊരു ലാംഗ്വേജ് ഐ എം അഗെയിൻസ്റ്റ് ദിസ് ഡിസ്ക്രിമിനേഷൻ.
മിഡിൽ ഈസ്റ്റിൽ വളർന്ന അല്ലെങ്കിൽ ഒരു യൂറോപ്പിൽ വളർന്ന ഒരു കുട്ടീനെ നമുക്ക് മലയാളം അറിയില്ല എന്നുള്ളതിന്റെ പേരിൽ ഒരു നോസ് ഡൗൺ അപ്രോച്ച് കാണിക്കുക. പാവം രഞ്ജിനി ഹരിദാസ് പറഞ്ഞ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ഈ TV ഒന്നും അധികം കാണാത്തതുകൊണ്ട് എനിക്ക് ആ സത്യത്തിൽ അറിയത്തില്ല. ഇതിനെ ഇങ്ങനെ പരിഹസിച്ച ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തോ ഇവരെവിടെയൊക്കെ മലയാളമൊക്കെ വളരെ പെർഫെക്റ്റ് ആണെന്ന് ഇവർ തന്നെ വിചാരിക്കുന്നുണ്ടോ. അപ്പോൾ ഒരിക്കൽ ഞാൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ സൈഡിലിരിക്കുന്നു. അപ്പം ഞാൻ അന്ന് അവിടെ ലേഡി ശ്രീറാം ഏതോ ഒരു ഡൽഹി ബെറാൻഡ ഹൗസിൽ എന്തോ പോയിട്ട് 2-3 ദിവസം ക്ലാസ് ഒക്കെ എടുത്തിട്ട് വരിക, ലെക്ചേഴ്സൊക്കെ കൊടുത്തിട്ട് വരിക. അപ്പം ഈ അടുത്തിരിക്കുന്ന കുട്ടിയെ കണ്ടപ്പം അവിടെയൊക്കെ നമ്മുടെ ക്ലാസ്സിലിരുന്ന പെൺപിള്ളേരെ പോലെ ഇരിക്കുന്നു. അതേപോലെ തന്നെ ഇരിക്കുന്നു, അതേപോലത്തെ വസ്ത്രവും അതേപോലത്തെ ഐ മീൻ വാട്ട് എവർ ഷീ ഈസ് ഡൂയിങ് ജസ്റ്റ് ലുക്ക് ലൈക്ക് എനി കോളേജ് ഗേൾ ഇൻ മിറാൻഡ ഹൗസ്. ഐ തോട്ട് മേ ബി അവിടെ പഠിക്കുന്ന പിള്ളേരും വല്ലതും ആയിരിക്കും, നാട്ടിൽ അവധിക്ക് വരുന്നതായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കും. ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഡീബോർഡ് ചെയ്തപ്പോൾ കുറേ കൊച്ചു പിള്ളേരെല്ലാം ഓടി വരുന്നു ഈ കുട്ടിയുടെ നേരെ. എന്നിട്ട് ഒരു പേപ്പറിൽ അതിനെ കൊണ്ട് ഒപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതാണ് ഈ രഞ്ജിനി ഹരിദാസ്. ദിസ് മസ്റ്റ് ഹാവ് ബീൻ 2010-11 ആ സമയത്തൊക്കെ ആയിരുന്നു. സോ ഐ വാസ് ലൈക്ക് അബ്സല്യൂട്ട്ലി. അപ്പോഴാണ് ഞാൻ വാ പൊളിച്ച് എന്താണ് ഈ നാട്ടുകാരുടെ പ്രശ്നം. Because they make it look like she's not as much of a Malayali as me. അതെ, എനിക്കൊന്ന് കളിയാക്കാൻ ഇങ്ങനെ ഒന്നും എന്താ പറയാ, മലയാളി ആണെങ്കിലും മലയാളം അത് പണ്ടും എനിക്കറിയാം. കേരളത്തിൽ തന്നെ നമുക്ക് പരിചയമുള്ള ചില ഇടതുപക്ഷക്കാരെ കല്യാണം കഴിച്ച് നാട്ടിലേക്ക് വന്നിട്ടുള്ള നോൺ മലയാളീസ് ആയിട്ടുള്ള ഇന്ത്യക്കാർ. അപ്പോൾ അവരിവിടെ വന്ന് സ്ഥിരതാമസമായവരാണ്. അവർക്ക് മലയാളം അറിയില്ല എന്നും പറഞ്ഞ് അതിൽ ചിലർക്ക് അതുകൊണ്ട് ഭയങ്കരമായിട്ട് ചിലർ മലയാളം പഠിക്കും, പക്ഷെ ചിലർക്ക് ഈ ഒരു തരം നിരന്തരമായിട്ടുള്ള ഒരു തരം, അത് സ്ത്രീകളുടെ നേരെയാണത്. അവരുടെ ഡ്രസ്സിങ്, ഭാഷ പ്രത്യേകിച്ചും മലയാളം അറിഞ്ഞൂടെ. അത് സ്ത്രീകളെയാണ് അത് ടാർഗറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളതിൽ മലയാളം അറിയാൻ വയ്യ, മലയാളം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഈ പരിഹാസം നിരന്തരം കേട്ടോണ്ടിരുന്നത് ഈ പറയുന്ന ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വന്ന സ്ത്രീകളാണ്, പുരുഷന്മാരല്ല. എനിക്ക് ഈ പരിഹാസത്തിന്റെ ആ വശം മാറ്റി വെച്ച് നോക്കിയാൽ എനിക്കൊരു സാധനം തോന്നിയിട്ടുള്ളത്, ലൈക്ക് ഐ സെഡ് ഐ എം അഗെയിൻസ്റ്റ് ദിസ് ഡിസ്ക്രിമിനേഷൻ. പക്ഷേ എനിക്കൊരു ഒരു പോരായ്മയായിട്ട് തോന്നാറുള്ളത് പലപ്പോഴും when we remove ourselves from this language, ഒരു ഡിസ്റ്റൻസ് വരുന്ന സമയത്തെ നമുക്ക് ആ കൾച്ചറൽ റെപ്പോസിറ്ററിയുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റൻസ് വരുന്നുണ്ടോന്ന്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോക പോലത്തെ ഒരു സിനിമ വരുന്നു, അതിൽ കളിയങ്കാട്ട് നീലി ഒരു ഡ്രൗൺ ടോഡൻ യക്ഷി ഹീറോ ആയിട്ട് വരുന്നു. ഐ വുഡ് പ്രിഫർ എനി ഡേ കാനായ കുഞ്ഞിരാമൻസ് യക്ഷി. അതിൽ ഒരു വാല്യുവേഷൻ ജഡ്ജ്മെൻ്റ് അല്ല, പക്ഷെ എനിക്ക് തോന്നിയത് കാനായ കുഞ്ഞിരാമൻ്റെ യക്ഷി ഈ പറയുന്ന ഫാമിലി ആയിട്ട് ആൾക്കാർ എല്ലാ വീക്കെൻഡിലും വരുന്ന ഒരു പാർക്കിൽ ഗ്ലോറിയസ്ലി ന്യൂഡായിട്ട് ഒരു എവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഒരു യക്ഷിയുടെ പ്രതിമ ഉണ്ട്. There is some ancient rebellious streak in this. ഇല്ല, അതെന്താണെന്നറിയോ, അതെനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി ഒന്നാമത് രണ്ട് കാര്യമാണ്. ഒന്നാമത് എപ്പോഴും ഇതൊരു സെലക്ഷൻ പ്രോസസ്സാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. കാരണം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ മാവേലിയുടെ കഥയാണ് നമ്മൾ ചൂസ് ചെയ്തത്. നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു ഉപദേശീയതയുടെ ഹാർട്ടിൽ നമ്മൾ പ്രതിഷ്ഠിച്ചത് മാവേലിയുടെ കഥയാണ്. അതേപോലെ നല്ലൊരു കഥയായിരുന്നു നാഗാനന്ദം എന്ന് പറയുന്ന സംസ്കൃത നാടകത്തിൽ മലയപർവ്വതത്തെ പറ്റിയുള്ള കഥ. മലയപർവ്വതത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ജീമൂതവാഹനൻ്റെ കഥ. ജീമൂതവാഹനൻ നാഗന്മാർക്ക് വേണ്ടി, പാമ്പുകൾക്ക് വേണ്ടി, ഗരുഡനും പാമ്പുകളും തമ്മിൽ വലിയ ഒരു ഘോര സമരം നടക്കുന്നതിനിടയ്ക്ക് ഈ പാമ്പുകളെ ഗരുഡൻ ഇങ്ങനെ നശിപ്പിക്കുന്നത്, നാഗവംശത്തെ തന്നെ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുമ്പോൾ സ്വന്തം ശരീരം ഗരുഡന് കൊടുത്തിട്ട് ഈ നാഗങ്ങളെ രക്ഷിക്കുന്ന ഒരു ഫിഗറാണ്. അപ്പോൾ പക്ഷേ അങ്ങനെ വരുമ്പോൾ ആ ഒരു സെൽഫ് സാക്രിഫൈസ് കൊണ്ട് ഈ ഗരുഡന് പോലും മനസാന്തരം ഉണ്ടാവും. അങ്ങനെ ഈ നാഗങ്ങളും മനുഷ്യരും തമ്മിലുണ്ടാവുന്ന ഒരു സ്നേഹത്തിൻ്റെ പേരിൽ നാഗങ്ങൾ മനുഷ്യരെ ഇവിടെ വന്ന് താമസിക്കാൻ ഇൻവൈറ്റ് ചെയ്യുകയും അങ്ങനെ ഈ എല്ലാ കുടുംബത്തിൻ്റെയും തെക്ക് പടിഞ്ഞാറേ മൂല നാഗങ്ങൾക്ക് താമസിക്കാനുള്ള ഇടമായിട്ട് മാറുകയും ചെയ്യുന്ന കാവുകളുടെ ഒരു നാടായിട്ട് കേരളം. എന്ത് ബ്യൂട്ടിഫുള്ളായ കഥയാണ്. നമ്മളത് ചൂസ് ചെയ്തോ? ഇല്ലല്ലോ.
അപ്പോൾ അതായത് 1930s 40s നമ്മൾ ഈ കേരളത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് കേരള ഉപദേശീയത ഐഡൻറ്റിറ്റിയെക്കുറിച്ച് അപ്പോഴും ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ കേരളവുമായിട്ട് ഈ പ്രദേശവുമായിട്ട് നിലവിലുണ്ടായിരുന്ന കൾച്ചറൽ റെപ്പോസിറ്ററിയിൽ എല്ലാം നമ്മൾ എടുത്തിട്ടില്ല, ചിലത് മാത്രമേ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അപ്പോൾ മാത്രമല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ റെപ്പോസിറ്ററി വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ 1970s ഒക്കെ ആകുമ്പോഴേക്കും കേരള ദേശം ഇപ്പം UN-ൻ്റെ നേതൃത്വത്തിൽ ആണ് നടക്കുന്ന ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളം ഒരു സംഭവമാണെന്ന് ഉള്ള ഐഡിയ വരുന്നത്. 1950s 60s ഒക്കെ നേരെ തിരിച്ചാണ്. ഓവർ പോപ്പുലേറ്റഡ്, അണ്ടർ ഡെവലപ്ഡ്, ഇവിടെ പിന്നെ വളരെ മോശം ഇക്കണോമിക് ഡെവലപ്മെൻറ്റേ ഇല്ല, വരുമാനമൊക്കെ വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കുന്ന സംസ്ഥാനം, പൊളിറ്റിക്കലി ഒരു സ്ഥിരതയില്ല, ഒരു ഗവൺമെൻറ്റും 5 വർഷം തികയ്ക്കില്ല, എല്ലാം കൂടെ അടിപിടി, പിന്നെ ഭയങ്കര ദാരിദ്ര്യം നല്ലപോലെ 1970s എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. ദാരിദ്ര്യം നന്നായിട്ടുണ്ടായിരുന്നു, ദാരിദ്ര്യം. പിന്നെ ഈ പറയുന്ന പോലെ ഓവർ പോപ്പുലേഷൻ, ഒത്തിരി മനുഷ്യരിങ്ങനെ പെറ്റ് പെരുകി കിടക്കുന്ന, അങ്ങനെ ഒരു ഒട്ടും തന്നെ ഒരു നമ്മൾ ഇന്ന് കാണുന്ന ഈ കേരളത്തെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള പിന്നെ സുന്ദര വ്യവഹാരങ്ങളും ഇല്ലായിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് ഈ 1970s ഈ UN സ്റ്റഡി വരുന്നത്. ഈ CDS അതിനൊരു വലിയ റോളുണ്ട്. അപ്പോൾ CDS സ്റ്റഡി കൂടെയാണ് പെട്ടെന്ന് ഈ ഇക്കണോമിക് ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ സാമൂഹിക വികസനത്തിൽ ഭയങ്കര പുലിയാണ് കേരളം എന്നുള്ള സംഭവം വരുന്നത്. അപ്പോൾ ഇതിൽ സിൻഡ്രല്ല സ്റ്റോറി പോലെയാണ്. അതായത് സിൻഡർലയുടെ കഥയിൽ രാജകുമാരിലെ പിന്നെ സ്ഫടിക ചെരുപ്പ് കൊണ്ട് നടന്ന അവസാനം ഒരാളുടെ ഈ സിൻഡർലയുടെ കാലിലാണല്ലോ ഫിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് സിൻഡർല രാജ്ഞിയായില്ലേ. അതുമാതിരി ഈ സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ സ്ഫടിക ചെരുപ്പും കൊണ്ട് UN നടന്ന് അവസാനം കേരളത്തിൻ്റെ കാലിലാണ് ഇത് കയറിയത്. അതോടെ കേരളം സംഭവമായി, ലോകം മുഴുവൻ സംഭവമായി, ഗ്ലോബലി സംഭവമായി. അപ്പോൾ അതോടുകൂടി ഇപ്പോൾ അന്നൊക്കെ ഇന്ത്യ ചരിത്രത്തിലൊന്നും ഒരു കേരളത്തെക്കുറിച്ചൊന്നും ഒരു പരാമർശവും ഇല്ല. ഞാനൊക്കെ 80s പഠിക്കുമ്പോഴും അന്നത്തെ ദേശീയവാദ ചരിത്രങ്ങളിൽ അടക്കം കേരളം ഇസ് നോട്ട് ഈവൻ മെൻഷൻ, യു ആർ നോട്ട് ദെയർ. പക്ഷേ ഞാൻ ആ വളർന്ന തലമുറയിൽ, അതായത് ഈ ഉപദേശീയത ഈ കേരള മാതൃകയ്ക്ക് ചുറ്റും ആകാൻ തുടങ്ങിയ സമയത്ത്, അത് ആദ്യം മാവേലി, പിന്നെ ഉപദേശീയത, ഈ നമ്മളൊരു സംഭവമാണെന്നുള്ള ഉപദേശീയത, അതായത് ഈ കൾച്ചറൽ സബ് നാഷണലിസം ഈ മാവേലിക്ക് ചുറ്റുമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഇക്കണോമിക് സബ് നാഷണലിസം ഉണ്ടാകുന്നത് കേരള മാതൃകയ്ക്ക് ചുറ്റുമാണ്. ഞാനൊക്കെ അതിൽ വളർന്ന, അപ്പം നമുക്ക് ഭാഷയൊന്നും ഒരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. എന്തോന്നും ഭാഷ, എല്ലാ നാട്ടിലും ഓരോ ഭാഷയുണ്ട്, അതിപ്പോൾ വലിയ കാര്യമാണ്. എല്ലാ നാട്ടിലും ഓരോരോ കൾച്ചർ, അതാത് ഭാഗത്തെ ഇക്കോളജിയും അതാത് പോലത്തെ ചരിത്രവും ഒക്കെ ആയിട്ട് ഒരു കൾച്ചർ ഉണ്ടാവും. സോ വാട്ട്, യുനോ. ബട്ട് നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് വേറെ ഒരു സ്ഥലത്തും ഇല്ലാത്ത സംഭവം ഇവിടെ ഉണ്ട്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ 80s when I was growing up, when I was a teenager and I was growing into youth, this is what I thought. I did not care that we were poor, we were, നമ്മുടെ കൾച്ചർ ഒരു ഗംഗാ ജംനി കൾച്ചർ പോലെ ഒരു ഇമ്പീരിയൽ എന്താ പറയുക സപ്പോർട്ടോട് കൂടി വികസിച്ച കൾച്ചറല്ല. Tamil is an imperial culture. So is also the Ganga Jamni culture of which used to be, in the north. അപ്പോൾ അതൊക്കെ കാണുമ്പം നമുക്കൊരു അസൂയം തോന്നിയില്ല. നമുക്കതൊന്നും ഈ കൾച്ചറൽ നാഷണലിസം ഒരു വിഷയമല്ല നമുക്ക്. കാരണം അതിനേക്കാൾ മാത്രമല്ല, നമുക്ക് ഇന്ത്യയുടെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വരുന്നില്ല എന്നുള്ളതും നമുക്കൊരു വിഷയമല്ല. കാരണം നമ്മൾ ഗ്ലോബൽ ഫ്രെയിമിൽ വന്നില്ലേ. We are in the imagination of the world. So why should we bother we don't have to cry over this. നമുക്ക് കഷ്ടമാണ് ഇന്ത്യയിൽ നമ്മൾ അതിൻ്റെ ഇമാജിനേഷൻ്റെ ഭാഗമല്ല എന്നുള്ളത് കഷ്ടമാണ്, നമ്മൾ പരാതിയും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു വേറൊരു വേർഷനിലാണ് ഇപ്പോൾ എൻ്റെ ജനറേഷൻ കടന്നു പോകുന്നത്. മാം നേരത്തെ എന്നോട് സെലക്ഷൻ്റെ കാര്യം പറഞ്ഞു, നിതീഷ് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി ചെയ്ത്, അതായത് ഈ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ ഒരു വിഷയമാണോ, ഭാഷ അറിഞ്ഞില്ലെങ്കിൽ ഒരു വിഷയമല്ല, ഭാഷ അറിയാതെ എന്തുകൊണ്ടാണ് ഈ കേരളത്തോടുള്ള ഒരിത് തോന്നുന്നതെന്ന് വെച്ചാൽ ഇതാണ് ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഇപ്പം ഈ തലമുറ അപ്പം എൻ്റെ തലമുറയായപ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ആ കൾച്ചറൽ റെപ്പോസിറ്ററി കുറെ കൂടെ വലുതായി. അതിൽ നിന്നാണ് എൻ്റെ മക്കളുടെയൊക്കെ ജനറേഷനിൽ കേരളത്തിന് പുറത്തുള്ളവരൊക്കെ, എൻ്റെ ബ്രദറിൻ്റെ മക്കളൊക്കെ കേരളത്തെക്കുറിച്ച് എന്തിനെ ചൊല്ലിയാണ് അഭിമാനിക്കുന്നത്. ഒരു വാക്ക് മലയാളം പറയാൻ അറിഞ്ഞുകൂടാ, ഒരു വസ്തു അറിയത്തില്ല. പക്ഷെ അവർക്ക് അറിയാവുന്നൊരു കാര്യം, ഇത് ഇന്ത്യയിൽ വേറെ ഒരൊറ്റ സംസ്ഥാനത്തിനും നേടാൻ പറ്റാത്ത, ലോകത്ത് തന്നെ അത്യപൂർവമായ, അത് റിന്യൂ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക്. കോവിഡ് വന്ന സമയത്താണ് എൻ്റെ നീസസൊക്കെ ചാടി എഴുന്നേക്കുന്നത്.
ഞങ്ങൾ മലയാളിയാണെന്ന് പെട്ടെന്ന് ഒരാൾ പബ്ലിക് ഹെൽത്ത് പഠിക്കുന്ന ഒരാളും കൂടിയാണ്. അയ്യോ ഇതൊരു ഭയങ്കര സംഭവമാട്ടോ ഈ സ്ഥലം എന്നുള്ളത്, അത് നമ്മുടെ സ്ഥലമാണല്ലേ എന്നൊക്കെ. അപ്പോൾ ഇതാ ഞാൻ പറയുന്നത്, ഇത് റിന്യൂ ഇപ്പം ആ റിന്യൂവൽ പലപ്പോഴായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം 1990s ഡീസെൻട്രലൈസ്, ഇപ്പം ജനകീയാസൂത്രണം എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്നോ അതിൻ്റെ സക്സസ് റേറ്റ് എന്താണെന്നോ അതൊക്കെ വേറെ വിഷയം. പക്ഷെ അതുപോലൊരു എക്സ്പെരിമെൻ്റ് ഇവിടെ നടത്തുന്നു എന്നുള്ള വിഷയം ലോകം മുഴുവൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് കേരളത്തിനെ കുറിച്ചുള്ള ഒരു എന്താ പറയുക, ഇത് പ്രത്യേക ഒരു സ്വഭാവമാണ്. അതായത് 1970s സോഷ്യൽ ഡെവലപ്മെൻ്റ് ആയിരുന്നു UN-ലെ പ്രബല വ്യവഹാരം. അന്ന് ഈ ഗ്ലാസ് സ്ലിപ്പർ നമ്മുടെ കാലിൽ കയറി. 1980s ആയപ്പം ഈ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ചെറിയൊരു മാറ്റം ഉണ്ടായി. അമർത്യ സെന്നൊക്കെ പിന്നെ നിർവചിച്ചതുപോലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റായി പ്രധാനപ്പെട്ട UN വ്യവഹാരം. അപ്പോഴും ഒരു പ്രത്യേക ചില ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാലും ആ ചെരുപ്പം ആരുടെ കാലിലാണ് കൊള്ളുന്നത്? പിന്നെ 1990s ആയപ്പോഴേക്കും, അതായത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ഒക്കെ ശേഷം ലോകത്ത് മൂന്നാം തരംഗ ജനാധിപത്യത്തിൻ്റെ മൂന്നാം തരംഗം ഉണ്ടാകുന്നു ക്ലെയിംസ് വരുന്നു. ആ സമയത്ത് പാർട്ടിസിപ്പറ്ററി ഡെവലപ്മെൻറ്റ് എന്നുള്ള വ്യവഹാരമാണ് വളരെ UN ലെവലിലൊക്കെ ആഗോള ഡെവലപ്മെൻറ്റ് ഏജൻസീസിൻ്റെ ഭാഷയിൽ പ്രബല സ്ഥാനം കിട്ടുന്നത്. അപ്പോഴും ഈ ചെരുപ്പ് ആരുടെ കാലിലാണ് കൊള്ളുന്നത്? നമ്മുടെ. അങ്ങനെ കേരളത്തിന് നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് ഈ റെപ്പോസിറ്ററി വലുതായിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഈ പറയുന്ന പല ചെറുപ്പക്കാർക്ക് അവർക്ക് ഭാഷ അറിഞ്ഞൂടാ, സംസ്കാരം അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടായിരിക്കും. പക്ഷെ ഇതിൽ ഏതോ ഒരു സംഗതിയായിട്ട് അവർ കണക്ട് ചെയ്യുന്നു. പിന്നീട് കോവിഡ് വിജയം വന്നപ്പോൾ വൺസ് അഗെയിൻ റിന്യൂ. എക്സാക്ട്ലി. ഇതിൽ എനിക്കൊരു സംശയം തോന്നിയിട്ടില്ല. ഇപ്പം ഈ ഇന്നത്തെ കാലത്ത് വരുന്ന സമയത്ത് ഇതിൽ ചെറിയൊരു ഇന്ന് ഇവർ വ്യവഹരിക്കുന്ന കേരളം എങ്ങനെയാണ് ഇവരെ തലച്ചോറിലേക്ക് എത്തുന്നത് എന്നുള്ളത് മാം ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. എനിക്ക് ചില സാധനങ്ങൾ വ്യക്തിപരമായുണ്ടായ ചില അനുഭവങ്ങളുണ്ട്. പിന്നെ നമ്മളൊരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ ഉള്ള ചില അനുഭവങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ, എൻ്റെ ഒരു കസിൻ, ഒരു കക്ഷി, ഒരു സിനിമയൊക്കെ എടുക്കുന്ന ഒരു കക്ഷി, വെരി മച്ച് എ ഫാൻ ഓഫ് അടൂർ ഗോപാലകൃഷ്ണൻ. ആൻഡ് I was wondering like ഈ 80s 70s അല്ലെ 80s മൂവീസിനെ പറ്റിയിട്ട് ഇന്ന് ഒരു 17 വയസ്സുള്ള ഒരു പയ്യൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആവുക, അത് യൂട്യൂബ് തപ്പി പിടിച്ചിരുന്ന് കാണുക. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ഗിവിംഗ് മീ എ ലെക്ചർ, ഓൾമോസ്റ്റ് എ ലെക്ചർ ഓൺ അടൂർ ഗോപാലകൃഷ്ണൻ. ആൻഡ് I was curiously listening to like probably half an hour to 1 hour. Never once the word caste dropped into the conversation. So then I realized, these people come into Adoor movies through a sort of marketing thing. ഒരു ഇൻസ്റ്റാഗ്രാമിൽ നല്ലൊരു പോസ്റ്റർ വരുന്നു, അതിലൂടെ അടൂരിനെ പറ്റിയിട്ട് അറിയുന്നു. പിന്നെ അടൂർ അതിൻ്റെ ഈസ്തറ്റിക്സ്, അതിൻ്റെ വിഷ്വൽ, കളർ, ടോൺ, അതിലപ്പുറമുള്ള അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നത് ഈ ഇന്നത്തെ തലമുറ ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന, ഈ കേരള സ്റ്റോറിയിലേക്ക് കണക്ട് ചെയ്യുന്നത്, മലയാളി ഐഡന്റിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ലിങ്ക്ഡ് സ്വഭാവം അതിന് തോന്നിയിട്ടുണ്ടോ? അല്ല, അത് ഡെഫിനറ്റ്ലി. ഓൾസോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണിത്. കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ഒരു മലയാളി ഈ പറഞ്ഞ റെപ്പോസിറ്ററിയിൽ എന്ത് തിരഞ്ഞെടുക്കും എന്നുള്ളതും ഇവിടുത്തെ കോൺക്രീറ്റ് മൂർത്ത യാഥാർത്ഥ്യങ്ങളുമായിട്ട് ദിനം പ്രതി മല്ലെടുത്ത നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭാഗവും വളരെ വ്യത്യസ്തമായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ കുന്നിടിഞ്ഞ് വീഴുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ? ഇവിടുത്തെ ഈ ബിൽഡിംഗ് പോളിസീസ് എല്ലാം ആരെയാണ് ഫേവർ ചെയ്ത്? പുറത്തുനിന്ന് പണം ഉണ്ടാക്കി ഇവിടെ വന്ന് വീട് പണിയാൻ ഉത്സാഹിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, വലിയ വലിയ വീടുകൾ പണിയാൻ ഉത്സാഹിക്കുന്ന കേരളത്തിൽ ഒരു കാലം പിന്നെ ട്രാൻസ്നാഷണലായിട്ട് ജീവിതം പുലർത്തുന്ന അവരും ഇവിടെ താമസിക്കുന്നവരും തമ്മിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. അപ്പോൾ ആ കോൺട്രഡിക്ഷൻ നമ്മുടെ ഹൗസിംഗ് പോളിസീസിൽ പ്രകടമാകുന്നുണ്ട്, മറ്റു പലതിലും പ്രകടമാകുന്നുണ്ട്, കൾച്ചറിൽ, സിനിമയിൽ പ്രകടമാകുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ കേരളത്തിന് പുറത്ത് ജീവിക്കുകയും ഈ പറയുന്ന പോലെ ഇപ്പോൾ സിനിമയൊക്കെ പഠിക്കാനുള്ള പ്രിവിലേജും ഒക്കെയുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ കേരളം തിരഞ്ഞെടുക്കുന്ന നമ്മുടെ മൂർത്ത റിയാലിറ്റീസിനെ അയാൾ കാണുന്നേയില്ല. ഹിൽ ചൂസ് അവിടേക്കാണ് ഈ പറഞ്ഞ കോൺട്രഡിക്ഷൻസ് റിയൽ വൺ. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ഇപ്പം വടക്കേ ഇന്ത്യക്കാർക്ക് കിട്ടാത്ത ഒരു സ്വർഗ്ഗലോകത്തെ അവർ നമ്മുടെ പുറത്ത് പ്രൊജക്റ്റ് ചെയ്യും. നമുക്ക് അവരോട് പാവം അവർ സങ്കടപ്പെടണല്ലോ എന്ന് വിചാരിച്ചാണ് അവരങ്ങനെ ഇരുന്നോട്ടെ, ആ സ്വപ്നം അവർക്ക് പോകണ്ട എന്ന് വിചാരിച്ചാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. എന്ന് വെച്ച് നമ്മുടെ ഇടയിൽ ആ തർക്കം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വൺ ഹാസ് ടു ഹാവ് എ ഡിബേറ്റ് ഓൺ ദാറ്റ്. ഇതിൽ ഒരു സ്പെസിഫിക് ആയിട്ടൊരു കാര്യം എനിക്ക് ചോദിക്കണമെന്നുണ്ട്. ഐ നോ യു ആർ റൈറ്റിംഗ് എ ബുക്ക് അബൌട്ട്
മലയാളി വുമൻ, modernity of മലയാളി വുമൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇപ്പം മാമിന് എന്ത് തോന്നുന്നു, ഇത് നമുക്കൊരു വളരെ ബ്രീഫ്ലി എങ്ങനെ പറയാൻ പറ്റും മലയാളി വുമൻ്റെ ഒരു മോഡേണിറ്റി എങ്ങനെയാണ് അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം മാറിയിട്ടുള്ളത്? ഇപ്പം നമ്മൾ ഈ മലയാളി ഐഡൻറ്റിറ്റി ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അതിനകത്ത് തന്നെ മലയാളി വുമൻ്റെ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും? മലയാളി വുമൻ്റെ ആയിട്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ഈ ചലനശേഷി എന്ന് പറയുന്നതിനെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു തരം മോഡേണിറ്റി വളരെ സ്ട്രേഞ്ചാണ്. കാരണം നമ്മൾ മോഡേണിറ്റി ആയിട്ട് എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ് ചലനശേഷി. സ്ത്രീകൾക്ക് പാടെ നിഷേധിക്കുന്ന ഒരു തരം മോഡേണിറ്റിയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു മോഡേൺ സാധ്യതയെ പുണരാൻ തീരുമാനിക്കുന്ന സ്ത്രീകൾ, അതായത് അവരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ജെൻഡർ ഐഡിയൽസിനെ തള്ളിക്കളയുന്ന സ്ത്രീകൾ എന്ന് വേണം അതിനെ വായിക്കാൻ. അങ്ങനെയുള്ള സ്ത്രീകളെ നല്ലപോലെ പണിഷ് ചെയ്തൊരു നാട് കൂടിയാണ് കേരളം. ഈ കേരളം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉദാഹരണം കൊച്ചാട്ടിൽ കല്യാണിക്കുട്ടിയമ്മ ഏറ്റവും നല്ല ഉദാഹരണം. ഞാനിപ്പോൾ അവരുടെ ആത്മകഥ മലയാളത്തിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിപ്പോൾ സുബാൻ പബ്ലിഷ് ചെയ്യും. അടുത്ത ആഴ്ച അത് റിലീസ് ചെയ്യും. അത് പതികയും വഴിയോരത്തെ മണിദീപങ്ങളും എന്നാണ് അവരുടെ മലയാളം പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. അത് വളരെ ഇതാണ്. പതികയാണ് അവർ. ഷീസ് എ ട്രാവലർ. അവർ യാത്രയാണ് അവരുടെ ഒരു മെയിൻ സംഗതി. യാത്ര മാത്രമല്ല, അവർ ഈ പറയുന്ന പോലെ അവരുടെ പേരൻസ് അന്നത്തെ, അതായത് ഏർലി 20th സെഞ്ച്വറിയിൽ തന്നെ ഈ ജാതി വ്യവസ്ഥയിൽ നിന്നൊക്കെ അവരുടെ സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് തന്നെ വിട്ടകന്ന് ഒരു മോഡേൺ കപ്പിളായിട്ടൊരു മോഡേൺ ഹോം തുടങ്ങിയ ആൾക്കാരാണ്. മക്കളെയൊക്കെ പഠിപ്പിക്കുക, പെൺകുട്ടികളെയൊക്കെ വളരെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ എക്സ്പോസ് ചെയ്യുക, കേരളത്തിന് പുറത്ത് വിട്ട് പഠിപ്പിക്കുക, മദ്രാസിൽ വിട്ട് പഠിപ്പിക്കുക, തിയോസഫിക്കൽ സൊസൈറ്റി ആയിട്ടൊക്കെ ഇവർ വളരെ ക്ലോസ് ആയിട്ട് ഇടപഴകിയിരുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അങ്ങനെ പല നാട്ടുകാരെ കാണുക, പലതരത്തിലുള്ള ആശയങ്ങൾ പരിചയപ്പെടുക. അപ്പോൾ ഈ പറയുന്ന പോലെയാണ് ഈ ഒരേ സമയം പോലെ കേരളത്തിൽ വേരുകളുള്ള ഒരാളാണ്. കേരളത്തിൽ വേരുകളുണ്ടെങ്കിൽ തന്നെയും അതിനെ ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കുകയല്ല ചെയ്യുന്നത്. ഒരു ശരിക്കും കോസ്മോപോളിറ്റൻ, സകല ലോക സ്നേഹം എന്നൊക്കെ പറയാവുന്ന ആ ഒരു നിലയിലേക്ക് ഉയരാൻ നോക്കിയ സ്ത്രീയാണ്. അവർ സഫർ ചെയ്ത പോലെ കേരളത്തിൽ ഏതെല്ലാം തരത്തിലാണ് അവർ സഫർ ചെയ്തതെന്ന് എനിക്ക് അവരുടെ ആത്മകഥ വായിച്ച് ഞെട്ടിപ്പോകും നമ്മൾ. പുരോഗമന ആശയക്കാരെ പോലും അവരൊക്കെ എത്ര നീചമായിട്ടാണ് എത്ര നീചമായ ഒറ്റപ്പെടലാണെന്നറിയാമോ. അപ്പം അതിൽ ശരിക്കും നമ്മൾ ഈ ഡിപ്രഷനും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഡിസോസിയേഷനൊക്കെ അവർ വിവരിക്കുന്നത് കേട്ടാൽ ഇപ്പോഴത്തെ കുട്ടികളാണോ എന്ന് നമുക്ക് തോന്നും. ഇപ്പോഴത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന തരത്തിലുള്ള ഭീകരമായ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന കോൺട്രഡിക്ഷൻസ് മുഴുവനും 1940s and 50s ഷീ ഈസ് ഓൾസോ പണിഷ്ഡ്. അതാണ് വേറൊരു സംഗതി. ഇഫ് യു കുഡ് ഡിസ്ക്രൈബ് ആൻ എക്സാമ്പിൾ, ഒരു ഇൻസിഡൻറ്റ്, അനക്ഡോട്ട്, അങ്ങനെ എന്തെങ്കിലും ഫ്രം ഹർ ലൈഫ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ അവർ വളരെ എന്താ പറയുക, അതെനിക്ക് ചിലതൊക്കെ വളരെ പേഴ്സണലാണ്. അപ്പം മേ ബി ഐ വുഡൻറ്റ് വോണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഇവർ നന്നായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒന്നാന്തരമായിട്ട് എഴുതിയിരുന്ന ഒരാളാണ്. അപ്പോൾ ഇവർ യൂറോപ്പിൽ 1935 ഷി വെൻറ്റ് ഓൺ എ ടൂർ ഓഫ് യൂറോപ്പ് വിത്ത് എ ഗ്രൂപ്പ് ഓഫ് വിമൻ. അന്ന് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഈ സ്ത്രീകളെ ചെറിയ ഗ്രൂപ്പ്സ് ഓരോ വർഷവും യൂറോപ്പ് കൊണ്ടുപോയി കാണിക്കുന്ന ടൂർസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ടൂറിന് അവർ പോയിട്ട് അവർ തിരിച്ചു വന്നു. അപ്പോൾ ഷീ വിസിറ്റഡ് ഓൾ ദി യൂറോപ്യൻ കൺട്രീസ്. അപ്പം ഹിറ്റ്ലറിൻ്റെയൊക്കെ ഹൈറ്റിലുള്ള നാസി ജർമ്മനിയിലൊക്കെ ഇവർ പോയി. ആൻഡ് ഷീ ഹാഡ് ദീസ് ഷീസ് റിയലി കോൺഫ്രണ്ടിങ് ദി നാസീസ്. അത് ഭയങ്കര രസമാണ് അവരോട് ചോദ്യം ചോദിക്കുകയും. അപ്പോൾ അത് തിരിച്ചു വന്ന് അപ്പോൾ അന്ന് അവരുടെ ബ്രദർ ഇൻ ലോ വാസ് വെരി ക്ലോസ് ടു ഗാന്ധി, കൃഷ്ണൻ നായർ. അപ്പം ഗാന്ധി ആശ്രമത്തിലൊക്കെ പോയി ഒരുപാട് താമസിക്കുകയും ഗാന്ധിയോട് ഈ ബർത്ത് കൺട്രോളിനെ പറ്റിയൊക്കെ ഡിബേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. ഞാൻ വിയോജിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഗാന്ധിയോട് തന്നെ. എനിക്ക് ബാപ്പു പറയുന്നതിനോട് യോജിപ്പില്ല എന്നൊക്കെ പറയുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവർ തിരിച്ച് നാട്ടിൽ വന്നിട്ട് അവരിതിനെപ്പറ്റി അപ്പോൾ ഇംഗ്ലീഷിൽ അവരൊരു സീരീസ് ഓഫ് പീപ്പ് അറ്റ് യൂറോപ്പ് എന്ന് പറഞ്ഞിട്ട് അവർ എഴുതിയിരുന്നു. അപ്പോൾ അത് പുസ്തകമായി പിന്നീട്. പക്ഷെ മലയാളത്തിൽ ഞാൻ കണ്ട യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതി. നല്ല പുസ്തകമാണ് കേട്ടോ. ഇറ്റ്സ് അത് ഇംഗ്ലീഷ് വളരെ നല്ലതാണ്, മലയാളവും നല്ലതാണ്. മലയാളം ഞാൻ ഒറിജിനൽ മുഴുവൻ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല. പക്ഷേ ഇംഗ്ലീഷ് ഞാൻ മുഴുവൻ വായിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എൻ എക്സ്ട്രോർഡിനറി ബുക്ക്. അപ്പം ഞാൻ കണ്ട യൂറോപ്പ് എന്നാണ്. ഞാൻ കണ്ട യൂറോപ്പിൻ്റെ ഞാൻ വായിച്ച ഭാഗങ്ങളൊക്കെ വളരെ വളരെ നല്ലതാണ്. അപ്പോൾ അത് പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിന് ധാരാളം
അത് ശ്രദ്ധിക്കപ്പെട്ടു. നല്ല മലയാളം നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. അന്നൊക്കെ ഈ പറയുന്ന പോലെ യൂറോപ്പിനെ പറ്റിയൊക്കെ ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ സഞ്ജയൻ ഈ പുസ്തകത്തെ പരിഹസിച്ചുകൊണ്ട് ഒരു കുറിപ്പല്ല ഒരു പരാമർശം നടത്തി. നല്ല പുസ്തകമാണ് കേട്ടോ, കല്യാണിക്കുട്ടിയമ്മയുടെ എഴുത്താണ്, വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ കാര്യമുള്ളൂ, ഒരു ചെറിയ തിരുത്ത് വേണം. ഇതിൻ്റെ തലക്കെട്ടൊന്ന് മാറ്റണം. അതായത് ഇത് ഇപ്പോഴത്തെ തലക്കെട്ട് ഞാൻ കണ്ട യൂറോപ്പ് എന്നാണ്, അത് മാറ്റി യൂറോപ്പ് കണ്ട ഞാൻ എന്നാക്കണം. അപ്പം മനസ്സിലായില്ലേ ഏത് തരം എന്താണ് ആ ഡെനിഗ്രേഷൻ എന്നുള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ അതിനവർ പിന്നീടൊരു എന്താ പറയുക, പിന്നീട് സഞ്ജയൻ അവസാനം ഇവരോട് അപ്പോളജൈസൊക്കെ ചെയ്യുന്നുണ്ട് വളരെ പിന്നെ. പക്ഷേ ഇതായിരുന്നു അപ്പം അതവർക്ക് കൊണ്ടു എന്നുള്ളത് അവരുടെ ആത്മകഥയിൽ അവരതിനെ പരാമർശിക്കുന്നിടത്തുനിന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ അവരെ കൊണ്ടു എന്നുള്ളത് അവർ ഒരു പ്രത്യേക രീതിയിൽ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഷീസ് ഓൾസോ സീയിങ്. പക്ഷേ ഇതൊരു അർത്ഥശൂന്യമാണ്. കാരണം അഹമില്ലാതെ ഉണ്ടോ ലോകത്ത്? അഹമില്ലാതെ നിങ്ങൾ എങ്ങനെയാണ്? ഈഗോ എന്ന് പറയുന്ന സാധനം എത്ര ചീത്തയാണെങ്കിലും അത് ആവശ്യമാണല്ലോ. ഇതൊരു ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഇപ്പം കല്യാണിക്കുട്ടിയമ്മയെ പറ്റി എസ്കെ പൊറ്റക്കാടിനെ പറ്റിയിട്ട് ചെറുപ്പക്കാർക്ക് അറിയാം. കല്യാണിക്കുട്ടിയമ്മയെ forgot everyone. It's not even like, you know, in the textbooks or wherever we can find them. അതുകൊണ്ടാണ് ഞാൻ ഈ കടൽക്കുട്ടി എന്ന് പറഞ്ഞ നോവൽ എഴുതിയപ്പോഴേ how did we end up here? No, we have to revive her. അതിൽ കാര്യമൊന്നുമില്ല. കാരണം ഒരു യാത്ര പോകുന്ന സ്ത്രീ എന്ന് പറയുന്നത് അതും അവരൊരു പ്രത്യേകതരം, അതായത് ഇവിടുത്തെ പലതരം ടെൻഷൻസും അപമാനവും ഒക്കെ ഉണ്ടാകുമ്പോൾ അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ നേരെ ഒരു ട്രെയിനിൽ കയറി എങ്ങോട്ടെങ്കിലും പോകും, ഹരിദ്വാറിലേക്ക് പോകും, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒക്കെ യാത്ര പോകും. ഉള്ള അമ്പലത്തിൽ ഈ പിൽഗ്രിംസിൻ്റെ കൂടെ, പണ്ടൊക്കെ ഈ പിൽഗ്രിമേജ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഒന്നുമല്ല, അവർ സീരിയസ് ആയിട്ട് മനുഷ്യരെ കാൽനടയായിട്ടൊക്കെ പോകുന്ന കാലമാണ്. അപ്പോൾ അവർ ഈ പറയുന്ന പോലെ വടക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിലൊക്കെ ചുമ്മാ ഈ പഴയ തരം പിൽഗ്രിമേജ് ഉണ്ടല്ലോ, ഒന്നുമില്ലാതെ പൈസയൊന്നുമില്ലാതെ ഈ ഓരോ അമ്പലം തോറും ആഹാരം കഴിച്ച് അങ്ങനെയൊക്കെ അവർ ജീവിച്ചിട്ടുണ്ട്. അവർ ജയിലിൽ കിടന്നിട്ടുണ്ട്. വൈദ്യുതി അവരെ ജയിലിലൊക്കെ ഇട്ടിട്ടുണ്ട്. അവരുടെ പേരിൽ ഒരു കള്ള കേസൊക്കെ വരുത്തി അവരെ ജയിലിലാക്കിയിട്ടുണ്ട്. ഇത് ഇത്രയൊക്കെ ഉള്ള സംഭവബഹുലമായ ചരിത്രത്തെ പറ്റി ഒരു 2 തലമുറ മറവിയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അതത്ര ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്ന ഒരു സാധനമല്ല. അല്ല അവരുടെ ഇപ്പം സരസ്വതി ഇപ്പം നമ്മളത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പം കേരളത്തിൽ ഇപ്പം എന്നോട് ഏറ്റവും ഒറിജിനലായിട്ടുള്ള മൈൻഡ് ആരാണെന്ന് ചോദിച്ചാൽ ആ കാലത്തെ ഞാൻ കെ സരസ്വതി അമ്മ എന്നേ പറയൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കെ സരസ്വതി അമ്മ 1947 തോന്നുന്നു ഭർതൃത്വം എന്നുള്ള പേരിലുള്ള അവരുടെ കഥ പബ്ലിഷ് ചെയ്തു. ഈ ഭർതൃത്വം എന്ന് എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള ഒരു കഥയാണ്. അവരുടെ ഒരു സ്ത്രീയുടെ മരണത്തിന് ശേഷമാണ് ഒരു സ്ത്രീ മരിച്ചു പോകുന്നു. വിമല എന്ന് പറയുന്ന ഒരു സ്ത്രീ മരിച്ചു പോകുന്നു. ആ മരിച്ച ശേഷം ഇവരുടെ ഭർത്താവും ഇവരുടെ കാമുകരും, അതായത് ഇവരുടെ രഹസ്യ കാമുകനാണ് ആക്ച്വലി. ഭർത്താവിന് അറിഞ്ഞുകൂടായിരുന്നു. ഭർത്താവിന് പിന്നെയാണ് മനസ്സിലാവുന്നത് ഈ കുട്ടി അതായത് പ്രസവത്തിലാണ് മരിച്ചു പോകുന്നത്. ആ കുഞ്ഞ് മറ്റേയാളുടെയാണ്. പക്ഷേ ഇവർ ഭയങ്കര സതീ സാവിത്രിയായിരുന്നു. ഇവരുടെ സതിത്വം കൊണ്ട് ഈ മനുഷ്യൻ, ഈ ഭർത്താവ് അങ്ങ് കരയാണ്. ആ സതിത്വത്തെ ഓർത്തോർത്ത് കരയുന്ന ഭർത്താവായിരുന്നു. അയാൾ ഇതിനിടയ്ക്കാണ് കണ്ടുപിടിക്കുന്നത് ആക്ച്വലി ഈ സ്ത്രീ വാസ് ഇൻ ലവ് വിത്ത് ദിസ് അതർ മാൻ. ആൻഡ് അയാളാണ് കാര്യമായിട്ട് ഇവരുടെ ഭരണത്തിൽ മോൺ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 മോർണിംഗിൽ ഭർത്താവും കാമുകനും മോർണിംഗിലാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് രണ്ടുപേരും സ്വന്തം റെപ്യൂട്ടേഷൻ സേവ് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നു. അപ്പോൾ അതിൽ ഈ സ്ത്രീയെ ചെയ്യുന്നതിനെ പറ്റിയുള്ളൊരു വളരെ പവർഫുള്ളായിരുന്നു. നമ്മൾ ഓർക്കണം, ആ സമയത്ത് സാഹിത്യം മാത്രമാണ് ഒരു ഡിസ്കോഴ്സ് ഉള്ളത് സ്ത്രീകൾക്ക് പങ്ക്. അപ്പോൾ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് നടത്താനും അവർക്ക് ആകെ ലഭ്യമായിട്ടുള്ള ഒരു 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 ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിൽ കഥ പറച്ചിലിൻ്റെ ഡിസ്കോഴ്സാണ്. അപ്പോൾ ഈ 2 വർഷം കഴിഞ്ഞിട്ടാണ്, അതായത് 1949 സിമോൺ ദെ ബുവ സെക്കൻഡ് സെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെക്കൻഡ് വേവ് ഫെമിനിസത്തിൻ്റെ ഫൗണ്ടേഷണൽ ടെക്സ്റ്റുകളിൽ ഒന്നാണ്. അതിലെ വാദമാണിത്. അതിൽ പറയുന്ന അബ്സ്ട്രാക്റ്റായ വാദമാണ് ഇത്. ഈ കഥയിൽ നമ്മൾ ഈ സരസ്വതി അമ്മയുടെ കഥകളെല്ലാം വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ കഥയിൽ ഇതെല്ലാം എന്താ പറയുക ആബ്സ്ട്രാക്റ്റായ ഐഡിയാസ് ആണെന്ന് തോന്നുന്നു. അബ്സ്ട്രാക്റ്റ് ഐഡിയാസ് തമ്മിലുള്ള പോരാട്ടവും തമ്മിലുള്ള ബന്ധങ്ങളെ എലൂസിഡേറ്റ് ചെയ്യുന്ന പോലത്തെ കഥകളാണ്. അത് she would have been a philosopher if she had access to that discourse. She never had it.
പക്ഷേ എന്ത് ഒറിജിനൽ, അതായത് ഈ മോഡേൺ പേട്രിയാർക്കിക്കകത്തെ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ ഏറ്റവും ഒറിജിനലായിട്ട് കേരളത്തിൽ എല്യൂസിഡേറ്റ് ചെയ്ത ഒരു ആളാണ് ഈ സരസ്വതി അമ്മ, കെ സരസ്വതി അമ്മ. റിമെമ്പർ, സിമോൻ ദ ബുവാറിനെ വായിച്ചിട്ടല്ലേ. ഇവിടെ ഇപ്പോൾ എല്ലാവരും മാർക്സിസ്റ്റുകളായത് മാർക്സിനെ വായിച്ച ശേഷമാണ്. ഓഫ് കോഴ്സ് അതിന് എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പം സ്വദേശാഭിമാനി, പൊതു എന്നുള്ള ആശയം അദ്ദേഹത്തിൻ്റെ, അതൊരു പക്ഷേ ഈ വെസ്റ്റേൺ ലിറ്ററേച്ചർ ഒന്നും വായിച്ചിട്ടായിരിക്കില്ല. പക്ഷേ സരസ്വതിയുടെ കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പുണ്ട്. അവർ ഈ സെക്കൻഡ് വേവ് ഫെമിനിസത്തിൻ്റെയോ ഒന്നും വായിച്ചിട്ടല്ല, അവർ അതിന് മുമ്പേ ഷീസ് പ്രീഡേറ്റിംഗ് ദാറ്റ് ആർഗ്യുമെന്റ്, ഒറിജിനൽ തിങ്കർ. അപ്പം അങ്ങനെയുള്ള ഒരാൾ മരിച്ച ശേഷം ഷീ വാസ് ബറീഡ്. എന്നിട്ട് പിന്നെ കേരളത്തിൽ ഫെമിനിസം സജീവമായ ശേഷം 90കളിലല്ലേ അവരുടെ കഥകൾ വീണ്ടും ഡിസ്കസ്ഡ് ആവും. അവർ മരിക്കുമ്പോൾ ഒരു വരിയാണ്, ഒരൊറ്റ വരി. ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിരുന്നു, അപ്പോൾ അവരുടെ ഉദ്യോഗത്തെ സൂചിപ്പിച്ച പാൽക്കുളങ്ങര കെ സരസ്വതി അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് 75 ആണ് ഒറ്റ ഒബിച്വറി. അതിനുശേഷം ഒന്നും ഉണ്ടായിട്ടില്ല. എന്തിനാണ് ഇപ്പോൾ പോലും അവരുടെ ഡെത്ത് ആനിവേഴ്സറിക്ക് സാഹിത്യ അക്കാദമി പോലും മര്യാദയ്ക്കൊന്നും നടത്തിയില്ലല്ലോ. ആക്ച്വലി ആ സമ്പൂർണ്ണം കിട്ടാൻ തന്നെ കുറച്ച് പാടാണ്. അതിപ്പോൾ ഇല്ല, അതിപ്പം ഐ തിങ്ക് ഇറ്റ്സ് ഔട്ട് ഓഫ് പ്രിന്റ്. റീഡിസ്കവറി ആ പീരീഡ്, ഒരു പോസ്റ്റ് 90s പോസ്റ്റ് ലിബറലൈസേഷൻ കേരളത്തിലെ സ്ത്രീകളുടെ ഒരു മോഡേണിറ്റിയിൽ ഈ 2 ഡിസ്കോഴ്സ് സംഭവിക്കുന്നുണ്ടല്ലോ. ഒന്ന്, നമ്മൾ ഈ പറയുന്ന ഫെമിനിസ്റ്റിക് ഡിസ്കോഴ്സ് സംഭവിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ഓൺ എ പാരലൽ സൈഡ് വളരെ ഒരു ട്രയഡ് വൈഫ് മൂവ്മെൻറ്റ്, അത് നമ്മൾ ഇപ്പോഴാണ് ട്രയഡ് വൈഫ് മൂവ്മെൻറ്റ് ലേബൽ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അത് കുറേ കാലമായിട്ട് അതും സംഭവിക്കുന്നുള്ളൂ. ഒരു പോസ്റ്റ് 90s പീരീഡിൽ സംഭവിച്ച ഒരു മോഡേണിറ്റിയെ പറ്റി പറയൂ. പോസ്റ്റ് 90s ഏറ്റവും പ്രധാനമായിട്ട് അതിലുണ്ടായ കാര്യം വേറൊന്നുമല്ല, വൻതോതിൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് സ്ത്രീകൾ വന്നു എന്നുള്ളത്. അപ്പം 1980s മിഡ് 1980s വരെ കേരളത്തിലെ കോളേജുകൾ മിക്കവാറും നഗര കേന്ദ്രിത കോളേജുകളാണ്. കലാലയങ്ങൾ അധികവും നഗരപ്രദേശങ്ങളിലോ പട്ടണങ്ങളിലോ ആണ്. ഒരു മിഡ് 80s ശേഷമാണ് കോളേജുകൾ കുറച്ചും കൂടി ഗ്രാമീണ മേഖലകളിലോട്ടൊക്കെ ധാരാളം സ്ഥാപിച്ചു തുടങ്ങിയത്. അപ്പോഴാണ് ഒരുപാട് ചെറുപ്പക്കാരികളായ സ്ത്രീകൾ പിന്നെ കോളേജിൽ പോകുന്നത്. ഈ കോളേജിൽ പോകുന്നത് പറഞ്ഞാൽ അവരെ അങ്ങ് ബുദ്ധിജീവികളാക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. വിവാഹപ്രായം, ആണുങ്ങൾക്ക് ജോലി കിട്ടുന്ന പ്രായം ഉയരും തോറും വിവാഹപ്രായം നീണ്ടു പോകുന്നതിപ്പോൾ വീട്ടിൽ നിർത്താം, അങ്ങനെ ഉണ്ടല്ലോ. വെറുതെ നിൽക്കാതെ പോയി എന്തെങ്കിലും പഠിക്കുക. ഞാൻ എൻ്റെയൊക്കെ ഒരു തലമുറ വഴി 10ാം ക്ലാസ്സും ടൈപ്പും, 10ാം ക്ലാസ് കഴിഞ്ഞാൽ ടൈപ്പിന് പോയി കഴിയുമ്പോഴേക്കും, ടൈപ്പ് ഒക്കെ കിട്ടി കഴിയുമ്പോഴേക്കും മിക്കവാറും കല്യാണം ആവും. അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ടൈപ്പ് റൈറ്റിങ്ങിന് പോവും. പ്രീ ഡിഗ്രിക്ക് ചിലപ്പോൾ ഒപ്പം പോവും. പ്രീ ഡിഗ്രി കഴിയുമ്പോഴേക്കും കല്യാണം തീരുമാനിക്കും. അങ്ങനെയുള്ളൊരിതായിരുന്നു. എൻ്റെയൊക്കെ തലമുറയ്ക്ക് ശേഷമാണ്, ഐ മീൻ ഫ്രം മൈ ജനറേഷൻ ഓൺവേർഡ് പെർഹാപ്സ് അങ്ങനെയല്ല. പീപ്പിൾ മോർ വിമൻ ഗോ ടു കോളേജ്. അപ്പോൾ ഈ കോളേജ് ഗോയിങ് വിമൻ്റെ എണ്ണം വളരെയധികം വർദ്ധിക്കുന്നു. രണ്ടാമതൊരു കാര്യം, നമ്മുടെ മീഡിയ ഈസ് ഓപ്പണിങ്. അപ്പോൾ ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യവസ്ഥയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഏർലി 1990s. അതോടെ ഈ മീഡിയ വികാസം ഉണ്ടാകുന്നതോടുകൂടി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വീട്ടിൻ്റെ അകത്തേക്ക് വരുന്ന ഡിസ്കോഴ്സസിൻ്റെ ഒരു വൈജാത്യവും ഇടങ്ങളും, അപ്പോൾ ഈ സ്പേസസ് ഓഫ് എനൗൺസിയേഷനൊക്കെ അല്ലേ, പറയാനുള്ള സ്ഥലങ്ങൾ ഒരുപാട് കൂടുന്നു എന്നുള്ളതാണ്. ആൻഡ് കേരളത്തിലെ ഫെമിനിസം ആണെങ്കിലും അതിന് കൂടുതൽ സ്പേസസ് ആ സമയത്ത് കിട്ടുന്നുണ്ട്, സ്വയം പ്രകാശിപ്പിക്കാനും പറയാനും. ടെലിവിഷൻ വരുന്നു. പിന്നെ 90കളൊക്കെ ആകുമ്പോഴേക്കും ഈ എന്താ പറയുക, ഈ സ്കാൻഡൽ പബ്ലിക്കിന്റെ സ്വഭാവം മാറും. അതിനെക്കുറിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, സോ ഐ ഡോണ്ട് പ്രീഎംപ്റ്റ് ഇറ്റ്. കേരളത്തിലെ ജേർണലിസത്തിന്റെ ഒരു ഫൗണ്ടേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ സ്കാൻഡൽ പബ്ലിക്. അതായത് അത് തുടങ്ങിയത് വളരെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. പക്ഷേ പിന്നീട് രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ ഒരു വോയിസ്ലെസ് ആയ സ്ത്രീ ഉണ്ടാവുക എന്നുള്ളത് ഇതിനിടയ്ക്ക് വരും. അവർക്ക് ചുറ്റുമുള്ളൊരു സ്കാൻഡൽ ഉണ്ടാവുക. ആ സ്കാൻഡൽ വെച്ചിട്ട് വലിയ ശക്തിമാന്മാരെ പോലും മറിച്ചിടുക, അത് പിന്നീട് അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ചാത്തൻ മാസ്റ്റർ ആകട്ടെ, പിന്നീട് PT ചാക്കോ, അത് കഴിഞ്ഞ് നമ്മുടെ ഇസ്രോ സ്പൈ കേസൊക്കെ നടക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞെന്താണ്, ലേറ്റ് 80s ഒക്കെ ആകുമ്പോഴേക്കും ഈ സ്കാൻഡൽ പബ്ലിക്കിൽ ഫെമിനിസ്റ്റുകൾ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. ഐസ്ക്രീം പാർലർ കേസ് പോലെയൊക്കെ. പക്ഷെ അത് എത്രത്തോളം സക്സസ്ഫുൾ ആയി എന്നുള്ളത് വേറെ കാര്യം. ബട്ട് ഇടപെടുന്നു, അതാണ് അവിടുത്തെ സാലിയൻ്റ് ആയിട്ടുള്ള പോയിന്റ്.
അപ്പം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വരികയും പിന്നെ ജോലി ഇപ്പം മീഡിയയിലൊക്കെ ജോലി സാധ്യതകളൊക്കെ കുറേ കൂടുതൽ സർവീസ് സെക്ടറിൽ പൊതുവേ ജോലി സാധ്യതകൾ വർദ്ധിക്കുന്നു. കേരളത്തിന് പുറത്ത് ജോലി സാധ്യതകൾ വർദ്ധിക്കുന്നു. JNU പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ കാര്യമായിട്ട് സീറ്റ് എക്സ്പാൻഷൻ വരുന്നു. പ്രത്യേക ഈ പെൺകുട്ടികൾക്കും ഈ ബാക്ക്വേർഡ് ഏരിയസിൽ നിന്ന് സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന കിട്ടുന്നു. അങ്ങനെ കുറേ പേര് ഇപ്പം ഞാൻ JNU പഠിക്കുമ്പോൾ ആ വർഷം ഞാൻ മാത്രമാണ് ആകെ കേരളത്തിൽ നിന്ന്. ഞാനാണ് ആ ലാസ്റ്റ് 89 ബാച്ച്. 91 ശേഷം ഈ സീറ്റ് എക്സ്പാൻഷനൊക്കെ വന്ന ശേഷം JNUവിൽ 90s ധാരാളം പെൺകുട്ടികളോട് പഠിക്കാൻ പോകുന്നു. അപ്പോൾ JNU മാത്രമല്ല HCUലാട്ടെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ആയിട്ട് പോകും. പഠിക്കാൻ പോകുന്നു പറയുമ്പോഴും ലൈഫ് ഇൻ കേരളത്തിൽ തിരിച്ചു വരാൻ പറ്റുന്നില്ല. അതാണ് വ്യത്യാസം. ഇപ്പം 1930s ബാംഗ്ലൂരല്ല അധികവും മദ്രാസ് പ്രസിഡൻസിയിലും പഠിക്കാൻ പോയ സ്ത്രീകൾ അവിടുത്തെ ഇപ്പം ഈ കൊച്ചാട്ടിൽ കല്യാണിക്കുട്ടിയമ്മയുടെ ജനറേഷൻ അവർ തിരിച്ചു വരുന്നുണ്ട് നാട്ടിൽ. തിരിച്ചു വന്ന് സ്കൂൾ ടീച്ചർമാരായിട്ടും കോളേജ് ടീച്ചർമാർ അതിൽ പലരും ജീവനം കൊണ്ട് ഓടുന്നുണ്ട്. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ളവരൊക്കെ ഇവരെയൊക്കെ പോലെ EK ജാനകി അമ്മാളിനെ പോലുള്ളവരൊക്കെ ജീവനം കൊണ്ട് അവർ മാത്രമല്ല TS സരസ്വതി അമ്മ മരിച്ചുപോയില്ലേ, നമ്മുടെ രാജലക്ഷ്മി എഴുത്തുകാരിയില്ലേ, അവരുടെ മൂത്ത സഹോദരി വളരെ ടാലൻറ്റഡായ ഒരു മാത്തമാറ്റീഷ്യനായിരുന്നു. ഇന്ത്യൻ മാത്തമാറ്റിക്സിനെ കുറിച്ച് ഇപ്പോഴും ഏറ്റവും നല്ല പുസ്തകങ്ങൾ TS സരസ്വതി അമ്മയ്ക്ക് ഒരു മെമ്മോറിയൽ ലെക്ചർ ഉണ്ട് കേരളത്തിൽ. അതാണ് അപ്പം TS സരസ്വതി അമ്മയ്ക്ക് കേരളത്തിൽ നിൽക്കും. അവരൊക്കെ ജീവനം കൊണ്ട് ഓടിയവര്. അപ്പൊ അങ്ങനെ ഒരുപാട് ടാലന്റായ സ്ത്രീകൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. They have not come back and they have not left no trace here. Even post 90s post 2000 ഇവരുടെ ലിവ്ഡ് റിയാലിറ്റി ഭയങ്കര കോൺട്രഡിക്ടറി ആവും. അപ്പൊ ഇവിടെ അവർക്ക് പറ്റുന്നില്ല. പലരും കേരളത്തിന് പുറത്തല്ലേ. പക്ഷെ ഇപ്പോഴത്തെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ തിരിച്ചു വരാമെന്ന് തീരുമാനിക്കുന്ന സ്ത്രീകളുടെ സ്ഥിതി പോലും നിങ്ങൾക്കറിയാമല്ലോ. എവിടെ ജോലി കിട്ടാന്? ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കോളേജസിലാണ് ജോലി കിട്ടാൻ സാധ്യത. എന്താ പറയുക, പ്രൈവറ്റ് കോളേജിലൊക്കെ നല്ലപോലെ ഈ കാശ് കൊടുക്കാതെ എവിടെയെങ്കിലും കിട്ടുമോ? പക്ഷെ ഇടക്കാലത്ത് എനിക്ക് തോന്നി ഒരു സൊസൈറ്റി ഫ്ലക്സിലായ ഒരു സമയം ഉണ്ടായിരുന്നു തോന്നി. ഒരു റിസർച്ച് പേപ്പർ ഉണ്ടായിരുന്നു, ഒരു ഐ തിങ്ക് സംവെയർ ഇൻ ദ മിഡ് 2000s ഒരു ഫോറിൻ കക്ഷി നമ്മളെ കണ്ണൂർ വന്ന് കുറച്ച് കാലം താമസിച്ചിട്ട് ജീൻസിനെ പറ്റി ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ജീൻസ് ആൻഡ് മോഡേണിറ്റി. വാട്ട് ഹി ഫൗണ്ട് വാസ് കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്ത് പോയിട്ട് പഠിക്കുന്ന പെൺകുട്ടികൾ ട്രെയിനിൽ കയറിയും ട്രെയിനിൻ്റെ അകത്തുനിന്ന് ജീൻസിലേക്ക് മാറി. അവിടെ സൽവാർ കമ്മീസ് ചുരിദാർ സാരിയൊക്കെ ആണെങ്കിൽ അത് ട്രെയിനിൻ്റെ അകത്തുനിന്ന് ജീൻസിലേക്ക് വരും. മംഗലാപുരത്ത് ജീൻസിൽ നടക്കുകയും തിരിച്ച് കണ്ണൂരിലേക്ക് വരുമ്പോൾ ഇപ്പം നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന പെൺകുട്ടികൾ എൻ്റെ ജനറേഷനിൽ പോലും ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അമ്മയൊക്കെ പറയുമായിരുന്നു, കണ്ടില്ലേ അവരൊക്കെ അവിടെ പോയിട്ട് ബാംഗ്ലൂരിൽ പോയാലും എന്തെങ്കിലും നാട്ടിൽ വന്ന് സാരിയൊക്കെ കൊടുത്ത് അമേരിക്കയിൽ നിന്ന് വരുന്നവരുടെ പിന്നെ എന്താ പറയുക വേഷഭൂഷാദികൾ ഇത്രയും നല്ല നാട്ടിൽ വന്നു കഴിയുമ്പോൾ സാരിയെ ഉടുക്കത്തുള്ളൂ. പൊട്ട് തൊട്ട് കണ്ണെഴുതി ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് എന്തോ ഒരു നല്ല പിള്ളേരാ. നിനക്കൊക്കെ എന്തിൻ്റെ കുഴപ്പമോ? കണ്ടില്ലേ അവരൊക്കെ അന്യനാട്ടിൽ പോയി കിടന്നിട്ട് അവർക്ക് വലിയ മട്ടുണ്ടോ ഭാവമുണ്ടോ? ഇവിടെ നിനക്കൊക്കെ എന്നൊക്കെ എന്നെ പറഞ്ഞാൽ ഇവരവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് നമുക്കറിയാം. അത് പക്ഷേ അത് എനിക്ക് തോന്നുന്നു പൊളിച്ചത് ഈ കിസ് ഓഫ് ലവ് ആണ്. അത് ഞാൻ ഇപ്പോഴും നമ്മൾ ഈ CJP സമരത്തെ പറ്റി പറയുമ്പോഴും വൈ ഹാസ് ദാറ്റ് ഇതാണ് കാരണം അത് വന്നതോടുകൂടി ഈ കിസ് ഓഫ് ലവ് വാസ് എ ഹ്യൂജ് തിങ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, വെരി അണ്ടർറേറ്റഡ്. കിസ് ഓഫ് ലവിലെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഈ CJP സമരത്തിൽ കാണുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതില്. അപ്പൊ അതായത് ഉദാഹരണത്തിന് ഈ ഇറവറൻസ് ആയിരുന്നു അതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഒരു തരത്തില് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും കോൺഗ്രസ് ആകട്ടെ CPM ആകട്ടെ ഓഫ് കോഴ്സ് BJP ആകട്ടെ ഈ കിസ് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു, ഞങ്ങളിതാ 3:30 കിസ് ചെയ്യുന്നുണ്ടെന്ന് പറയും. ഉടനെ വടിയും വാളും ഒക്കെ കൂടെ പിണറായി വിജയന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ബെഡ്റൂമിൽ ചെയ്യേണ്ടത് ചെയ്യരുത്. അപ്പം 3:30 ഞങ്ങൾ ഉമ്മ വയ്ക്കാൻ പോകുന്നു എന്ന് പറയും. അപ്പോൾ ഉടനെ എല്ലാവരും കൂടെ വടിയും വാളും ഒക്കെ എടുത്തോണ്ട് വരും. അപ്പോൾ പെട്ടെന്ന് അനൗൺസ്മെന്റ് വരും, ഞങ്ങൾ 3:30 ഉമ്മ വയ്ക്കുന്നില്ല, 5:30 ഉമ്മ വയ്ക്കാം. ഉടനെ 5:30 ആവുമ്പോൾ എല്ലാം കൂടെ ചാടിക്കൊണ്ട് വരുന്നു. മരത്തിന്റെ മുകളിലൊക്കെ ആൾക്കാർ 5:30 ഒരു മൂടില്ല, അതുകൊണ്ട് ഞങ്ങൾ രാത്രി 9:30 ഇങ്ങനെ വട്ടാക്കാന്ന് പറയും. മറൈൻ ഡ്രൈവിൽ ആള് കൂടിയിട്ട് നിൽക്കാൻ സ്ഥലമില്ലാതെ മരത്തിന്റെ മുകളില് സെന്റ് തെരേസാസിന്റെ മതിലിന്റെ മുകളില് ഗസ്റ്റ് ഹൗസിന്റെ മതിലിന്റെ മുകളിലൊക്കെ ആൾക്കാർ കയറി നിന്നിട്ട് ആരെങ്കിലും ഒന്ന് കിസ് ചെയ്യുന്നുണ്ടോ? അതെ, അത് ഈ റിയാക്ഷണറി കാണാൻ വേണ്ടിയിട്ട് ഇവരെയൊക്കെ വിഡ്ഢികളാക്കുക എന്ന് പറയുന്നത്.
ഈ വന്നവന്മാരെ മുഴുവൻ വിഡ്ഢികളാക്കും. അപ്പൊ റോയിട്ടേഴ്സ് വരുന്നു, ന്യൂയോർക്ക് ടൈംസ് വരുന്നു, എല്ലാവരും വന്ന് കവർ ചെയ്യാൻ വരുന്നു. പിന്നെ അങ്ങനെ ഇട്ട് ഓടിക്കുക. അപ്പം കോഴിക്കോട് നടന്നത് ഭയങ്കര വയലൻസ് ആയിരുന്നു, ഭയങ്കരമായിട്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഇവരെന്തോ ചെയ്യുന്നു, ഇവര് പിന്നെ അവരുടെ പ്ലാനുകൾ അതൊന്നും നടന്നില്ല. പക്ഷെ കാരണം ഇവിടെ പിന്നെ നമ്മുടെ ഇവിടെ തിയറൈസ് ചെയ്ത് നശിപ്പിച്ചൊരു സമരം. ഇവിടുത്തെ ദലിത് തിയറിസ്റ്റുകളും ഇവിടുത്തെ എന്താ പറയാ ഇസ്ലാമിക് ബുദ്ധിജീവികൾ എല്ലാവരും കൂടെ തിയറൈസ് ചെയ്ത് കൊന്ന സമരം അത്. അതിനെ വളരെ എന്താ പറയാ അതിനെ കുറെ കൂടെ ഒരു എന്താ പറയാ അവരുടെ ക്രിട്ടിക്സ് ഒക്കെ തെറ്റാണെന്നല്ല പറയുന്നത്. ആ ക്രിട്ടിക്സ് പലതും ശരി തന്നെയായിരുന്നു. പക്ഷെ ആ ക്രിട്ടിക്സിനൊത്ത് മാറാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ വന്ന 1.5 ലക്ഷം പേരാ. അപ്പൊ യു ഹാഡ് എ ചാൻസ് ഓഫ് ഡ്രോയിങ് ദം ഇൻ എ ഡിഫറെന്റ് ഡയറക്ഷൻ. പക്ഷെ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ഈ രണ്ട് കൂട്ടരും കൂടെ ആരാണ് നമ്മുടെ ദലിത് തിയറിസ്റ്റുകളും കേരളത്തിലെ പത്രങ്ങൾക്ക് ഫ്രണ്ട് പേജില് ഒരാണും പെണ്ണും ഒരു പോലീസ് ജീപ്പിന്റെ ഒരു പോലീസ് വാനിന്റെ കമ്പികളുടെ പുറകിൽ നിന്ന് കിസ് ചെയ്യുന്ന ഒരു പടം പ്രിന്റ് ചെയ്യേണ്ടി വന്നു. ഇവരുടെ എനിക്ക് എന്നോട് പറഞ്ഞതാണ് ഒരു പ്ലാൻ. അതായത് പോലീസ് സ്റ്റേഷൻസിന്റെ മുമ്പിൽ കോഴിക്കോട് ഇവരെ തല്ലിയ പോലീസ് സ്റ്റേഷൻസിന്റെ മുമ്പിൽ ഇവര് പിന്നെ ഇത് നടത്തുക, എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ സപ്താഹം നടത്താം. 7 ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ ഉറക്ക വായിക്കുക. എല്ലാവരും കൂടെ ഇരുന്ന് ഉറക്ക കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുക. അപ്പൊ തല്ലാൻ പറ്റുമോ? പറ്റൂലല്ലോ. അങ്ങനെയൊക്കെയുള്ള അതായത് ഡൊണേറ്റ് ബനാന എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക്. അതായത് ഹനുമാൻ സേന വിശന്നിട്ട് പാവങ്ങൾ ഇറങ്ങി നടക്കുകയാണ്, എല്ലാവർക്കും ഓരോ പഴം വീതം മേടിച്ചു. അപ്പൊ ഇപ്പം നമ്മൾ ഈ CJP കാണുന്ന ഹ്യൂമറും ഈ ഡിഫയൻസും ഒക്കെ പിന്നെ ഈ പറഞ്ഞ ഈ ഡിസിപ്ലിനറി ആയിട്ടുള്ള എല്ലാ പതിവുകളെയും തകർത്ത് കളയും എന്നുള്ള ആ ഒരു ഇത് അത് അന്നുണ്ട്. അത് കേരളത്തിലുണ്ടാക്കിയ മാറ്റം ചെറുതല്ല. അതിന് ശേഷം പെൺകുട്ടികളിടുന്ന വസ്ത്രമാകട്ടെ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നടന്നു പോകുന്നതാകട്ടെ, ഈ പറയുന്ന പോലെ സൗഹൃദങ്ങളാകട്ടെ, അത് ഈ കോളേജുകളിലൊക്കെ കടന്ന് ഇപ്പം അതുവരെ ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ എനിക്കറിയാം ആൺകുട്ടി നമ്മുടെ തന്നെ പല ഇപ്പോൾ കനിയൊക്കെ എന്തുമാതിരി സ്ട്രഗിൾ ചെയ്തതാണെന്നറിയോ തിരുവനന്തപുരത്ത് കിടന്ന്. ഷീ ഫോട്ട് ലൈക്ക് മാഡ്. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഷീ ഹാസ് റിയലൈസ് ഈ കിടന്ന് ഒറ്റയ്ക്ക് അടികൂടുന്നതിൽ വാട്ട് ഇസ് ടു ബി ഗെയിൻ. സ്കേർട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല, കൈ ഇല്ലാത്ത ഉടുപ്പിട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ. കിസ് ഓഫ് ലവ് കഴിഞ്ഞപ്പോൾ അത് മാറിയെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് തന്നെ മനസ്സിലായി. ഈ SFI ആണല്ലോ അവസാനം അത് ഏറ്റെടുത്തത് ആ സമരത്തിന്റെ ലാസ്റ്റ് ഘട്ടത്തിൽ. പക്ഷെ അവർക്ക് പോലും ഹഗ് ഓഫ് ലവ് എന്നൊക്കെ പറഞ്ഞാൽ എന്നാ കാരണം പിണറായി വിജയന്റെ സമ്മതം കിട്ടാത്തതുകൊണ്ട്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ് ഐ എം സെയിങ് ഇറ്റ് ക്രിയേറ്റഡ് അത് ഉണ്ടാക്കിയ ഒരു തരംഗം ചെറുതല്ല. അപ്പൊ അത് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്തുകൊണ്ട് വാട്ട് പ്രിവെന്റ്സ് us from claiming the kiss of love as a part of the repository of Malayali heritage? What stops us from? It is. ഇന്ത്യയിൽ CJP ആണത് അതിനെ പൊളിറ്റിസൈസ് ചെയ്യുകയും അതിനെ ഈ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയക്കാരുടെ ഒന്നും ഭാഗ്യത്തിന് അവരെ നിസ്സാരന്മാരാണെന്ന് വിചാരിച്ചത് കൊണ്ട് അവരെ എല്ലാവരും അവഗണിച്ചത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ അവർ CPM-ൻ്റെ അടുത്ത് CPM അല്ല, ഡൽഹിയിൽ CPM ഒന്നുമില്ല, അവിടെ ഉള്ളത് ICയും SFI ഒക്കെയാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. കേരളത്തിൽ അങ്ങനെ അല്ലായിരുന്നു. ഇങ്ങനെ കേരളം പോലെ മൈക്രോ ഫാസിസം പെർവേസ്, നമ്മുടെ സ്കൂളുകൾ മൈക്രോ ഫാസിസ്റ്റ് ഇടങ്ങളാണ്, മിക്കവാറും ഉള്ള സാമൂഹ്യ ഇടങ്ങളെല്ലാം മൈക്രോ ഫാസിസ്റ്റ് ഇടങ്ങളാണ്. ഈ മൈക്രോ ഫാസിസത്തിനെ തകർത്ത് കളഞ്ഞ വലിയൊരളവിൽ ആ കോട്ട പൊളിച്ചു. ഇപ്പോഴും ഉണ്ട്. അവർ കെട്ടാൻ നോക്കുന്നു, അത് വീണ്ടും പൊളിയുന്നു. ആ പൊളിയുമ്പോൾ അവർ പിന്നെ എന്താ പറയുക ഹിന്ദുത്വവാദികളെ വിളിച്ച് കോൺട്രാക്ട് കൊടുക്കുന്നു. അതുകൊണ്ടാണല്ലോ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്നത്. പഴയ പോലെ സമുദായത്തിൽ ഒരു സമുദായത്തിൽ അതായത് ക്രിസ്തീയ സമുദായമായാലും മുസ്ലിം അങ്ങനെയൊന്നും ഓടിപ്പോകുന്നൊന്നും ഇല്ല, അത് വേറെ കാര്യം. പക്ഷെ ഓടിപ്പോകുന്നുണ്ടെന്നുള്ള പേടി കൊണ്ട് ഈ അവർ ഔട്ട്സോഴ്സ് ചെയ്യല്ലേ, ഈ വയലൻസിനെ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പറയുന്ന ബജ്രംഗ് ദളിനെ ഇതിനെയൊക്കെ അവരൊക്കെ വന്ന് ഇത് ഏറ്റെടുക്കുന്ന രീതിയിൽ ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു ഡിസ്കോഴ്സ് ഉണ്ടാക്കി. ഈ ഭീതി കൊണ്ടാണ് അതുണ്ടാകുന്നത്, അതായത് പൊളിഞ്ഞു പോയി എന്നുള്ളത്. അപ്പോൾ അത് ഈ ചെറുപ്പക്കാരുടെ അന്നത്തെ ആ ഒരു ധൈര്യം അത് കേരളത്തിന്റെ ഹെറിറ്റേജ് ആണ്. എനിക്ക് അതിന്റെ ഫേസസ് ആയിരുന്ന ആൾക്കാർ പിന്നെ അത് വളരെ എന്താ പറയാ കേസിലൊക്കെ പെടുകയും അങ്ങനെ അവര് പറയുന്നത് അവരെ പെടുത്തി എന്നാണ് അവർ പറയുന്നത്, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിന്റെ ഫേസസ് എന്ന് പറഞ്ഞാൽ ആരാ അവരെ ഫേസസ് ആക്കിയത്? അവരും ലീഡേഴ്സ് ഒന്നും അല്ലായിരുന്നു. എറണാകുളത്തെ കിസ് ഓഫ് ലവിന്റെ ആക്ടിവിസ്റ്റുകളാണ്, നമുക്കറിയാവുന്ന ഫെമിനിസ്റ്റുകൾ തന്നെയായിരുന്നു. ജോളിയെ പോലെ ജോളി ചെറിയത്തിനെയൊക്കെ പോലെയുള്ളവരായിരുന്നു. അതിന്റെ ജോളിക്കൊന്നും
അർഹിക്കുന്ന ക്രെഡിറ്റ് കിട്ടിയിട്ടില്ല. അതെ. അതിന് പകരം ഈ മീഡിയക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കപ്പിൾ, ടെക്കി കപ്പിൾ, അന്നത്തെ ഇന്ന് അത് അത്രയും സെക്സി അല്ല, കാരണം ഇന്ന് ടെക്കിന്റെ കാര്യം AI വന്നതോടുകൂടി കുഴപ്പത്തിലാണ്. പക്ഷെ അന്ന് ഒരു ടെക്കി കപ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹിറ്റാണ്. അവരെ ഇത്രയും പൊക്കിക്കൊണ്ട് വന്നത് ആരും പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് അത് പോയതുകൊണ്ടും കൂടിയാണ്. അത് അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് അത് പോയത് കൊണ്ടാണ്. ഞാനന്ന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വർക്ക് ചെയ്യും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനന്ന് സിറ്റി എക്സ്പ്രസ് നമുക്കൊരു റോളുണ്ട്. ഞാൻ വിചാരിച്ചു കിസ് ഓഫ് ലവിന് ചെറിയ ചർച്ചകളൊക്കെ ഫേസ്ബുക്കിൽ വരുന്നേ ഉള്ളൂ. സോ വാട്ട് വി ഡിഡ് ഇസ് വി കോൾ എസ്റ്റാബ്ലിഷ്ഡ് ഗൈസ്, ആഷിഖ് അബു, അങ്ങനത്തെ സിനിമാക്കാർ, രാഷ്ട്രീയക്കാർ, അങ്ങനെ കുറേ ആൾക്കാരെ വിളിച്ചിട്ട് ഇവരെല്ലാം റിയാക്ഷൻ വെച്ചിട്ട് ഒരു പേജ് കൊണ്ട് ചെയ്തു. അപ്പം ദെൻ ഇറ്റ് ബിക്കെയിം യു നോ ദ സിറ്റി ഈസ് ടോക്കിംഗ് അബൌട്ട് കിസ് ഓഫ് ലവ് നെക്സ്റ്റ് ഡേ, ഈ രീതി. പക്ഷെ എനിക്കൊരു സംശയമുള്ളൂ, ഇത് നമ്മൾ ഈ ഇപ്പോൾ കിസ് ഓഫ് ലവ് കഴിഞ്ഞിട്ട് 10-14 വർഷമായി, ഇന്ന് നമുക്കിത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. ഇത് പല കാര്യം ഇപ്പൊ ഇവിടെ മാനവീയം വീതി, തിരുവനന്തപുരത്ത് മാനവീയം വീതി, എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ഇപ്പോഴും മറ്റേ ആ അബ്ദുൽ കലാം മാർഗിൽ അവിടെ കൊട പിടിച്ചിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം ഇത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. നോബഡി ഈസ് ഗോയിങ് ടു ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ സദാചാരവാദികൾ എന്നുള്ള ഊക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ആൾക്കാർ പോകുന്നില്ല, ആ രീതിയിൽ പോവുകയാണ്. സോ പക്ഷെ അതേസമയം ഓൺ ദ അതർ സൈഡ് ഇപ്പം വനിതാ മതിൽ വെക്കുമ്പോൾ അതിപ്പോൾ നാമജപയാത്രയുണ്ട്. മാം തന്നെ ഒരു പുസ്തകം എഴുതുന്നു, കുലസ്ത്രീയും ചന്തപ്പെണ്ണും ഉണ്ടായത്. ഈ ഒരു കുലസ്ത്രീ കൾച്ചറും ആ സൈഡിൽ വളർന്നു. അല്ല, അതെന്തായാലും അതുണ്ട്. പക്ഷെ അതിന് ഒത്തിരി കോൺട്രഡിക്ഷൻസും ഉണ്ട്. ഈ കുലസ്ത്രീ കൾച്ചറിന്റെ ഉള്ളിൽ തന്നെയും പല നമ്മൾ പ്രതീക്ഷിക്കാത്ത വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അല്ലേ, ഐ മീൻ ബിഫോർ ദാറ്റ് ലെറ്റ് മീ ടെൽ യു അബൌട്ട് ദിസ് അതർ തിങ്. ഈ കിസ് ഓഫ് ലവിൻ്റെ സബ്വേഴ്സീവ് ആയിട്ടുള്ള ഒരു ഫുൾ പൊട്ടൻഷ്യല് എനിക്കൊന്ന് നമ്മൾ ഫുള്ളി അംഗീകരിക്കണം എന്തെങ്കിലും പറയുന്നതിന് മുമ്പ്. ഈ തിരുവനന്തപുരത്ത് ഞങ്ങളാണ് നടത്തിയത് കിസ് ഓഫ് ലവ്, ഞങ്ങൾ കുറച്ച് പേര്. അപ്പോൾ മറ്റേ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ വേദിയിലാണ് ഞങ്ങളത് ചെയ്തത്, മനഃപൂർവ്വം തന്നെ ആ ഒരു ഇത് വരാൻ. അപ്പോൾ എന്നെ കിസ് ചെയ്യാൻ ആരുമില്ല, ഈ ചെറുപ്പക്കാർ പെൺപിള്ളേരെയൊക്കെ കിസ് ചെയ്യാൻ ആൾക്കാരുണ്ട്, നമുക്കാരുമില്ല. അപ്പോൾ അപ്പോൾ ഒരു പെങ്കൊച്ചവിടെ നിൽക്കുന്നുണ്ട്, അതിനെ കിസ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മളെന്നാ പോട്ടെ, അവൾ ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കിസ് ചെയ്തു. അപ്പോഴുടനെ പത്രക്കാരൊക്കെ കൂടെ ചാടി വീണ് ഇത് എന്തുവാണ്, ഇത് ലെസ്ബിയൻ ഇതാണോ, ലെസ്ബിയനിസം ആണോ, അതിനെയും അതാണോ എന്നൊക്കെ പറയാം. അപ്പം ഞാൻ പറഞ്ഞ ആർക്കറിയാം, ചിലപ്പോൾ എത്ര പേര് നിങ്ങളെല്ലാം ഈ കേരളത്തിലെ മെയിൻ സ്ട്രീം കേരളം ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞ് ആത്മഹത്യ ചെയ്ത എത്രയോ ലെസ്ബിയൻ ആത്മാക്കൾ ഈ കേരളത്തിലുണ്ട്, നമുക്കറിയാം. അതിൽ ഒരു ആത്മാവെൻ്റെ ശരീരത്തിൽ കയറിയതായിരിക്കാനാണ് സാധ്യത. എന്താ നമുക്ക് പറയാവുന്നൊരു became a place. ഈ ഇറവറൻസ് കൊണ്ടാ. ഇമാജിൻ, ഞാൻ ആ സമയത്ത് ഐ എം എ സീനിയർ അക്കാഡമിക്, ഓക്കെ, ആൻഡ് എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഏറ്റവും ടെക്നിക്കലായ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഞാൻ ഇത്രയും ഇറവറൻ്റ് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? അതുണ്ടാക്കിയ ആ ഇറവറൻസിന്റെ സ്പേസാണ്, ആ സ്പേസാണ്. അത് നമുക്ക് ഒരു തുറവി എന്നൊക്കെ പറയില്ലേ, മഹാതുറവി. ആ മഹാതുറവിയുടെ ഒരു ചെറിയ കാലമായിരുന്നു അത്. അത് പറഞ്ഞിട്ടാണ് മീഡിയ അതിലേക്ക് വന്നത്. അതിന്റെ ആ ഒരു സ്ലീസ് കണ്ടിട്ടും കൂടിയാണ്. പക്ഷേ ഈ ട്രെഡ് വൈഫിന്റെ കാര്യം പറയും. ട്രെഡ് വൈഫ് ഓഫ് കോഴ്സ് ഇസ് എ കോംപ്ലിക്കേറ്റഡ് തിങ്, കാരണം അതൊരു പെർഫോമൻസ് ആണ്. ബട്ട് ട്രെഡ് വൈഫ് ഇസ് എ കോൺട്രഡിക്ഷൻ ഇൻ ടേംസ്. വീട്ടിലിരുന്ന് ഭർത്താവിനെ സേവിച്ച് കുട്ടികളെ സേവിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അതിനെ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിനെ കാണിച്ചു കൊടുക്കുന്ന വീഡിയോസാണ്. അതിന് കാശ് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ ഇൻ ടേംസ്, യു നോ. സോ യു ആർ ബേസിക്കലി വർക്കിംഗ്, you are basically creating content for a media giant called YouTube or whatever, and you are making money, Instagram or whatever, and making money out of it. So sorry, Tread Wife is not, Tread Wife is a performance for which അതിപ്പോൾ സെക്സ് പെർഫോമൻസ് എത്രയോ പേരോ ഓൺലൈൻ ചെയ്യുന്നു. അതുപോലെ ചില പെണ്ണുങ്ങൾ ദേ ചൂസ് ടു ഡു സെക്സ് പെർഫോമൻസ്. അത് ചുമ്മാ ഒരു എൻ്റെ ദൈവം, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു US ബേസ്ഡ് ഒരു സ്ത്രീയാണ്, ഒരു മലയാളി സ്ത്രീ, ആൻഡ് ഷീ സപ്പോസ് ടു ബി ഹോട്ട് ആൻഡ് ഓൾ. അപ്പം ഞാനിത് ആരാണ്, അപ്പം നമ്മുടെയൊക്കെ പ്രായമാണ്, അപ്പം നമുക്കൊക്കെ വല്ല ചാൻസും ഉണ്ടോ? നമ്മുടെയൊക്കെ പ്രായത്തിലേ ഒന്ന് പോയി നോക്കിയപ്പോൾ ഒരു സാധാരണ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഐ മീൻ നമ്മുടെയൊക്കെ പ്രായത്തിൽ പോലെ അവിടെ ഇവിടെയൊക്കെ തൂങ്ങിക്കിടക്കുന്ന മാംസമൊക്കെ തൂങ്ങിക്കിടക്കുന്ന ഒരു സാധാരണ ഒരു സ്ത്രീ. അപ്പോൾ അവരുടെ സെക്സ് പെർഫോമൻസിന് വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുമോ എന്തോ വരാൻ പോകും. നോക്കുമ്പോൾ അവർ ഒരു ഈ ക്രോപ്പ് ടോപ്പും ഒരു പാൻസും ഒക്കെ ഇട്ടിട്ട് അവരൊരു എക്സസൈസ് സൈക്കിളിൽ അവർ ചവിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ആ ചവിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ നെഞ്ചും ശരീരം ഒന്നും അനങ്ങത്തില്ലേ. അപ്പം ഞാൻ കാത്തിരിക്കുക, ഇതുവരെ വരുന്നില്ല, ഇതെന്തിനാ വരാത്തത്. അപ്പം ഞാൻ എൻ്റെ മകളോട് ചോദിച്ചിട്ട് ഇത് കുറേ നേരം ആയാലും ഇത് ഒത്തിരി സമയം എടുക്കുമോ? അമ്മേ, ഇതാണ് അവരുടെ പെർഫോമൻസ്.
അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് എന്റെ ഈശോ ഇവന്മാരെന്താവാന്നേ നാട്ടിലുള്ളവര്. അപ്പൊ ഇത് സെക്സ് പെർഫോമൻസ് ആണ്. അപ്പൊ ഇത് എൻജോയ് ചെയ്യുന്ന ഇതിനു വേണ്ടി കാശ് കൊടുക്കുന്ന കുറെ, അതുപോലെ ഈ ട്രെഡ് വൈഫിന്റെ പെർഫോമൻസിന് കാശ് കൊടുക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ ഇത് അങ്ങനെ ആ രീതിയിൽ ഇപ്പൊ ഈ സ്ത്രീ അങ്ങനെ ജീവിക്കുന്നു എന്ന് ഈ എൻ്റെ തലമുറയിലൊക്കെ പെട്ട, ഐ മീൻ അതായത് കമ്പ്യൂട്ടർ ജനിക്കുമ്പോഴേ കമ്പ്യൂട്ടർ കാണാതെ ഇന്റർനെറ്റ് കാണാതെ വളർന്ന തലമുറയിൽപ്പെട്ട പൊട്ടന്മാരിൽ കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്നുണ്ടാവും. ഈ ഏതെങ്കിലും ജെൻസി പിള്ളേർ വിശ്വസിക്കുമോ ഇവരുടെ ഈ ലൈഫാണ് അത് റിയൽ ലൈഫ് എന്ന്? കൊച്ചു പിള്ളേർ വിചാരിക്കുമായിരിക്കും. അതായത് അവർ ടീനേജേഴ്സ്, അതായത് ഇങ്ങനെ ഓരോന്നിൽ പെട്ടുപോകില്ലേ ഈ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെയുള്ള ഓരോ കള്ളത്തരങ്ങൾ വിശ്വസിക്കുന്ന, എന്ന് വെച്ചാൽ ലോകപരിചയം ഇല്ലാത്തത് കൊണ്ട് വിശ്വസിച്ച് പെട്ടുപോകുന്ന പാവപ്പെട്ട കുഞ്ഞു പിള്ളേരൊക്കെ കാണും. പക്ഷെ ഒരുമാതിരിപ്പെട്ട ജെൻസി പിള്ളേരൊന്നും തന്നെ ഈ ട്രെഡ് വൈഫിന്റെ പെർഫോമൻസ് അവരുടെ റിയൽ ലൈഫാണെന്ന് വിചാരിക്കാൻ സാധ്യത കുറവാണ്. ഇതിൽ തന്നെ ഒരു സാധനമില്ല, ഈ ട്രെഡ് വൈഫ് കേരളത്തിൽ എസ്പെഷ്യലി ഒരു ബേസ് ലെവൽ കഴിഞ്ഞിട്ടുള്ള ട്രാഡേ ഉള്ളൂ. അതായത് എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു certain level of emancipation they are also taking for granted. അല്ല അതാണല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അവരിടുന്ന വസ്ത്രം, ഇപ്പം സാധാരണ വീട്ടിലെ വല്യമ്മമാരിടുന്ന പോലത്തെ അടുക്കളയിൽ ഇട്ടുകൊണ്ട് നിൽക്കുന്ന വസ്ത്രമാണോ അവരുടെ? അല്ലല്ലോ. അപ്പൊ അതൊക്കെ വളരെ മാറി, ആ കാലമൊക്കെ മാറി, കുറെ കൂടെ ഒരു സഹിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു തരം ഡൊമസ്റ്റിസിറ്റി എത്തിയ ശേഷം പക്ഷെ അതുപോലും പെർഫോം ചെയ്യാണ്. ഈവൻ ദാറ്റ് ഇസ് എ പെർഫോം. സോ ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. ബട്ട് അങ്ങനെ അല്ലാതെ ഈ കുലസ്ത്രീ നില കാംക്ഷിക്കുന്ന സ്ത്രീകൾ, കുലസ്ത്രീ എന്ന് പറയുമ്പം എനിക്കതിൽ കുറച്ച് ഒബ്ജെക്ഷൻസ് ഒക്കെ ഉണ്ട്. കാരണം 1930s കുലസ്ത്രീ അല്ല ഈ കുലസ്ത്രീ. ബട്ട് സ്റ്റിൽ ഈ കുലസ്ത്രീ പട്ടം ഇപ്പം ഞാനത് പറയാൻ തുടങ്ങിയത്, ആ ഗ്രീഷ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ ഓർമ്മയുണ്ടോ? വിഷം കൊടുത്ത് എല്ലാവരും ഗ്രീഷ്മയല്ല ഒബ്വിയസ്ലി. ഗ്രീഷ്മയുടെ ഒരു ഉദാഹരണം എടുത്തിട്ട്, ഒരു പരമ്പരാഗത കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പെണ്ണുങ്ങളും അതുപോലെയാണെന്നല്ല. പക്ഷെ അത് ഒരു പഴയ കാലത്തെ പോലെ ഒരു അച്ഛനും അമ്മയും പറഞ്ഞു, കുടുംബക്കാർ പറഞ്ഞു, കുടുംബത്തിൻ്റെ ഒരു മാനത്തിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നു എന്ന് വളരെ സ്വാഭാവികമായിട്ട് ഒരു ട്രാൻസിഷൻ, അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നു, അങ്ങനെ പോകുന്ന തരത്തിലുള്ള സ്ത്രീകൾ ഇന്ന് വളരെ കുറവാണ്. മറിച്ച് വളരെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അവരുടെ ജാതി നോക്കി, ഭർത്താവിൻ്റെ അത് നോക്കി, അതുകൊണ്ടാണല്ലോ കൃഷി ചെയ്ത് ജീവിക്കുന്ന പുരുഷന്മാർക്ക് ഇപ്പം പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടാകാറില്ല. അപ്പം അങ്ങനെ കല്യാണം കഴിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, വലിയ സ്ത്രീധനം കൊടുക്കേണ്ടി വന്നാലും വേണ്ടിയില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് ആരായിരിക്കണം ഭർത്താവെന്ന് കണക്ക് കൂട്ടി കറക്റ്റായിട്ട് അങ്ങനെ നടന്നാൽ മതി. അത് കാശ് കൊടുക്കണമെങ്കിൽ കാശ് കൊടുത്തിട്ടാണെങ്കിലും അങ്ങനെ തന്നെ വേണമെന്ന് വിചാരിക്കുന്ന തരം കുലസ്ത്രീകളെ നമുക്കിപ്പോൾ ഉള്ളൂ. ഒരു ഏജൻസി പ്രയോഗിക്കുന്ന കുലസ്ത്രീകൾ. ഇതിൻ്റെ അകത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. അതൊന്നും പറഞ്ഞാൽ നമ്മുടെ ഫീൽഡ് വർക്കിൽ നമ്മൾ കാണുന്നതാണ്. കാരണം ഈ പലപ്പോഴും ഈ കുലസ്ത്രീ ഒരു വളരെ, അതായത് ഭർത്താവിനോട് അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നവൾ എന്നൊക്കെയുള്ള ആ ഇംപ്രഷൻ ഉണ്ടാക്കുന്നു എന്നല്ലാതെ, അത് പണ്ടും അങ്ങനെയായിരുന്നിരിക്കും, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത്ര ഈ പറഞ്ഞ പോലെ കീഴ്പ്പെട്ട് നിൽക്കുന്ന, കംപ്ലീറ്റ്ലി സബ്മിസീവായിട്ട് കുടുംബങ്ങൾക്കുള്ളിൽ കഴിയുന്ന ഒന്നുമല്ല എല്ലാവരും. ഗെയിം ചെയ്യുന്നുണ്ട് പല രീതിയിൽ, ടു ദ പോയിന്റ്, ആൻഡ് മേ ബി വി ക്യാൻ റാപ്പ് ദിസ് തിങ് ഹിയർ. ഇത് അതായത് പണ്ട് ഈ പറയുന്ന ഒരുപാട് റെസ്ട്രിക്ഷൻസിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഇരുന്ന ഒരു വിഭാഗം ഇപ്പം ദേ ഗോട്ടൺ ടു ദ പോയിന്റ് വെർ ദേ കൻ ഗെയിം ദ സിസ്റ്റം, അല്ലേ? നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ ഇപ്പം നേരത്തെ പറഞ്ഞ സൈക്കിള് ഓടിച്ചിട്ട് അത് വെച്ചിട്ട് അത് കാണിച്ചിട്ട് സൊസൈറ്റിയെ തന്നെ ഗെയിം ചെയ്ത്, വളരെ കോൺഷ്യസ്ലി ഗെയിം ചെയ്ത് കാശുണ്ടാക്കുക, കൈ കാണിച്ചിട്ടോ കാല് കാണിച്ചിട്ടോ, അല്ലെങ്കിൽ ഈവൻ ഈ 60 രൂപ കൊടുത്താൽ സ്ത്രീകളുമായിട്ട് സംസാരിക്കാം. ഐ വാസ് സർപ്രൈസ് ദാറ്റ് ഇത് നമുക്കൊരു 20 കൊല്ലം മുന്നേ നമുക്ക് ആലോചിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ പക്ഷെ സ്ത്രീകൾ ദേ ഹാവ് ഐഡന്റിഫൈഡ് ദാറ്റ് വി കൻ ഗെയിം ദ സിസ്റ്റം ഇൻ ദിസ് വേ. കേരളത്തിലെ ജോലിക്ക് പോകാനും സ്വന്തമായിട്ട് പണം ഉണ്ടാക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും സ്ത്രീകളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെ ഒരു അഗ്നിപർവ്വതം പോലെ നിൽക്കുന്ന ഒരു സാധനമാണ്. കാരണം അത്ര അത് നമുക്കറിയാം, ഫീൽഡിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ്. ജോലി പഴയ പോലെ ഇപ്പോൾ ജോലി വേണ്ടാന്നൊന്നും വിചാരിക്കുന്നവരൊന്നും അല്ല. അവസരം കിട്ടിയാൽ പോകണം. ആൻഡ് ഓൾസോ പണം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്. അതിന് ഒരുവിധം വലിയ സാമൂഹ്യ നഷ്ടങ്ങളില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമ്മതം ഉള്ള ഒരുപാട് പേരുണ്ട്. ഒരു ഉദാഹരണം എന്തെങ്കിലും ഇപ്പോൾ ഈ അടുത്ത് ഫീൽഡ് വർക്ക് പോയപ്പോൾ ഏറ്റവും ഓഫ് ദ ടോപ്പ് ഓഫ് യുവർ ഹെഡ്? ഞാൻ ഈ കഥ, ഇതൊരു കഥയാണ്, കഥയായിട്ട് വെച്ചാൽ മതി. ആയിക്കോട്ടെ. ഇത് ഞങ്ങൾ ഈ
ഇത് 2017 ഞാൻ ഈ ഫീൽഡ് വർക്ക് നടന്നത്, 2018. അപ്പോൾ ഈ സൈബർ ക്രൈമിനെ പറ്റി, അതായത് ജെൻഡർ ബേസ്ഡ് വയലൻസ്, സൈബർ വയലൻസിനെ പറ്റിയുള്ള ഒരു ചെറിയ സ്റ്റഡിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു പോലീസുകാരൻ പറഞ്ഞു തന്ന കഥയായത്. അപ്പോൾ ഈ പോലീസുകാരെപ്പോഴും താല്പര്യം എടുക്കുന്നത് ഈ ഫൈനാൻഷ്യൽ ക്രൈമാണ്. ഫൈനാൻഷ്യൽ ആയിട്ട് ഓരോന്ന് ഈ ക്രൈം ഉണ്ടാവും. അതല്ലെങ്കിൽ ഈ ഭാര്യമാർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ, അതാണ് അവരുടെ വേറെ ഒരു സ്പെഷ്യാലിറ്റി. അതിനും അവർ ഭാര്യമാരുടെ അബദ്ധങ്ങൾ ചിലപ്പോൾ കാമുകൻ അറിയാതെയാണ് ഈ ഭർത്താവിൻ്റെ 4 ലക്ഷം രൂപ കാമുകന് ട്രാൻസ്ഫർ ചെയ്തു, അങ്ങനെയൊക്കെയുള്ള കുറേ പെണ്ണുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പോൾ അത് തിരിച്ച് വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പോലീസ് താല്പര്യം എടുക്കും നല്ലപോലെ. ഇപ്പം ഈ കഥ പറഞ്ഞു തന്ന ഇയാൾ തിരുവനന്തപുരത്ത് നമ്മുടെ സെക്രട്ടറി, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ അയാൾ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മകനാണ്. ചേട്ടനുണ്ട്, അയാൾ ഏതോ ഒരു ഇതുപോലെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഒരു നല്ല ഉദ്യോഗസ്ഥനാണ്. അയാൾ കല്യാണം കഴിച്ചു. ചേട്ടൻ ഒരു മകളുണ്ട്, ഒരു 10-12 വയസ്സുള്ള മകൾ, 14 വയസ്സ് കണ്ടുള്ളൊരു മകൾ. ഇയാൾ അനിയനാണ്, നല്ല പ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അയാൾ സർക്കാർ സർവീസിൽ കയറി. അപ്പോൾ സർക്കാർ സർവീസിൽ കയറിയാൽ നമ്മൾ പിന്നെ എന്തോ ചെയ്യേണ്ട? ആദ്യം ഉടനെ തന്നെ നമ്മുടെ ജാതിയിൽപ്പെട്ട കുലമഹിമയുള്ള ഒരു വധുവിനെ കണ്ടുപിടിക്കണം. അങ്ങനെ അയാൾ കല്യാണം ആലോചിച്ചു. തിരുവനന്തപുരത്ത് തന്നെയുള്ള 2 ബാങ്ക് ഉദ്യോഗസ്ഥരുടെ അങ്ങനെ എന്തോ ഒരു ജോലി, ബാങ്ക് മകള്. ഇപ്പം ആ പെൺകുട്ടിയുടെ ചേട്ടൻ വിദേശത്ത് എവിടെയോ ജോലി ചെയ്യുന്നു. ഈ കുട്ടി ഇളയതാണ്. അതിനെ കല്യാണം കഴിക്കുന്നു. ഒരേ ജാതി, ഒരേ സാമൂഹ്യ എല്ലാം സർക്കാർ ഉദ്യോഗസ്ഥർ, ബാങ്ക് ഉദ്യോഗസ്ഥർ, ഇങ്ങനെയുള്ള ഒരു കല്യാണം കഴിച്ച് ഇതിനെ വീട്ടിൽ കൊണ്ടുവരുന്നു. അപ്പം ഈ കുട്ടി വളരെ ലിസ്റ്റ്ലെസ് ആണ്. അതായത് യാതൊരു അങ്ങനെ ആരോടും അധികം മിണ്ടില്ല, വളരെ ക്വയറ്റ്, അനക്കമില്ല. പക്ഷെ ഭയങ്കര അനുസരണയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വളരെ ഒരു സുഖമില്ല. അപ്പോൾ ആരോ പറഞ്ഞു, ഇത് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പം കുറച്ച് യോഗയൊക്കെ പഠിച്ചാൽ നല്ലതായിരിക്കും. അപ്പം ഇങ്ങനെ വീട്ടിൽ ഇരിക്കാതെ യോഗ സ്കൂളിൽ. അപ്പം എന്നും ഈ കുട്ടിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ഇരിക്കാൻ ഇഷ്ടമല്ല. അപ്പം രാവിലെ അയാൾ ജോലിക്ക് പോകുമ്പോൾ ഇതിൻ്റെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ആക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ അതിന് പകരം ഏതോ ഒരു യോഗ സ്കൂളിൽ ആക്കാൻ തുടങ്ങി. അപ്പോൾ യോഗ പഠിക്കുന്നു. അപ്പോൾ യോഗ പഠിച്ചുകൊണ്ടിരിക്കുമ്പം കുറച്ച് ഭേദപ്പെട്ടു, എൻ്റെ ആപ്പിറ്റൈറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. പക്ഷേ ഈ കുട്ടിക്ക് സെക്സിൽ ഒരു താല്പര്യവുമില്ല. അപ്പം അപ്പോൾ ഉടനെ കിട്ടിയ എക്സ്പ്ലനേഷൻ, യോഗയൊക്കെ അല്ലേ പഠിക്കുന്നേ, അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും ആത്മീയമായ ഒരു ലെവലിലോട്ടൊക്കെ പോകുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഇയാളുടെ ഒരു കൂട്ടുകാരൻ ഇയാളെ ഒരു ക്ലിപ്പ് കാണിച്ചു. അപ്പോൾ അതിൽ ഒരു തടിയൻ വെള്ളക്കാരൻ, ഒരു പ്രായമുള്ള ഒരു തടിയൻ വെള്ളക്കാരന് ബ്ലോ ജോബ് ചെയ്തു കൊടുക്കുന്ന ഒരു സ്ത്രീ ആണ്. ആ സ്ത്രീയെ കണ്ട ഇവരുടെ ഷീസ് നേക്കഡ്. അപ്പം ആ സ്ത്രീയുടെ ബാക്കിൽ എങ്ങാണ്ട് എന്തോ ഒരു ചുട്ടിയോ മറുകോ എന്തോ ഉണ്ട്. അപ്പോൾ ഈ സാമ്യം കണ്ടുകൊണ്ടാണ് ഈ കൂട്ടുകാരൻ കാണിച്ചു കൊടുത്തത്. ബട്ട് ഹീ റിയലൈസ് ദാറ്റ് ദിസ് ഇസ് നോബഡി എൽസ് ബട്ട്. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഇയാൾ വീട്ടിൽ ഇത് അവതരിപ്പിച്ചപ്പോഴേക്കും ഈ കുട്ടി കരച്ചിലായി, ബഹളമായി. അപ്പം ആ സമയമായപ്പോഴേക്കും ഈ കുട്ടി വളരെ വീട്ടുകാരോടൊക്കെ ഭയങ്കര സ്നേഹവും. അപ്പം അമ്മായിയമ്മയുടെ ബർത്ത്ഡേക്ക് എന്തോ ഡയമണ്ട് നെക്ലസ് വാങ്ങിക്കൊടുത്തു. അപ്പോൾ അത് എങ്ങനെയാന്ന് ചോദിച്ചു പറഞ്ഞാൽ ബ്രദർ ഇങ്ങനെ അയച്ചു കൊടുത്ത ആണ്. അപ്പോൾ ബ്രദർ പുറത്തല്ലേ, അപ്പോൾ കൊടുത്തതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. ഈ ചേട്ടൻ്റെ മോളോട് ഭയങ്കര സ്നേഹം, എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. അവസാനം അപ്പോൾ ഇതിങ്ങനെ കിട്ടിയപ്പോൾ ഈ വഴക്ക് ഇവർ തമ്മിലപ്പം പല കാര്യം. ഇപ്പം ഇയാളെ അടുപ്പിക്കത്തില്ല, വാട്ട് എവർ റീസൺസ്. സോ ഹി വാസ് ഫ്രസ്ട്രേറ്റഡ് ബിക്കോസ് ഹിസ് വൈഫ് വാസ് നോട്ട് എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വഴക്കിനിടയിൽ എന്തോ ഇവള് പറഞ്ഞെന്ന്, തന്നെ എനിക്ക് അത്ര അത്യാവശ്യമൊന്നുമില്ല, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വിതിൻ 3 മാസം എനിക്ക് റഷ്യയിലോട്ട് താമസം മാറ്റാൻ പറ്റും എന്നൊക്കെ. റഷ്യ എന്ന് കേട്ടപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് കത്തി. കാരണം ഏതോ ഒരു റഷ്യക്കാരൻ്റെ പടമാണ്. പെട്ടെന്ന് കുറച്ചും കൂടി ഇയാളൊന്നു ജാഗരൂകനായി. പക്ഷെ ഇയാൾക്ക് ഒരു തെളിവിൻ്റെ പൊടി പോലും കിട്ടിയില്ല. പക്ഷെ പിന്നെന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ കുട്ടി ഒരു മണ്ടത്തരം കാണിച്ചു. ഇവള് ആ ചേട്ടൻ്റെ മകളെ ഗ്രൂം ചെയ്യാൻ നോക്കി. ഈ ചേട്ടൻ്റെ മകൾക്ക് ആരാണ്ട് ഒരു ക്ലാസ്സിൽ ഏതോ ഒരു പയ്യൻ ഒരു പ്രേമലേഖനം കൊടുത്തതിൻ്റെ പേരിൽ ആ തന്ത പെങ്കൊച്ചിനെ എടുത്തിട്ട് അടിച്ച് അവളെ മുറിക്കകത്ത് പൂട്ടിയിടുകയൊക്കെ ചെയ്തു. അപ്പം ഈ കുഞ്ഞമ്മ വലിയ സ്നേഹമുള്ള പിന്നെ ചിറ്റമ്മ പോയി സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം വീട്ടുകാർക്ക് വലിയ സന്തോഷമാണ് അതൊക്കെ. അപ്പം ഇവള് പതുക്കെ എൻ്റെ കൂടെ യോഗ ഇതിൽ വന്നാൽ നിനക്ക് നല്ല യു വിൽ ഗെറ്റ്
അങ്ങനെ ഗ്രൂം ചെയ്യാൻ നോക്കി. ഈ പെൺകുട്ടി പേടിച്ച് നിലവിളിച്ച് വീട്ടിൽ. അങ്ങനെയാണ് ഇത് പുറത്ത് വരുന്നത് ഈ കഥ പുറത്ത് വരുമ്പോൾ അപ്പോഴേക്കും വലിയ പ്രശ്നമായി. അപ്പോൾ ഈ പെൺകുട്ടിയെ ഉടനെ തന്നെ രാത്രി ഇരുട്ടിയ ശേഷം ഒരു വക്കീലിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. വക്കീലിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഡിവോഴ്സ് ഇപ്പം തന്നെ വേണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവൾ പറയുന്ന എനിക്ക് ഇപ്പോൾ ഷീ ഹാസ് എ ബാർഗൈനിങ് ചിപ്പ്. ഇയാളുടെ അഭിമാനം, നമ്മുടെ സരസ്വമ്മ പറയുന്ന പോലെ ഇയാളുടെ അഭിമാനം അവരുടെ കയ്യിലായിരിക്കുന്നത്, ഈ സ്ത്രീയുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഞാനിതെല്ലാവരോടും പറയും, എനിക്കിപ്പോൾ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് 3.5 ലക്ഷം രൂപ ഒരു മാസം വരുമാനമുണ്ട്, ഐ ഡോണ്ട് കെയർ. ചെറിയ പൈസയല്ല. സോ നിങ്ങളെ ആരും വിശ്വസിക്കുന്നത്. ഇപ്പം എനിക്ക് നിങ്ങൾക്ക് ശേഷിയില്ലാത്ത ഒരാളാണെന്നാണ് ഞാനതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഇയാളാകെ വട്ടായി. അവസാനം നെഗോഷിയേറ്റ് ചെയ്ത് കുറേ നെഗോഷിയേഷനൊക്കെ കഴിഞ്ഞിട്ട് ഡിവോഴ്സ്, എമിക്കബിൾ ഡിവോഴ്സൊക്കെ തീരുമാനിച്ച് അങ്ങനെ ഇവർ തമ്മിൽ യോജിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോഡൽ ഭാഗ്യത്തിന് ഇപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ഭർത്താവുമാരും തമ്മിൽ യോജിച്ചില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിച്ചുകൂടാന്നൊക്കെ ഉള്ളത് നമ്മൾ തമ്മിൽ ആ ഡിസ്കോഴ്സ് ഭാഗ്യത്തിനുള്ളതുകൊണ്ട് അതുമ്മേ പിടിച്ച് ഇയാൾ രക്ഷപ്പെട്ടു. അവരവരുടെ വീട്ടിലും പോയി. ഇവർ ഇതും ഈ കഥ ദിസ് ഇസ് സച്ച് എ അൺബിലീവബിൾ കോയിൻസിഡൻസ്. ഞാൻ പറയുന്നില്ല, അന്ന് കേരളത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു സമരമല്ല, ഒരു ബഹളം നടക്കുന്ന സമയമാണ്. ഏത് ബഹളം എന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അപ്പം ഞങ്ങൾ ആ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരിക. അപ്പോൾ ഈ പോലീസ് അദ്ദേഹം എന്നോട് പറഞ്ഞു താൻ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ DPI ഭാഗത്തോട്ടാണ്, എനിക്ക് ഞാൻ ഈ വീട് നന്നാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ദെൻ ഹി സെഡ് ഐ വിൽ ഗിവ് യു എ ലിഫ്റ്റ് ഇഫ് യു വാണ്ട്. ഞാൻ ആ വഴിക്ക് വന്നു. ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ കാറിൻ്റെ അടുത്തേക്ക് നടക്കുമ്പം ഈ ഒരു പ്രൊസഷൻ വരുന്നുണ്ട്. ഈ ബഹളത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു പ്രൊസഷൻ, ഭയങ്കര പ്രതിഷേധം നടക്കുക. അപ്പോൾ പ്രൊസഷൻ്റെ ഫ്രണ്ടിൽ ബാനർ ഉണ്ട്. ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു നോക്കരുത്, സ്റ്റെയർ ചെയ്യരുത്, പക്ഷേ ഇടത്ത് വശത്ത് ബാനർ പിടിച്ചേക്കുന്ന ആളെ പറ്റുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞു. അയാൾക്ക് മനസ്സിലാവരുത് നമ്മൾ നോക്കുവാണ്. ഞാൻ മാറി നിന്ന് ഞാൻ നോക്കി. ഞാൻ ചോദിച്ചാൽ ആരാ? ഞാൻ പറഞ്ഞ കഥയിലെ നായികയാണെന്ന്. തിരുവനന്തപുരത്തെ എനിക്കുണ്ടല്ലോ, എനിക്ക് ഇത് കേൾക്കുന്ന സമയത്ത് ഐ ഹാവ് എ cautious admiration to these women. That's what? It's a very cautious admiration, dangerously cautious admiration. But the way they game the system, especially നമ്മളെ നാട് പോലത്തെ ഒരു നാട്ടില് ഇങ്ങനെ ഫെമിനിസ്റ്റുകളെന്ത് പാവങ്ങളാ. നേരെ പോ നേരെ വാ എന്ന് പറയുന്ന പഞ്ചപാവങ്ങളാണ് ഈ നാട്ടില് ഫെമിനിസ്റ്റുകൾ. ഭർത്താവ് പറയുന്ന, ആ കാമുകൻ പറയുന്ന എനിക്ക് ഇനി നിന്നെ വേണ്ടെന്ന്. അപ്പൊ ഭയങ്കര നമ്മൾ തുല്യതയൊക്കെ ഡിസ്കോസ് ഒക്കെ എടുത്ത് നമ്മുടെ നഷ്ടമൊക്കെ സഹിച്ച് നമ്മള് വേർപിരിഞ്ഞു. പക്ഷെ നമ്മള് നമ്മുടെ ഇതൊക്കെ എടുത്ത് നമ്മള് നല്ല മനുഷ്യരായതുകൊണ്ട് നമ്മൾ സോ എന്ത് പാവങ്ങളാണ് ഈ ഫെമിനിസ്റ്റുകൾ. ഇവർക്ക് ആരാ വിറ്റ കാശ് അവരുടെ. യെസ്റ്റർഇയർ എന്ന് പറഞ്ഞൊരു നോവൽ ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഐ വാസ് റിമൈൻഡഡ് ഓഫ് ഇറ്റ് while you were telling the story. ഇത് ഇങ്ങനെ ഗെയിം ചെയ്യുന്ന ഈ റിയാലിറ്റി ഇത്രയും പെർഫോമേറ്റീവ് ആയിട്ട് പിന്നെ അവസാനം അതിൽ കൊളാപ്സ് ചെയ്യുവാണല്ലോ അവരുടെ ഗെയിം. ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല. ബട്ട് ഇറ്റ് ആക്ച്വലി അത് ഈ ഗെയിം നിങ്ങൾ ഈ ഒരു പരിധിക്കപ്പുറം ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതെന്ന് വെച്ചാൽ അവള് വളരെ വിക്റ്റിമായിട്ട്, ഐ മീൻ അവള് ഡിവോഴ്സ് ചെയ്ത് അതും വിക്റ്റിമല്ല, അവള് ഭയങ്കര നല്ല പിള്ളയായതുകൊണ്ട് അവള് ഭർത്താവിന് പറ്റുന്നില്ല, ഞങ്ങൾ തമ്മിൽ യോജിപ്പാണ്, അതുകൊണ്ട് ഞങ്ങൾ വേർപിരിഞ്ഞ് ആ മനുഷ്യനത് വിഴുങ്ങേണ്ടി വരും. കഷ്ടമല്ല ഈ പറഞ്ഞ മനുഷ്യൻ ഒരു ശാസ്ത്ര സാഹിത്യ പുരുഷത്തൊക്കെയാണ് ഈ മനുഷ്യൻ. അതൊരു സിനിമയാക്കേണ്ടതാണ് ശരിക്കും. ഇത് സച്ച് എ കോമിക്, ഇറ്റ് ഷുഡ് ബി മേഡ് ഇൻടു എ മൂവി and this woman should be a very interesting villain. She will become. I hope someone listening to this is reaching out to us for a script. Seriously? Thanks a lot, ma'am. This was very interesting for me. Thanks a lot for coming to Sura.